Hi everyone. Today we are going to discuss sixth paper in MA Sociology. The paper name is that Studies in Agrarian Social Structure. In this paper contains 9 units. First unit, Emergence of Peasant Society in History. Second one, Economic Aspect of Peasantry. Third unit, Mode of Production. Fourth unit, Agrarian Relation. Fifth unit, The Social Context of Agricultural Technology. Sixth unit, Social Aspects of Peasantry. Seventh unit, Peasant Movements. Eighth unit, Peasant Unrest and Peasant Movement in Colonial and Post-Colonial India. And unit 9, discussing about the peasant organization. So, the first unit, the emergence of peasant society in history. Now we can go through this chapter. First of all, we need to understand in this unit what is peasant. Chambers' 20th Century Dictionary define that peasant as a countryman, a rustic, one whose occupation is rural labor, peasantry as the body of peasant or tillers of soil, rustic laborers എന്നുള്ളതാണ്. പെസന്റ് എന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത് സ്വദേശീയനായ കാർഷിക ജോലി അഭിവൃദ്ധിയായി സ്വീകരിച്ചവരാണ് പെസന്റ് എന്നാണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ഈ നമ്മൾ സാധാരണയായി ഈ പെസന്റ് എന്ന ടേമിന് വ്യത്യസ്തമായ വ്യാഖ്യാർത്ഥങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ് ദ പെസന്റ് അറ്റാച്ച്ഡ് ടു ദി ലാൻഡ് എന്നുള്ളത്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുക മാത്രമല്ല, നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾക്കും മറ്റും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഭൂമി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നിയമപരമായി അവകാശത്തെ സംബന്ധിച്ച് നമ്മൾ ഭൂമിയെ കാണുമ്പോൾ കർഷകർ ചിലപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥനോ കുടിയാനോ, ദാറ്റ് മീൻസ് ടെനന്റോ, മറ്റുള്ളവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരോ ആകാം. ഭൂമിയിൽ തൊഴിൽ എടുത്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരോ ആണ് കർഷകർ. The second point, it is viewed as a occupying low position in most society എന്നുള്ളതാണ്. സമൂഹത്തിൽ താഴ്ന്ന പദവി ഉള്ളവരായാണ് മിക്ക സമൂഹങ്ങളും കർഷകരെ കാണുന്നത്. സാമ്പത്തികപരമായി മാത്രമല്ല കർഷകരുടെ പൊസിഷൻ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അവിടെ കൾച്ചറൽ ടേംസിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ പെസന്റ് എന്ന ടേമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തത്, ദ മീനിങ് ഡിറൈവ് ഫ്രം ദ ലാംഗ്വേജ് ഓഫ് പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്നുള്ളതാണ്. ഈ ഒരു പദത്തിന്റെ അർത്ഥം ഉരുത്തിരിഞ്ഞു വരുന്നത് രാഷ്ട്രീയപരമായ ചില മാനം കൂടി കാണേണ്ടതുണ്ട്. കർഷകരെ തൊഴിലാളികളുടെ ഒരു പ്രതിരൂപമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അവ പലപ്പോഴും ഒരുപോലെയാണ് പല രാജ്യങ്ങളും ഉപയോഗിക്കപ്പെടുന്നത്. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കർഷക സമൂഹം അടിച്ചമർത്തലുകളും ചൂഷണങ്ങളും നേരിട്ടിട്ടുള്ള വിഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റോബർട്ട് റെഡ്ഫീൽഡ് അദ്ദേഹത്തിന്റെ പുസ്തകമായ ലിറ്റിൽ കമ്മ്യൂണിറ്റി, പെസന്റ് സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന പുസ്തകത്തിൽ ഈ പെസന്റ് എന്നതിന് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, പെസന്റ് ആസ് എ മാൻ ഹു ഈസ് ഇൻ എഫക്റ്റീവ് കൺട്രോൾ ഓഫ് ലാൻഡ് ടു വിച്ച് ഹി ഹാസ് ലോങ് ബീൻ അറ്റാച്ച്ഡ് ബി ടൈസ് ഓഫ് ട്രഡീഷൻ ആൻഡ് സെന്റിമെന്റ്സ്. ദ ലാൻഡ് ഹി ആർ പാർട്ട് ഓഫ് വൺ തിങ്, വൺ ഓൾഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോഡി ഓഫ് റിലേഷൻഷിപ്പ്. ഇദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് പ്രധാനമായും 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തത്, ഹി സ്പെസിഫൈസ് ദർ മോഡ് ഓഫ് ലൈവ്ലിഹുഡ് എന്നുള്ളതാണ്. അവരുടെ ഉപജീവന മാർഗം എന്ത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത്, ദർ റിലേഷൻഷിപ്പ് ടു ദി അതർ സ്ട്രാറ്റ, സമൂഹത്തിലെ മറ്റു ഘടകങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഈ അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റേമണ്ട് ഫിർത്ത് ഒരു പെസന്റ് എന്നതിനൊരു ഡെഫിനിഷൻ നൽകുന്നുണ്ട്. പെസന്റ് ഓർ ദോസ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ഹു മേക്ക് എ ലിവിംഗ് ഹാവ് എ വേ ഓഫ് ലൈഫ് ത്രൂ കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃഷി ചെയ്യുന്നതിലൂടെ ഒരു ഉപജീവിത രീതി നേടുന്നവരാണ് കർഷകർ, പെസന്റ് എന്നുള്ളതാണ് ആര് പറയുന്നത്? റേമണ്ട് ഫിർത്ത് പറയുന്നത്. വൺ ഓഫ് ദി അനദർ ഡെഫിനിഷൻ ഗിവൺ ബൈ sociologist Krober, the peasant are definitely rurally live in relation to market towns. They form a class of segment of a larger population which usually contain urban centers, sometimes metropolitan capitals. They constitute part societies with part culture എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് മാർക്കറ്റ് അല്ലെങ്കിൽ ടൗണുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൃഷിക്കാർ എന്താണ്? തീർച്ചയായിട്ടും ഗ്രാമീണരാണ് എന്നുള്ളതാണ്. സാധാരണയായ ഒരു വലിയ ഒരു ജനസമൂഹത്തിന്റെ
ഒരു വിഭാഗമായിട്ടാണ് കർഷകരെ കണക്കാക്കുന്നത്. അവർ സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരു സംസ്കാരം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. തിയോഡോർ ഷാനിൻ പെസന്റ് അല്ലെങ്കിൽ പെസന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം റെഡ്ഫീൽഡിന്റെ പല ഐഡിയകളും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾക്കുപരിയായിട്ട് ചില രാഷ്ട്രീയപരമായ അവസ്ഥ കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെസന്റ് എന്നതിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഷാനിൻ പെസന്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ദ പെസന്റ് ഫാമിലി ഫോം ആസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മൾട്ടി ഡയമെൻഷണൽ സോഷ്യൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. ഒരു പെസന്റ് ഫാമിലി എന്ന് പറയുന്നത് സാമൂഹിക ഓർഗനൈസേഷനുകളിലെ ഒരു പ്രധാന അടിസ്ഥാന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഫാമുകളിൽ തൊഴിൽ ചെയ്യുന്നത്. ലാൻഡ് ഹസ്ബൻഡറി ആസ് ദ മെയിൻ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഡയറക്ട്ലി പ്രൊവൈഡിങ് ദ മേജർ പാർട്ട് ഓഫ് ദ കൺസംഷൻ നീഡ്സ്. ഈ കൃഷിപ്പണിയാണ് ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അവരുടെ കൺസംഷൻസ് ആവശ്യങ്ങളും കാർഷിക വൃത്തിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. മൂന്നാമത്തെ ഒരു പോയിന്റ്, സ്പെസിഫിക് ട്രഡീഷണൽ കൾച്ചർ റിലേറ്റഡ് ടു ദി വേ ഓഫ് ലൈഫ് സ്മോൾ കമ്മ്യൂണിറ്റീസ്. ഏക പാരമ്പര്യ സംസ്കാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെസന്റിന്റെ ജീവിത രീതി നിർണ്ണയിക്കുന്നതിലെ പ്രധാന ഘടകം എന്ന് അദ്ദേഹം പറയുന്നു. നാലാമത്തെ ഫാക്റ്റ് ആയിട്ട് ഷാനിൻ മുന്നോട്ട് വയ്ക്കുന്നത് ദ ഡൊമിനേഷൻ ഓഫ് പെസൻട്രി ബൈ ഔട്ട്സൈഡേഴ്സ്. ഒരു പെസന്റ് സമൂഹത്തെ ആ ഒരു സമൂഹത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ ഡൊമിനേറ്റ് ചെയ്യുന്നു, അവരെ കൺട്രോൾ ചെയ്യുന്നു, അവർക്ക് മേൽ അധികാരം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ഷാനിൻ മുന്നോട്ട് വയ്ക്കുന്ന നാലാമത്തെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഷാനിൻ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഫ്രം ദാറ്റ് ഓഫ് റെഡ്ഫീൽഡ്. റെഡ്ഫീൽഡിന്റെ ആശയത്തിൽ നിന്നും വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷാനിൻ അവതരിപ്പിക്കുന്നു. അദ്ദേഹം ഒന്നാമതായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് ദി ഓർഗാനിക് ബോണ്ട് ബിറ്റ്വീൻ പെസൻട്രി, ജെൻട്രി ആൻഡ് അതർ സ്ട്രാറ്റ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലെ ശ്രേണീകരണമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പെസന്റ് സമൂഹത്തെ അദ്ദേഹം ബന്ധപ്പെടുത്തുന്നത്. Attention to the cleavage between an exploited class of peasant and their exploiter എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം ഊന്നി നൽകുന്നിരിക്കുന്നത് ചൂഷിതരായിട്ടുള്ള കർഷക വിഭാഗവും അവരെ ചൂഷണം ചെയ്യുന്ന വിഭാഗവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ട്. റെഡ്ഫീൽഡ് മുന്നോട്ട് വയ്ക്കുന്നത് പെസന്റ് ഇൻ വില്ലേജ് ഹാവ് ദർ ഓപ്പോസിറ്റ് നമ്പേഴ്സ് ഇൻ ദ മാൻ ഓർ ടൗൺ ഓർ സിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഷാനിൻ പറയുന്നത് പെസന്റ് ഹാവ് അണ്ടർഗോ പൊസിഷൻ ഇൻ വിച്ച് ദേ ആർ സബ്ജക്റ്റഡ് ടു ഡൊമിനേഷൻ ബൈ ഔട്ട്സൈഡേഴ്സ് എന്നുള്ളതാണ്. ഈ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരേ സവിശേഷതയുള്ള കർഷകരുടെ കൂട്ടമാണ് എന്ന ഒരു കോൺസെപ്റ്റിനോട്, എന്ന ആശയത്തോട് രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് സോഷ്യോളജിസ്റ്റുകളും യോജിക്കുന്നുണ്ട്. സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് വില്ലേജ് ആസ് എ കമ്മ്യൂണിറ്റി ഓഫ് പെസന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ ഒരു മേജർ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്ന അവരുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെസന്റ്, നോൺ പെസന്റ്, അതുപോലെ തന്നെ ആസ് വൺ ബിറ്റ്വീൻ ഇൻസൈഡേഴ്സ്, ഔട്ട്സൈഡേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് പ്രിമിറ്റീവ്സ് എന്നുള്ളതാണ്. പ്രിമിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ സ്മോൾ ആൻഡ് സെൽഫ് സഫിഷ്യന്റ് പ്രിമിറ്റീവ് സൊസൈറ്റി. ഈ പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ചെറുതും അതുപോലെ തന്നെ എന്താണ് സ്വയം പര്യാപ്തവുമാണ് ആദ്യത്തെ പോയിന്റ്. സെക്കൻഡ് വൺ, എ പ്രിമിറ്റീവ് ഐസൊലേറ്റഡ് കമ്മ്യൂണിറ്റി ആസ് സെവറൽ ഓഫ് കംപ്ലീറ്റ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം. ആന്ത്രോപോളജിസ്റ്റ് ഈ പ്രിമിറ്റീവ് സൊസൈറ്റിയെ മറ്റ് സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായതും അതുപോലെ തന്നെ സ്വയം പര്യാപ്തവുമായാണ് ഡിഫൈൻ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് സീൻ ആസ് എ കസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ആചാരം അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന നിലയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം സമൂഹങ്ങളെ ആന്ത്രോപോളജിസ്റ്റ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു ശരിയും തെറ്റും ഏതാണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ജനങ്ങളൊക്കെ നേർവഴിക്ക് നയിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾക്കും അതുപോലെ തന്നെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള അറിവിനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവര് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. നാലാമത്തെ പോയിന്റ്, ദ പ്രിമിറ്റീവ് സൊസൈറ്റി ആസ് എ സോഷ്യൽ സ്ട്രക്ചർ. എന്തുണ്ട്, പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ ഒരു സാമൂഹിക ഘടന ആന്ത്രോപോളജിസ്റ്റ് മനസ്സിലാക്കുന്നത് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്, റോളിന്റെയും സ്റ്റാറ്റസിന്റെയും അടിസ്ഥാനത്തിലാണ്. ബാൺസ് സ്റ്റഡി അബൌട്ട് ഐലാൻഡ് പാരിഷ് ഓഫ് നോർവേ. ഇറ്റ് കനോട്ട് ബി, അദ്ദേഹം പറയുന്നത് ഇറ്റ് കനോട്ട് ബി വെൽ ഡിസ്ക്രൈബ്ഡ് ആസ് സോഷ്യൽ സ്ട്രക്ചർ.
മാൻസ് അദ്ദേഹത്തിന്റെ പഠനം നടത്തിയപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻകംപ്ലീറ്റ് ആയ ഒരു സോഷ്യൽ സിസ്റ്റം ദാറ്റ് ക്യാൻ നോട്ട് ബി വെൽ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഒരു സാമൂഹിക ഘടന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു നോർവീജിയൻ ഗ്രാമീണ ജനത മറ്റു സമൂഹങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് അദ്ദേഹം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഈ നോർവീജിയൻ ഗ്രാമീണ ജനത ഗ്രൂപ്പുകളിൽ അംഗമാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. മാർക്സ് ഇത്തരം സോഷ്യൽ ഗ്രൂപ്പുകളെ സോഷ്യൽ ഫീൽഡുകൾ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഇറ്റ് ഈസ് വൺ ടെറിട്ടോറിയലി ബേസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളതാണ്. അതായത് ടെറിട്ടറിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സോഷ്യൽ ഫീൽഡാണ്. ഇതിൽ നിരവധി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും അവയെ ഹൈറാർക്കിക്കലി അറേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ ഫീൽഡിലെ ലോക്കൽ ഗ്രൂപ്പുകൾ, ഹാംലെറ്റ്, അതുപോലെ തന്നെ നൈബർഹുഡ്, വാർഡ് തുടങ്ങിയവയാണെങ്കിൽ, എന്നാൽ ലാർജ് സീരീസിൽ ഉൾപ്പെടുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ജുഡീഷ്യൽ സിസ്റ്റമാണ്. ഈ ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പുകൾ ഫോർമൽ ഗ്രൂപ്പുകളും അവയ്ക്ക് എന്തുണ്ട്, പ്രത്യേകമായ പ്രവർത്തന രീതികളും ബന്ധങ്ങളും നിലനിർത്തുന്നുണ്ട്. That means the large number of enduring administrative series hierarchically one within other. അല്ലെങ്കിൽ ഒരു പെസന്റ് സൊസൈറ്റിയിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ഈ പാരമ്പര്യമായി തുടർന്നു വരുന്ന, അതായത് മറ്റുള്ളവരുമായി ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗവും, അതായത് നമ്മുടെ കിൻഷിപ്പിന്റെയും നൈബർഹുഡിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പും. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫ്യൂഡൽ സിസ്റ്റവും അടങ്ങുന്നതാണെന്ന് ആ ഒരു രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റാണ്. അതായത് സ്വയം ഉൾക്കൊള്ളുന്ന സാമൂഹിക ബന്ധങ്ങളിൽ അടിസ്ഥാനമായ വിപണി എന്നതാണ് ഒരു പ്രാകൃത സമൂഹത്തിലെ മാർക്കറ്റ് എന്ന് വിലയിരുത്താം. അതായത് പാരമ്പര്യമായി ഉയർന്നു വന്ന വിപണിയും അതുപോലെ തന്നെ ധാർമ്മിക ഇന്നത്തെ കാലത്തുള്ള ലോക മാർക്കറ്റും രണ്ട് എക്സ്റ്റൻഡിൽ നിൽക്കുന്ന മാർക്കറ്റുകളാണ്. സാമ്പത്തികമായ ഒരു കാര്യം എന്നതിലുപരി സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുന്നതിലും മാർക്കറ്റ് എന്ന വ്യവസ്ഥിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് എ പ്ലേസ് ടു ട്രേഡ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് all the relations of all kind of the rural people with one another and with people elsewhere are thought of a network. Redfield country wide network എന്നാണ് ഈ നെറ്റ്വർക്കിനെ വിളിച്ചിട്ടുള്ളത്. ബോൺസ് പോയിന്റ് ഔട്ട് ദ പ്രിമിറ്റീവ് സൊസൈറ്റി മെഷ് ഈസ് ലാർജ് എന്ന് ആര് പറയുന്നുണ്ട്, ബോൺസ് പറയുന്നുണ്ട്. അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ വലുതാണ്. ഒരു നെറ്റ്വർക്കിന്റെ പ്രത്യേക പരിധിക്കുള്ളിൽ വ്യക്തികൾ തമ്മിൽ എന്തുണ്ടാകുന്നുണ്ട്, ഒരു പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒരു കാർഷിക സമൂഹത്തിൽ എന്താണ്, മെഷ് ഈസ് വൈഡർ ആൻഡ് ലൂസർ. ഈ ഒരു റിലേഷൻഷിപ്പ് ഫാമിലിയിൽ നിന്ന് തുടങ്ങി അയൽബന്ധങ്ങളിലേക്കും തുടർന്ന് എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിലേക്കും ഈ റിലേഷൻഷിപ്പ് എത്തിച്ചേരുന്നുണ്ട്. റോബർട്ട് റെഡ്ഫീൽഡ് പറഞ്ഞിട്ടുള്ള കൺട്രി വൈഡ് നെറ്റ്വർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില എലമെന്റുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ക്ലോസ്നെസ് ഓർ ഓപ്പൺനെസ് ഓഫ് ദ മെഷ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ദ റേഞ്ച് ഓഫ് സ്കോപ്പ് ഓഫ് ദ നെറ്റ്വർക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു എലമെന്റ് ആയിട്ട് പറയുന്നത്. തേർഡ് പോയിന്റ് ഇസ് ദ കൈൻഡ് ഓഫ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സെർവ്ഡ് ബൈ ദി റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് മൂന്നാമത്തത്. ഫോർത്ത് പോയിന്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ റിലേഷൻഷിപ്പ്, that means occasional or permanent. And we need to discuss about economic field of the peasant. കൃഷിക്കാരനുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക മേഖലകൾ ഒരു ഗോത്രവർഗക്കാരനെ ബാധിക്കുന്ന മേഖലകളേക്കാൾ തികച്ചും വ്യത്യസ്തവും പ്രാദേശിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതുമാണ്. തദ്ദേശീയമായ മേഖലകളിൽ നിന്നും വ്യവസായ മേഖല പുറത്താണുള്ളത്, പ്രത്യേകിച്ചും ഒരു മുതലാളിത്ത വ്യവസായവൽകൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ആ മേഖലയിൽ, അതായത് മുതലാളിത്തത്തിന്റെയും വ്യവസായവൽകൃത സാമ്പത്തിക രീതികളല്ല എവിടെയുള്ളത്, നമ്മുടെ ഒരു പ്രസന്റ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ദ പൊളിറ്റിക്കൽ ഓട്ടോണമി ഓഫ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഏതൊരു യൂറോപ്യൻ ഇതര സമൂഹത്തിലും പ്രാദേശിക സമൂഹത്തിൽ പൊളിറ്റിക്കൽ സ്വയം ഭരണാധികാരം കാണാൻ സാധിക്കും.
ഈ ആഫ്രിക്കൻ സമൂഹത്തിൽ പലതിലും രാഷ്ട്രീയവും ഭരണപരവുമായ അധികാര ശ്രേണീകരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കർഷക സമൂഹങ്ങളിൽ ഈ ഒരു പ്രാദേശിക ഗ്രൂപ്പുകളുടെ ശ്രേണികൾ തമ്മിലുള്ള ബന്ധം എന്തിനടിസ്ഥാനത്തിലാണ്? പ്രാദേശികമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നിർവചിക്കപ്പെടുന്നത്. സോഷ്യൽ സ്ട്രക്ചർ ഓഫ് പെസന്റ് എന്നുള്ളതാണ്. ഈ സാമൂഹിക ഘടന കർഷക സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ സാംസ്കാരികമായ സ്വാധീനവും സമൂഹത്തിലെ മറ്റു ശ്രേണികളുമായുള്ള ബന്ധവും കാണാൻ സാധിക്കും. ഉദാഹരണമായി ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും അതുപോലെ തന്നെ ചൂഷിതരും ചൂഷണം ചെയ്യുന്നവരും തുടങ്ങിയ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിവിധ സിവിലൈസേഷന്റെ വളർച്ചയിലൂടെ കർഷകരുടെ സാമൂഹിക ബന്ധങ്ങളിലും അതുപോലെ തന്നെ ഘടനയിലും എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഈസ് ദാറ്റ് civilization. Each primitive or tribal culture came to be considered as an independent and self-sufficient system. ഒരു പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഒരു ട്രൈബൽ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു കൾച്ചറാണ് ഈ പ്രിമിറ്റീവ് ട്രൈബൽ കൾച്ചർ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കൾച്ചറലിനെ ഓട്ടോണമസ് കൾച്ചറൽ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. One of the important characteristics of autonomous cultural system is that which is self-sustaining എന്നുള്ളതാണ്. അത് സ്വയം പര്യാപ്തമാണ്. അതിന് നിലനിൽക്കണമെങ്കിൽ മറ്റുള്ള ഘടകങ്ങളുടെ ആവശ്യം ഇല്ല. അതിനുള്ളിൽ തന്നെയുള്ള ഘടകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവയെ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഒരു കൾച്ചർ ഓഫ് പെസന്റ് സൊസൈറ്റി അല്ലെങ്കിൽ ഈ പെസന്റ് കമ്മ്യൂണിറ്റിയുടെ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് കൾച്ചർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ആസ്പെക്ട് ഓർ ഡയമെൻഷൻ ഓഫ് ദ സിവിലൈസേഷൻ. കൂടാതെ ഈ ഒരു പെസന്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഹാഫ് സൊസൈറ്റിയാണ്, ഹാഫ് കൾച്ചർ സൊസൈറ്റിയാണ്. ഒരു ലാർജർ സൊസൈറ്റിയിൽ നിന്നും ഉള്ള ഒരു ഭാഗം മാത്രമാണെന്ന് പറയുന്നത് ഈ ഒരു പെസന്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. പെസന്റ് സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള പഠനത്തിൽ റോബർട്ട് റെഡ്ഫീൽഡ് രണ്ട് തരത്തിലുള്ള ട്രഡീഷൻസ് ആണ്, 2 types ഓഫ് ട്രഡീഷൻസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ രണ്ട് ട്രഡീഷൻസും വളരെ വ്യത്യസ്തമാണ്. പക്ഷേ എന്താണ്, അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്റർഡിപെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ ഇന്ററാക്റ്റീവുമാണ്. ഒരു ട്രഡീഷൻ ഫോർമലാണ്, അതേസമയം തന്നെ റിട്ടൺ ആണ്, റിഫ്ലക്റ്റീവ് വ്യൂ, അതുപോലെ തന്നെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷനാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ മറ്റൊരു ട്രഡീഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള ഓറൽ ഫോർമൽ ആയിട്ടുള്ള ഒരു ട്രഡീഷനാണ്. അതിനവിടെ എന്തില്ല, നോ റിട്ടൺ ഫോർമാറ്റ്. ഇത്തരത്തിലുള്ള രണ്ട് ട്രഡീഷനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു റിഫ്ലക്റ്റീവ് ആണ് ഈ ഒരു രണ്ടാമത്തെ ട്രഡീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ആദ്യത്തെ ട്രഡീഷനെ അതായത് ഗ്രേറ്റ് ട്രഡീഷൻ എന്നും രണ്ടാമത്തെ ലിറ്റിൽ ട്രഡീഷൻ എന്നുമാണ് വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഫീൽഡ് വർക്കിൽ അദ്ദേഹം ഈ രണ്ട് ട്രഡീഷൻസുകൾ, ഗ്രേറ്റ് ട്രഡീഷൻസ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് സ്കൂൾസ് അതുപോലെ തന്നെ ടെമ്പിൾസിലാണെന്ന് പ്രീസ്റ്റ് ടീച്ചേഴ്സ് ആണ് ഈ രണ്ട് ട്രഡീഷൻസുകൾക്കിടയിലെ എന്താണ് അവരുടെ ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ടീച്ചേഴ്സും അതുപോലെ തന്നെ ആരുമാണ്, ഈ പ്രീസ്റ്റുമാണ് എന്നുള്ളതാണ്. ദാറ്റ്സ് വൈ ഹി സെഡ് ദാറ്റ് ഗ്രേറ്റ് ട്രഡീഷൻസ് ആർ കൾട്ടിവേറ്റഡ് in the schools and temples with the help of teachers and priests. This of division of labor between rulers and fruit producing cultivators, society or social order developed to a complex stage. റൂളേഴ്സ് അതുപോലെ തന്നെ ഫുഡ് പ്രൊഡ്യൂസിങ് കൾട്ടിവേഴ്സ് എന്നിവർക്കിടയിലെ തൊഴിൽ വിഭജനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഓർഡർ എന്തായിട്ടുണ്ട്, ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആ ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കുന്നു, ദ ഡെവലപ്മെന്റ് ഓഫ് സിവിലൈസേഷൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഈ പ്രോസസ്സിന് എന്തുകൊണ്ട് വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു ചരിത്രപരമായ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് capacity of a society to produce a surplus above and beyond the minimum required to sustain life എന്നുള്ളത്. സൊസൈറ്റി അവരുടെ ജീവിതത്തെ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. മിനിമം എന്നുള്ളത് ഉദ്ദേശിക്കുന്നതിന് ഫിസിയോളജിക്കൽ ടേമിലാണ് ഈ മിനിമം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഡെയിലി ഇൻടേക്ക് ഓഫ് ഫുഡ് കലോറീസ് required to balance expenditure of energy. A man inco between
2300 calories per person per day. അത് ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഉണ്ടായിരിക്കേണ്ട എനർജി ലെവൽ, ഫുഡ് കൺസംഷൻ്റെ ഒരു ലെവലാണ്, എത്രത്തോളം ഫുഡ് കഴിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു അർത്ഥത്തിലാണ് എന്ത് വെച്ചിരുന്നത്, ഈ ഒരു മിനിമം എന്നുള്ള പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പല രാജ്യങ്ങളിലും ഈ ഒരു മിനിമം ഡെയിലി മിനിമം ലെവൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പല രാജ്യങ്ങളിലും എല്ലാവർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. 2250 കലോറിക്ക് താഴെയുള്ള രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ. പക്ഷേ ഈ കൾട്ടിവേഷൻ not only provide minimal caloric ration but also provide sufficient seed for next year's crop, provide adequate food for the livestock. So the amount needed to replace his minimal requirement for both production and consumption was his replacement fund. ഈ ഒരു റീപ്ലേസ്മെന്റ് ഫണ്ട് എന്ന ഈ ഒരു പെർസ്പെക്റ്റീവിൻ്റെ രീതിയിൽ നമ്മളിത് ഒരു ടെക്നിക്കൽ ടേം ആയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യത്തെ നമ്മൾ പഠന വിധേയമാക്കേണ്ടത് ഒരു കൾച്ചറൽ ടേം ആയിട്ട് എന്ത് ചെയ്യണം, ഇത്തരത്തെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ സർപ്ലസ് എന്നതിന് രണ്ട് അനിവാര്യമായ ടേമുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് there are two set of social imperatives. One is ceremonial fund and second one is fund of rent. The ceremonial fund may occur in any society. The human being try to make social relations with others. These social relations surrounded with symbolic constructions, marital relation or any kind of kinship relation, or it may primary, secondary or tertiary. മനുഷ്യർ ഫുഡും അതുപോലെ തന്നെ അവനാവശ്യമായിട്ടുള്ള ഗുഡ്സുകളൊക്കെ സെൽഫ് സഫിഷ്യൻ്റ് ആയി വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, സാമൂഹിക സോഷ്യൽ റിലേഷൻസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സോ ഈ സോഷ്യൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചിലപ്പോൾ മാരിറ്റൽ റിലേഷൻസിലൂടെയോ അല്ലെങ്കിൽ ബന്ധുത്വം, അതായത് കിൻഷിപ്പിലൂടെയോ ഒക്കെ ആയിരിക്കാം. ഈ സാമൂഹിക ബന്ധങ്ങളെ നമുക്ക് ചില സിംബോളിക് കൺസ്ട്രക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ സാധൂകരിക്കാനും അതിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതുണ്ട്. കാരണം ഉദാഹരണമായിട്ട് ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു വധു ഒരു വരൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്നതിലുപരി അതെന്താണ്, ഇറ്റ് ഇസ് എ സെറിമോണിയൽ ഫങ്ഷൻ. അതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻസും ഒരു ചടങ്ങുകളും അതുപോലെ തന്നെ ചില ആചാരങ്ങളും അതിന് പിറകിലുണ്ട്. All social relations are surrounded by ceremony. This ceremonial must be paid in labor, in goods or in money. ഈ ഒരു സെറമണിയിൽ നമ്മൾ ചെയ്യപ്പെടുന്നത് എന്തിനാണ്, ചിലപ്പോൾ അത് ലേബറിലൂടെയോ അല്ലെങ്കിൽ അത് ഗുഡ്സിൻ്റെ ഇതിൻ്റെയോ അല്ലെങ്കിൽ മണി എന്നീ ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ആ ഒരു സെറമോണിയൽ ഫങ്ഷൻ പേ ചെയ്യപ്പെടുന്നത്. So simply we can say that the men are to participate in social relations. Therefore, they must also work to establish a fund against which these expenditure may charge. This is called a ceremonial fund. The second set of social imperatives is that the fund of rent, which may produce surplus beyond the caloric minimum and replacement level. So, in these complex societies, social relations which are not symmetrical, സങ്കീർണമായ ഈ ഒരു സമൂഹത്തിൽ എന്താണ് ഒരു സോഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത് ഫോർമൽ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൾട്ടിവേറ്റർ വാസ് ഫോഴ്സ്ഡ് ടു സീക്ക് അഡീഷണൽ സോഴ്സസ് ഓഫ് കലോറീസ്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായി എന്ത് ചെയ്യുന്നു, കൾട്ടിവേറ്റർ ഫോഴ്സ് ചെയ്യപ്പെടുന്നു. സോ ദ സുപ്പീരിയർ ക്ലെയിം ടു ഹിസ് ലേബർ ഓൺ ദ ലാൻഡ്, ഇറ്റ് കാൾഡ് റെന്റ്. ദ റെന്റ് ഈസ് പെയ്ഡ് ഇൻ ലേബർ ഓർ ഇൻ മണി. കൾട്ടിവേറ്റർ ഈ റെന്റ് നൽകപ്പെടുന്നത് ചിലപ്പോൾ അദ്ദേഹം അവരുടെ ആ ഒരു ഭൂമിയിൽ കൃഷി ചെയ്തോ അല്ലെങ്കിൽ ആയിട്ടോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെന്റ് സുപ്പീരിയറിന് നൽകപ്പെടുന്നത്. ഈ ഫണ്ട് ഓഫ് റെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ പ്രിമിറ്റീവ് കൾട്ടിവേറ്റർ എന്നുള്ളതിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, വേർതിരിക്കാൻ സാധിക്കുന്നു. റോൾ ഓഫ് ദ സിറ്റി എന്ന് പറയുന്നത് ദാറ്റ് കൾട്ടിവേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിറ്റിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ദ ഡെവലപ്മെന്റ് ഓഫ് സിവിലൈസേഷൻ ഹാസ് കോമൺലി ബീൻ ഐഡന്റിഫൈ വിത്ത് ദി ഡെവലപ്മെന്റ് ഓഫ് സിറ്റീസ്. ഓരോ നാഗരികതയും വളർന്നു വന്നിരിക്കുന്നത് ഈ ഓരോ സിറ്റിയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ എവല്യൂഷനിൽ നമുക്കറിയാം, നോക്കിയാൽ അറിയാം, ദ റൂളേഴ്സ് ഹാവ് കോമൺലി സെറ്റിൽഡ് ഇൻ സ്പെഷ്യൽ സെൻറ്റേഴ്സ്.
റൂളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യുകയും ആ സ്ഥലം പിന്നീട് എന്തായി മാറുകയും ചെയ്തിട്ടുണ്ട്, ഓരോ സിറ്റീസ് ആയിട്ട് എമേർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചില സമൂഹങ്ങളിൽ റൂളേഴ്സ് ക്യാമ്പ്ഡ് എമംഗ് ദി പെസൻട്രി ലിവ്ഡ് അറ്റ് റിലീജിയസ് സെന്റേഴ്സ്. ഉദാഹരണമായിട്ട് ടോംസ്, അതുപോലെ തന്നെ ഷ്രൈനൊക്കെ എന്താണ് ഇതിന് ഉദാഹരണമാണ്. ഈ ഒരു സിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ കോംപ്ലക്സിറ്റി ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ്. അവിടെ വളരെ സങ്കീർണമായ ഒരു സമൂഹമാണ് സിറ്റിയിലുള്ളത്. അവിടെ തന്നെ എറിക് വോൾ പോയിന്റ് ഔട്ട് ദാറ്റ് city is a settlement in which a combination of functions are exercised and which becomes useful because in time greater efficiency is obtained by having these functions concentrated in one site. അദ്ദേഹം പറയുന്നത് ഈ ഒരു സിറ്റിയിൽ വ്യത്യസ്തപരമായിട്ടുള്ള ഫങ്ഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കാര്യക്ഷമത ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഫങ്ഷൻസ് എന്താണ്, വ്യത്യസ്തപരമായിട്ടുള്ള ഫങ്ഷൻസ് ഒരേ സ്ഥലത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ദ പ്ലേസ് ഓഫ് പെസൻട്രി ഇൻ സൊസൈറ്റി എന്നുള്ളത്. പെസൻറ്റ് ഈസ് ദ ചീഫ് പ്രൊഡ്യൂസർ ഓഫ് ദ സ്റ്റോർ ഓഫ് സോഷ്യൽ വെൽത്ത്. സാമൂഹികമായ സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ചീഫ് പ്രൊഡ്യൂസർ പെസൻറ്റ് എന്ന് പറയുന്ന ഒരു ചീഫ് പ്രൊഡ്യൂസറാണ്. പക്ഷേ അവർക്ക് സമൂഹത്തിൽ എന്താണ്, ഒരു സെക്കൻഡറി പൊസിഷനാണ് നിലനിൽക്കുന്നത്. അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ട്രഡീഷണൽ ടൂൾസ് ഉപയോഗിച്ചാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ചിട്ടാണ് അവരവരുടെ റെൻറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് തുടങ്ങിയ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് മെഷീൻസുകളും ടൂൾസുകളും പ്രൊഡക്ഷൻ മേഖലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ നമുക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പുതിയ ഫാക്ടറികൾ സ്ഥാപിക്കപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി, ഇത്തരം ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവിടെ അവർ അഗ്രികൾച്ചർ വർക്കേഴ്സ് ആയിട്ടല്ല പരിഗണിക്കപ്പെടുന്നത്, ഒരു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. അവരുടെ ഒരു പെയ്ഡ് വേജസ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് പെസന്റ് സൊസൈറ്റി. Systematic study of peasantry originated in Central and Eastern Europe. ഈസ്റ്റേൺ യൂറോപ്പിലാണ്, സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പിലാണ് ഈ പെസൻട്രിയെ കുറിച്ച് ആദ്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം നടന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് ദർ. ഈ ഒരു പെസൻട്രി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ പോറസ്റ്റ് ആയിട്ടുള്ള, ബാക്ക്വേർഡ് ആയിട്ടുള്ള, പക്ഷേ ആ സമൂഹത്തിലെ ഏറ്റവും വലിയ ന്യൂമറിക്കലി ഏറ്റവും വലിയ സെക്ഷൻ ആയിരുന്നു എന്ന് പറയുന്നത് ഒരു പെസൻട്രി എന്ന് പറയുന്ന വിഭാഗം. ആന്ത്രോപോളജിസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പെസൻട്രിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എന്താണ്, അത് ഹോമോജീനിയസ് ആണ് എന്നുള്ളതാണ്. എന്നാൽ മാക്സിയൻ സ്കോളേഴ്സ് സ്ട്രാറ്റിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു മിസ്കൺസെപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്. റൈമണ്ട് പെസന്റ് എന്ന സമൂഹത്തെ കാണുന്നത് എക്കണോമിക്, പ്രൈമറിലി ആൻ എക്കണോമിക് റെഫറൻസ് എന്ന രീതിയിലാണ്. He says that primary means livelihood of peasant is cultivation of soil. Small scale producers are the same social class. ഫിഷർമാനോ അല്ലെങ്കിൽ ക്രാഫ്റ്റ്മാനോ അങ്ങനെ എന്ത് ആയിക്കോട്ടെ, അവരൊക്കെ എന്താണ്, പെസന്റ് ആണ്. അവർ ഒരേ സോഷ്യൽ ക്ലാസ്സിൽ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ എന്തെന്ന് വിളിക്കാം, അഗ്രികൾച്ചറലിസ്റ്റ് എന്ന് വിളിക്കാമെന്നാണ് ആര് പറയുന്നത്, റെയ്മണ്ട് ഫിർത്ത് പറയുന്നത്. ഫസ്റ്റ് the scholar, peasant society as a half society, a part of a larger social unit. peasant society എന്ന് പറയുന്നത് ഒരു വലിയ യൂണിറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്തെന്ന് പറയുന്നത്, പെസന്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സമൂഹം വേർട്ടിക്കലി അതുപോലെ തന്നെ ഹൊറിസോണ്ടലി എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഘടനാപരമായിട്ട് സ്ട്രക്ചേർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഫോസ്റ്റർ പറയുന്നത്. ഇദ്ദേഹമാണ് ആന്ത്രോപോളജിയിൽ ഈ പെസന്റ് സൊസൈറ്റിയിലെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡൈവേർഷൻ എന്ന ഒരു ആശയം കൊണ്ടുവന്നത്. പെസന്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കമ്മ്യൂണിറ്റി ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിലെന്തുണ്ട്, ഇറ്റ് റെപ്രസെന്റ് റൂറൽ എക്സ്പ്രഷൻ ഓഫ് ലാർജ് ക്ലാസ് സ്ട്രക്ചേർഡ് എക്കണോമിക്കലി കോംപ്ലക്സ്, അതുപോലെ തന്നെ പ്രീ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ, ഇതെല്ലാം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പെസന്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്താക്കി കാണണ്ട, ഒരു
ചെറുതായി സ്മോൾ സ്കെയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡ്യൂസേഴ്സ് ആയി മാത്രം കാണണ്ട എന്നാണ് ആര് പറയുന്നത്, ഫോസ്റ്റർ മെൻഷൻ ചെയ്യുന്നത്. റെഡ്ഫീൽഡ് പറഞ്ഞിട്ടുള്ള പെസന്റ് നോ പെസന്റ് ബിഫോർ ദ ഫസ്റ്റ് സിറ്റി എന്നുള്ള ആ ഒരു ആശയത്തോട് ആര് യോജിക്കുന്നുണ്ട്, ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ പെസന്റ് ആർ നോട്ട് എ ഫങ്ഷൻ ഓഫ് എനി സിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രീ ഇൻഡസ്ട്രിയൽ സിറ്റി എന്നാണ്. മോഡേൺ സൊസൈറ്റി ഡസ് നോട്ട് പ്രൊഡ്യൂസ് പെസന്റ്. ദർ ഈസ് ഡ്യൂ ടു ഫിനോമിന ഓഫ് കൾച്ചറൽ ലാഗ്. അത് ആ രണ്ട് കൾച്ചറും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. സോ റെഡ്ഫീൽഡ് പെസന്റ് സൊസൈറ്റി ആസ് ഇന്റർമീഡിയറ്റ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, റെഡ്ഫീൽഡ് കാണുന്നത്. അദ്ദേഹം പറയുന്നു, പെസന്റ് വില്ലേജ് ഈസ് എ ഹാഫ് വേ ഹൗസ്, a stable structure along the historic road mankind take between the imagined polarities. Our anthropologist Chano describe peasantry as a form of class in terms of homogeneity of their class interest. ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ്, ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് ഹി contributed a theory of peasant behavior at the level of the individual family form, and its economy ought to be treated as an economic system in its own right. അതായത് അദ്ദേഹം ബിഹേവിയറിനെ കുറിച്ചും അവരുടെ എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, തിയറി ഫോം ചെയ്തിട്ടുണ്ട്. ഫാമിലി ലേബർ ഫോം ഈസ് കൺസീവ്ഡ് ആസ് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു കുടുംബം എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫോം ചെയ്ത തിയറി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ പ്രോബ്ലം ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യൂഷ്വലി റെഫേഴ്സ് ടു ദി ഫാമിലി ലേബർ പ്രോഡക്റ്റ് ആസ് എ സിംഗിൾ ലേബർ ഇൻകം. മോട്ടിവേഷൻ ഓഫ് പെസന്റ് എക്കണോമിക് ആക്ടിവിറ്റി ഈസ് ദസ് നോട്ട് that of an entrepreneur but of a work on a peculiar piece rate system. ഒരു എൻ്റർപ്രണർ എന്ന രീതിയിലല്ല പെസന്റ് എക്കണോമി ആക്ടിവിറ്റി നടത്തുന്നത്. അത് ഒരു വർക്കർ എന്ന നിലയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ തൊഴിൽ ചെയ്യുന്നത്. The main notion of balance between subsistence needs and subjective dictate for labor. അവരുടെ സബ്സിസ്റ്റൻസ് നീഡ്സ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഈ ഒരു ലേബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇത് പറയുന്നത്. ചൈനയുടെ ഈ കോൺസെപ്റ്റിനെ ഡാനിയൽ തോർണർ കാണുന്നത് ഇറ്റ് മോസ്റ്റ്ലി ആപ്ലിക്കബിൾ ഓർ വർക്ക് ബെറ്റർ ഫോർ തിൻലി പോപ്പുലേറ്റഡ് കൺട്രീസ് ദാൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് വൺ. ഒരു ജനസംഖ്യ കുറഞ്ഞ രാജ്യത്തിനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയം അപ്ലിക്കബിൾ ആവുന്നത് എന്നാണ് ഡാനിയൽ തോർണർ പറയുന്നത്. ഇതൊരു ഡെൻസ്ലി പോപ്പുലേറ്റഡിൽ ഇത് സാധ്യമല്ല എന്ന് പറയുന്നു. കാൾ മാർക്സ് പെസൻട്രി എന്നതിനെ അദ്ദേഹം പറയുന്നത്, പെസൻട്രി ആസ് ദി സ്മോൾ ഹോൾഡിംഗ് പെസൻസ് ദാറ്റ് ഫോം എ വാസ്റ്റ് മാസ് whose members live in a similar condition without entering into the manifold relations with one another. അദ്ദേഹം ഒരു സ്മോൾ ഹോൾഡിംഗ് പെസൻറ്റിനെയാണ് പെസൻട്രി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള മെമ്പർമാർ തമ്മിൽ എന്തുണ്ടാവില്ല, ഒരേ സിമിലർ കണ്ടീഷനിലാണ് അതിലുള്ള മെമ്പർമാർ ജീവിക്കുന്നത്. അവർക്ക് മറ്റുള്ളവരുമായി എന്തില്ല, there is no relationship with one another. മറ്റുള്ളവരുമായിട്ട് റിലേഷൻസ് ഒന്നുമില്ല എന്നുള്ളതാണ് മാക്സിൻ്റെ കാഴ്ചപ്പാട്, പെസൻട്രി എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. The mode of production isolated them into mutual intercourse. അതിന് ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് ബാഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. മറ്റൊന്ന് ഡെത്ത് ഓഫ് പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ്റെ ദൗർലഭ്യമാണ് ഇതിനുള്ള ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഐസൊലേറ്റ് ആയി നിൽക്കാനുള്ള കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സെൻട്രിയിലുള്ള ക്ലാസസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക്കായ അറ്റംപ്റ്റ് ആദ്യമായി നടത്തിയത് ലെനിനാണ്. ലെനിൻ പ്രൊവൈഡ് ഹെട്രോജീനിയസ് ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെസൻട്രി. 3 ക്രൈറ്റീരിയ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് പൊസിഷൻ ഓഫ് ലാൻഡ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ദ ബേസിസ് പ്രൊഡക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ലേബർ ഹയറിംഗ് വേഴ്സസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേത് contrasted with the production of surplus above subsistence by the poor mentioned are contrasted with invested by the rural exploiters. Lenin 6 type of agrarian classes എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വണ് അഗ്രികൾച്ചറൽ പ്രോലിറ്റേറിയറ്റ് എന്നാണ് പറയുന്നത്. അതിൽ വേതനത്തിനായി ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചറൽ പ്രോലിറ്റേറിയറ്റിൻ്റെ കീഴിൽ തൊഴിലെടുക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം സെമി പ്രോലിറ്റേറിയൻ ഓർ പെസന്റ് എന്നുള്ളതാണ്.
ഇതായിട്ടുള്ള വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റെന്റഡ് പ്ലോട്ട് ഓഫ്. തേർഡ് സ്മോൾ പെസൻട്രി ആണ്. ഈ ഒരു ക്ലാസ് ആ ഒരു ഭൂമിയുടെ ഓണേഴ്സോ അല്ലെങ്കിൽ ടെനന്റോ ആകാം. നാലാമത്തെ വിഭാഗം മിഡിൽ പെസൻട്രി എന്നറിയപ്പെടുന്നു. There may small farmers who hold plot of land which are also small but are sufficient under capitalism, either owners or tenants. ഈ ഒരു വിഭാഗത്തെയാണ് മിഡിൽ പെസൻട്രി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തേത് ബിഗ് പെസന്റ് എന്നുള്ളതാണ്. അഗ്രികൾച്ചറിൽ നമുക്ക് ഒരു ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രന്യൂർ എന്ന് പറയാവുന്ന ഒരു വിഭാഗ ക്ലാസ് ആണ് എന്ന് പറയുന്നത് ബിഗ് പെസന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗത്തെ ബിഗ്, ദാറ്റ് മീൻസ് ദ ലാൻഡ് ഓണേഴ്സ് ഡയറക്ട്ലി ത്രൂ ലാൻഡ് ഓണേഴ്സ് ഓർ ത്രൂ ദർ ടെനന്റ്. ലെനിൻ എന്ന് വിളിച്ചിട്ടുള്ളത് എക്സ്പ്ലോയിറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ് എന്ന് ചെയ്യുന്നത്. മാവോ ഡിഫറൻഷിയേറ്റഡ് പെസൻട്രി ഇൻ ടേംസ് ഓഫ് രണ്ട് രീതിയിലാണ് മാവോ ഈ ഒരു പെസൻട്രിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഓണർഷിപ്പ് ബൈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ദ ഫാം ഓഫ് വേജ് ലേബേഴ്സ് യൂസിങ്. സെക്കൻഡ് വൺ ഈസ് റെന്റ് ആൻഡ് മാർക്കറ്റ് ഫോഴ്സ്. ഈ രണ്ട് രീതിയിലാണ് ടേംസിന്റെ അടിസ്ഥാനത്തിലാണ് മാവോ പെസൻട്രിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വ്യത്യസ്ത ഫൈവ് ഡിഫറെന്റ് അഗ്രേറിയൻ ക്ലാസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ലാൻഡ് ലോഡ് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ റിച്ച് പെസന്റ്. തേർഡ് മിഡിൽ പെസന്റ്. ഫോർത്ത് പൂർ പെസന്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് വർക്കേഴ്സ്. ഇങ്ങനെയാണ് ലെനിൻ ആൻഡ് മാവോ അനാലിസിസ് ഓഫ് ക്ലാസ് helped to analyze the potentialities of various classes of peasantry. വ്യത്യസ്ത കർഷക സമൂഹത്തിന്റെ പൊട്ടൻഷ്യാലിറ്റി തിരിച്ചറിയുന്നതിന് ഇത് സഹായകമായിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ക്ലാസ് അനാലിസിസ് സഹായകരമായിട്ടുണ്ട് മാവോയുടെയും ലെനിന്റെയും. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ ടു ഡിഫറൻഷിയേറ്റ് അഗ്രേറിയൻ ക്ലാസസ് ആൻഡ് ടു ഐഡന്റിഫൈ ദ ക്ലാസസ് ഓഫ് പെസൻട്രി ആസ് എ ഹോൾ. ഇൻക്രീസ് അവയർനെസ് ലെഡ് ദം ടു അക്കർ പൊളിറ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. കോൺട്രിബ്യൂഷൻസിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ യൂണിറ്റ് ആണ് എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് പെസൻട്രി എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് പെസന്റ് എക്കോടൈപ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, ഡിപ്പെൻഡ് ഫോർ ദ ഫുഡ് ഓൺ അതർ ഓർഗാനിസം. മനുഷ്യൻ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പ് മറ്റ് ഓർഗാനിസത്തെ ആയിരുന്നു ഭക്ഷണങ്ങൾക്ക് വേണ്ടി സമീപിച്ചിരുന്നത്. ഉദാഹരണമായി മൃഗങ്ങളിൽ നിന്നും ഫലങ്ങൾ ശേഖരിക്കുക, അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടി മാംസം ഭക്ഷിക്കുക തുടങ്ങിയവ. തുടർന്ന് മാൻ try to plan cultivation and domestication of animal. കൃഷി ആരംഭിക്കുകയും മൃഗങ്ങളെ പരിപാലിച്ചു വളർത്താൻ ആരംഭിക്കുകയും ചെയ്തു. ഉദാഹരണമായി അവൻ ഫോറസ്റ്റിലെ വൃക്ഷങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, അരുവികളിൽ നിന്നും ജലം ഉപയോഗിക്കാൻ തുടങ്ങി. The next important point is that human beings ecology and uses of begin to use ഡിവൈസസ്. ഫുഡുമായി ബന്ധപ്പെട്ട് എക്കോളജിയെ സമീപിക്കുകയും വ്യത്യസ്ത ഡിവൈസസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇനോർഗാനിക് ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജിയെ പ്രൊഡക്റ്റീവ് പ്രോസസ്സാക്കി മാറ്റുന്നതിനു വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ചു. ഈ രണ്ട് രീതിയിലൂടെ, അതായത് എക്കോളജി അഡാപ്റ്റ് ചെയ്തതും ഡിവൈസസ് യൂസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എനർജി മനുഷ്യരിലേക്ക് പറയുന്നുണ്ട്. എൻവയോൺമെന്റിൽ നിന്നും ഈ മനുഷ്യരിലേക്ക് ലഭിക്കുന്ന ഈ എനർജിയാണ് എന്തെന്ന് പറയുന്നത് ഈ എക്കോടൈപ്പ് എന്ന് പറയുന്നത്. എ സിസ്റ്റം ഓഫ് എനർജി ട്രാൻസ്ഫർ ഫ്രം ദി എൻവയോൺമെന്റ് ടു മാൻ. ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് എക്കോടൈപ്പ്. വോൾഫ് രണ്ട് തരത്തിലുള്ള എക്കോടൈപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പാലിയോ ടെക്നിക്, സെക്കൻഡ് വൺ നിയോ ടെക്നിക്. സോ ഫസ്റ്റ് വൺ ഈസ് പാലിയോ ടെക്നിക്. ഇതിൻ്റെ ഈ പാലിയോ ടെക്നിക് എക്കോടൈപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ഒരു കൾട്ടിവേഷനിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഈ ഒരു എക്കോടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് റിലയൻസ് ഓൺ ഹ്യൂമൻ ആൻഡ് അനിമൽ എനർജി. മനുഷ്യരുടെയും അതുപോലെ തന്നെ അനിമലിൻ്റെ എനർജിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൾട്ടിവേഷൻ നടക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു എക്കോടൈപ്പിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മെൻ ആൻഡ് അനിമൽ യൂസ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ഈ ഫുഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മണ്ണിൻ്റെയും അനിമലിൻ്റെയും എനർജിയുടെ ഒരു ഉൽപ്പന്നമാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു ഫുഡ് എന്ന് പറയുന്നത്. ഓഫ് ദിസ് കൾട്ടിവേഷൻ വാസ് ദിസ് പാലിയോ ടെക്നിക് സിസ്റ്റം ഈസ് ദാറ്റ് cultivation and non-cultivator live of the same crop, and the cultivator consume the same product that he transmit to another.
കൾട്ടിവേറ്റർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതേ പ്രോഡക്റ്റ് തന്നെയാണ് ആരും ഉപയോഗിക്കുന്നത്, ഈ ഒരു കൾട്ടിവേറ്ററും ഉപയോഗിക്കുന്നത്, ഉൽപാദകനും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഉൽപാദനത്തിനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. The classification of paleotechnic peasant ecotypes are based on certain criteria. First one, degree of use of a given piece of land. Second one, labor requirement of one ecotype. Third, degree to which occupancy of a piece of land require a given input of labor. And fourth one, length of the growing season or ties shortness. ഈ ഒരു 4 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്കോടൈപ്പിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പെസന്റ് എക്കോടൈപ്പ് എന്നതാണല്ലോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വൺ, ലോങ് ടൈം ഫോളോയിങ് സിസ്റ്റം, ദാറ്റ് മീൻസ് സുഡൻ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ സിസ്റ്റമാണ്. This system is called Sudan system. ഇംഗ്ലീഷ് ഡയലക്റ്റിക്കിൽ ഇത് വേർഡിന്റെ അർത്ഥം ബേൺഡ് ക്ലിയറിംഗ് എന്നാണ്. രണ്ടാമത്തത് സെക്ടോറിയൽ ഫോളോയിങ് സിസ്റ്റം, ഷോർട്ട് ടൈം ഫോളോയിങ് സിസ്റ്റം അല്ലെങ്കിൽ യുറേഷ്യൻ ഗ്രെയിൻ ഫാമിംഗ് എന്നറിയപ്പെടുന്ന സിസ്റ്റമാണ്. ആൻഡ് ഫോർത്ത് ടൈപ്പ് ഈസ് പെർമനന്റ് ഫോളോയിങ് സിസ്റ്റം ഓർ സിസ്റ്റം. അഞ്ചാമത്തെ സിസ്റ്റമാണ് പെർമനന്റ് കൾട്ടിവേഷൻ ഓഫ് ഫേവേർഡ് പ്ലോട്ട് എന്ന് വിളിക്കുന്നത്. സുഡൻ, ദാറ്റ് മീൻസ് ലോങ് ടൈം ഫോളോയിങ് സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റത്തിൽ, കൾട്ടിവേഷൻ സിസ്റ്റത്തിൽ വ്യത്യസ്ത സ്റ്റെപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദ ലാൻഡ് ഈസ് ക്ലിയർഡ് ബൈ ബേണിംഗ് ഓഫ് ദ വെജിറ്റേഷൻ കവർ. എന്ത് ചെയ്യാണ്, ആ ഒരു പ്രദേശത്തെ വെജിറ്റേഷൻ ഉണ്ടായിട്ടുള്ള കളകളും മറ്റ് ചെടികളൊക്കെ ബേൺ ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ലാൻഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്നുള്ളതാണ്. മൂന്നാമത്തത്, ദ പ്ലോട്ട് യൂസ്ഡ് ഫോർ 1 or more years. ആ ഒരു പ്ലോട്ട് എന്ത് 2-3 വർഷം ഉപയോഗിക്കുകയും. നാലാമത്തെ, ദ പ്ലോട്ട് ഈസ് അബാൻഡൻ ഫോർ എ ടൈം സോ ദാറ്റ് ഇറ്റ് ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ഫെർട്ടിലിറ്റി. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള ആ ഒരു പ്ലോട്ട് ഒരു നിശ്ചിത വർഷത്തേക്ക് ഒഴിവാക്കിയിടുകയാണ്. കാരണം എന്താ, അതിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവയെ ഒഴിവാക്കിയിടുന്നു. ആൻഡ് ഫിഫ്ത്ത് വൺ, ന്യൂ ഓപ്പൺ ഫോർ കൾട്ടിവേഷൻ. അഞ്ചാമത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പിന്നീട് ആ ഒരു സ്ഥലത്ത് തന്നെ ആദ്യത്തെ പ്രോസസ്സ് വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു സുഡൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഈ സിസ്റ്റത്തിൽ ചില ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് കൂടിയുണ്ട്. ഒന്നാമത്തേത് അവൈലബിലിറ്റി ഓഫ് ലാൻഡ് എന്നുള്ളതാണ്. നമ്മൾ ആ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഒറിജിനൽ ഫെർട്ടിലിറ്റി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഭൂമി ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് കൃഷി ചെയ്യുന്നതിന് ഭൂമി ലഭ്യമാകുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ക്രിട്ടിക്കൽ ഫാക്ടറായിട്ട് നിലനിൽക്കുന്നത്. രണ്ടാമത്തേത്, ദ അവൈലബിലിറ്റി ഓഫ് ലേബർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ കീ ക്രോപ്പ്. ആവശ്യമായിട്ടുള്ള ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, അതായത് ലേബേഴ്സ് അവൈലബിൾ ആകുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്രിട്ടിക്കൽ ഫാക്ടറായിട്ട് പറയുന്നത്. മൂന്നാമത്തേത്, ദ ലെങ്ത് ഓഫ് ദ ഗ്രോയിങ് സീസൺ ഡ്യൂറിംഗ് വിച്ച് ദ കീ ക്രോപ്പ് ഓർ ക്രോപ്പ് മേ ബി പ്രൊഡ്യൂസഡ് ഓർ ആൾട്ടർനേറ്റഡ് വിത്ത് സപ്ലിമെന്ററി ക്രോപ്പ്. കീ ക്രോപ്പിന്റെ കൂടെ തന്നെ അതിന്റെ ഗ്രോയിങ് സീസണിൽ നമുക്ക് മറ്റൊരു ക്രോപ്പ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്ററി ക്രോപ്പ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു മറ്റൊരു ക്രിട്ടിക്കൽ ഫാക്ടറായിട്ട് പറയുന്നത്. പ്രധാനപ്പെട്ട പാലിയോടെക്നിക് ഫാമിംഗ് മെത്തേഡാണ് ഹൈഡ്രോളിക് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോളിക് ഫാമിംഗ് ഈസ് ലാർജ്ലി റെസ്ട്രിക്റ്റഡ് ടു ഡ്രൈ സോൺസ് ദാറ്റ് റിസീവ് ലെസ് ദാൻ 10 inches ഓഫ് റെയിൻഫാൾ പെർ ഇയർ. ഒരു വർഷത്തിൽ ഇത് പ്രധാനമായിട്ടും വരണ്ട പ്രദേശത്താണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഒരു വർഷത്തിൽ 10 ഇഞ്ചസിന് താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്താണ് ഈ ഒരു ഹൈഡ്രോളിക് കൾട്ടിവേഷൻ വളരെ ഫലപ്രദമായിട്ടുള്ളത്. മറ്റൊരു എൻവയോൺമെന്റൽ സെറ്റിംഗ്, അതായത് ഈ ഹൈഡ്രോളിക് കൾട്ടിവേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത് മറ്റൊന്ന് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഏരിയയിലാണ്. ഈ ഒരു കൾട്ടിവേഷന്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പരമായിട്ട്, അതായത് ഹൈ പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഓഫ് ലാൻഡ്. യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവിടെ ഹൈ പ്രൊഡക്ടിവിറ്റി, എന്നാൽ ലേബർ പെർ യൂണിറ്റ് ഓഫ് ലേബർ, അത് ഇപ്പോൾ ലേബറിന്റെ യൂണിറ്റ് നോക്കുമ്പോൾ എന്താണ് ലോ പ്രൊഡക്ടിവിറ്റിയുമാണ്. കൾട്ടിവേഷന് എന്ത് ആവശ്യമാണ്, ഗ്രേറ്റ് ഡീൽ ഓഫ് ലേബേഴ്സ്, കുറെ ലേബർമാർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൾട്ടിവേഷൻ നമുക്ക് ഒരു ഡെൻസ് പോപ്പുലേഷൻ ഏരിയയിലാണ് ഈ ഒരു ഹൈഡ്രോളിക് കൾട്ടിവേഷൻ നമുക്ക് ആപ്ലിക്കബിൾ എന്നുള്ളതാണ് ഗ്രെയിൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് ഒരു ഷോർട്ട് ടൈമായി നടത്തപ്പെടുന്നതാണ്. അതേസമയം തന്നെ
ഇതിലെ ഡൊമിനൻ്റ് ടൂൾ അവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്ലോ ആണ്. ഈ മൃഗങ്ങളെ ഉപയോഗിച്ചാണ് അവർ നിലം ഉഴുതു മറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൾട്ടിവേഷൻ രീതിയിൽ ലൈവ് സ്റ്റോക്ക് റൈസിങ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കന്നുകാലികളെ വളർത്തുക, അതിനെ പരിപാലിക്കുക എന്നുള്ളത് ഈ ഒരു കൃഷി രീതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു യൂറേഷ്യൻ ഗ്രെയിൻ ഫാമിങ് ഏറ്റവും ആയിട്ടുള്ളത് കളികൾക്ക് ദൗർലഭ്യം നേരിടുന്ന നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു യൂറേഷ്യൻ ഗ്രെയിൻ ഫാമിംഗ് അപ്ലിക്കബിൾ ആണെന്ന് പറയുന്നു. യൂറേഷ്യൻ ഗ്രെയിൻ ഫാമിങ്ങിന് 2 പ്രധാനപ്പെട്ട വേരിയൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒന്ന് മെഡിറ്ററേനിയൻ എക്കോ ടൈപ്പും മറ്റൊന്ന് ട്രാൻസ് ആൽപൈൻ എക്കോ ടൈപ്പുമാണ്. സെക്കൻഡ് അഗ്രികൾച്ചറൽ റവല്യൂഷൻ ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ്. That was parallel to the development of industrial revolution during the 18th century. The introduction of new source of energy and new bodies of knowledge provide new techniques in cultivation. ഈ അഗ്രികൾച്ചറൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് പുതിയ ടെക്നിക്സുകൾ കൾട്ടിവേഷൻ. സോ the main achievement of second agricultural revolution aided by the first one is aided by the development of crop rotation and the use of fertilizer എന്നുള്ളതാണ്. കൃഷിയിടങ്ങളിൽ ക്രോപ്പുകൾ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് പ്ലാന്റ് ആൻഡ് അനിമൽ ബ്രീഡിംഗ് വർ എക്സ്റ്റെൻഡഡ് എന്നുള്ളതാണ്. പുതിയ തരത്തിലുള്ള ഡെവലപ്പ് ചെയ്തു, പുതിയ തരത്തിലുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ അനിമൽ ബ്രീഡിംഗ് ഒക്കെ എന്ത് ചെയ്തു ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തേത് ഇൻട്രൊഡക്ഷൻ ഓഫ് എൻറ്റയർലി ന്യൂ ക്രോപ്സ് ആൻഡ് ഗ്രോയിങ് ഓഫ് റീജിയണൽ സ്പെഷ്യലൈസേഷൻ ഓഫ് ക്രോപ്സ്. പുതിയ ക്രോപ്പുകൾ ഇതിൻ്റെ ഫലമായിട്ട് പുതിയ സീഡുകൾ കണ്ടെത്തുകയും അതിൻ്റെ ഫലമായിട്ട് പുതിയ ക്രോപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. കൂടാതെ കൂടാതെ ഈ ഒരു സെക്കൻഡ് അഗ്രികൾച്ചറൽ റവല്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ മെഷീനറിയാണ്. പാർട്ട് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡസ്ട്രിയലിസം, ദ അഗ്രികൾച്ചർ വാസ് റാഷണലൈസ്ഡ് ആൻഡ് ട്രാൻസ്ഫോർഡ് ഇൻ ടു എ എക്കണോമിക് എൻ്റർപ്രൈസ്. അതൊരു എന്തായി മാറി? ഒരു എക്കണോമിക് എൻ്റർപ്രൈസ് എന്ന രീതിയിലേക്ക് കാർഷിക മേഖല മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയലൈസത്തിൻ്റെ ഫലമായിട്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് നിയോടെക്നിക് മെത്തേഡ് കോസ്റ്റ് ടു അഡോപ്റ്റ് മെനി ഓഫ് ഇന്നോവേഷൻസ്. കാർഷിക മേഖലയിൽ പുതിയ തരത്തിലുള്ള ഇന്നോവേഷൻസുകളൊക്കെ സ്വീകരിക്കുന്നതിന് കാരണമായി. ആൻഡ് ഇറ്റ് ബിഗിൻസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ടു അതർ ഏരിയ. മറ്റ് പ്രദേശങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിച്ചു. ആൻഡ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു മേജർ നിയോടെക്നിക് ഫാംസുകളുണ്ട്. പ്രധാനമായും 3 ഫാമിംഗ് രീതികളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ സ്പെഷ്യലൈസ്ഡ് ഹോർട്ടിക്കൾച്ചർ. ദിസ് എക്കോടൈപ്പ് അപ്പിയർഡ്. ഫസ്റ്റ് വൺ ഈസ് ഡയറി ഫാമിംഗ് എന്നുള്ളതാണ്. ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ഡയറി ഫാം പ്രോഡക്റ്റ്. ഈ ഒരു ഡയറി ഫാം പ്രോഡക്റ്റിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായും മിൽക്ക്, ബട്ടർ, ചീസ് തുടങ്ങിയ. രണ്ടാമത്തെ മെത്തേഡാണ് മിക്സ്ഡ് ഫാമിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലൈവ് സ്റ്റോക്ക് ആൻഡ് ക്രോപ്സ് ആർ റൈസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. ലൈവ് സ്റ്റോക്ക് അതുപോലെ തന്നെ ക്രോപ്സും ഇതിന് വേണ്ടിയിട്ടാണ്, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് രീതിയിലുള്ള ഒരു ഫാമിംഗ് മെത്തേഡാണ് എന്ത് മിക്സ്ഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് സ്പെഷ്യലൈസ്ഡ് എൻ്റർപ്രൈസ് വിത്തിൻ ലാർജ് എക്കണോമി. എസ്പെഷ്യലി ഇത് നമുക്കൊരു ലാർജ് എക്കണോമി സിസ്റ്റത്തിലാണ് നമുക്ക് ഈ തരത്തിലുള്ള ഒരു ഫാമിംഗ് മെത്തേഡ് കാണാൻ സാധിക്കുന്നത്. പ്രൊവിഷൻസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ളത്. So first of all, a person needs to satisfy basic amenities, manufacture the tools. That means ഒരു കർഷകന് അവൻ്റെ കൃഷിയിൽ എൻഗേജ് ചെയ്യുന്നതിലൂടെ മാത്രം അവനെല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. കൾട്ടിവേഷനിലൂടെ ആവശ്യമായിട്ടുള്ള കലോറീസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിലും അവൻ്റെ മറ്റ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഉദാഹരണമായി ഡ്രസ്സ്, ബിൽഡ് ഹൗസസ്, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കേണ്ടുന്ന ടൂളുകൾ, ഇതൊക്കെ അവന് ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിട്ട് മറ്റ് ഉള്ളവരെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ് ആർ പ്രോസസ്ഡ്. അവരുൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് പ്രോസസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഗ്രെയിൻസ് ടേൺ ഇൻ ടു ബ്രെഡ്,
ഗ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കേണ്ട ഒരു പ്രോസസ്സിങ് അവിടെ നടക്കേണ്ടതുണ്ട്. അതുപോലെ ഒലീവ്സ് ഇൻ ടു ഓയിൽ, ഇത്തരത്തിലുള്ള പ്രക്രിയകൾ അവർ അഗ്രികൾച്ചറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്കിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ പ്രോസസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് സ്പെഷ്യാലിറ്റിക്ക് അതുപോലെ തന്നെ സർവീസുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സർവീസസിന് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു സിമ്പിൾ സ്റ്റേജ് സൊസൈറ്റിയിൽ ഫാമേഴ്സ് ബിൽഡ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് സർവീസ് ഫോർ ദംസെൽഫ്, ഓൺലി മിനിമൽ ടൈസ് ടു ഔട്ട്സൈഡ്. ഒരു ആദ്യകാലത്തുള്ള ഒരു സിമ്പിൾ സ്റ്റേജ് ഒരു ഫാമേഴ്സ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സർവീസസുകൾ അവർക്ക് വേണ്ടി തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല, ഒരു മിനിമൽ ആയിട്ടുള്ള ഔട്ട്സൈഡേഴ്സുമായിട്ട് മിനിമൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് മാത്രമേ ഇരുന്നുള്ളൂ. അതിന് ഉദാഹരണമാണ് സദ്രുഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ there is a exchange relationship associated with the peasantry take place within the community. ഇത്തരം സമൂഹങ്ങളിൽ പ്രധാനമായിട്ടും ആളുകൾ എക്സ്ചേഞ്ചിലൂടെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സാധനങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ് ഇത്തരം സമൂഹങ്ങളിൽ നമുക്ക് ഈ ഒരു പെസന്റ് സമൂഹങ്ങളിൽ, അതായത് കർഷക സമൂഹങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കമ്മ്യൂണിറ്റീസുകൾ ചെയ്യുന്നത് ഹോമിന് വേണ്ടിയോ അല്ലെങ്കിൽ ലോക്കൽ കൺസംഷന് വേണ്ടിയോ മാത്രമാണ്. കുറച്ച് കമ്മോഡിറ്റീസ് മാത്രമേ ക്യാഷിന് ഒരു മാർക്കറ്റ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ സ്പെഷ്യലൈസേഷൻ ഈസ് റയർ ഫ്രം കമ്മ്യൂണിറ്റി ടു കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ്, സ്കിൽസ് ആൻഡ് എക്കണോമിക് ഓർഗനൈസേഷൻ. ഓരോ കമ്മ്യൂണിറ്റിയും അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിസ്റ്റം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ഈ സെക്ഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഓപ്പൺ നെറ്റ്വർക്ക് മാർക്കറ്റ് സിസ്റ്റം. ദ ഡിസ്പൊസിഷൻ ഓഫ് പ്രസന്റ് സർപ്ലസസ്. ദ മാർക്കറ്റ് ഗെറ്റ് ഡൊമിനന്റ് പൊസിഷൻ ഇൻ സൊസൈറ്റി. ഏതൊരു സമൂഹത്തിലും മാർക്കറ്റിന് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദ സിംഗിൾ ഇൻട്രസ്റ്റ് റിലേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് ഗുഡ്സ് ഫോർ സെയിൽ. സാധനങ്ങൾ എന്ത് ചെയ്യുക, സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. പ്രസന്റ് മാർക്കറ്റിംഗ് ഡസ് നോട്ട് റിസംബിൾ ദി കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. എന്നാൽ പ്രസന്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഇത്തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനെ പോലെയല്ല. അതിനുള്ള കാരണം ഫസ്റ്റ് വൺ ഈസ് ദ ലിമിറ്റഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ പ്രസന്റ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ലിമിറ്റഡ് വിത്ത് ഹോൾഡിംഗ് പവർ. തേർഡ് റീസൺ ലിമിറ്റഡ് പർച്ചേസിംഗ് പവർ ടു കീപ് ഇൻഫ്ലുവൻസ് ഓഫ് ദ മാർക്കറ്റ്. ഈ ഒരു 4 കാരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രസന്റ് മാർക്കറ്റിംഗ് സിസ്റ്റം കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ പോലെയല്ല എന്ന് പറയാനുള്ള ചില കാരണങ്ങൾ. സോ ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് ബിക്കെയിം ദി പാർട്ട് ഓഫ് എ മാർക്കറ്റ്. എന്നാൽ ആ ഒരു സമൂഹത്തിൽ എന്തുണ്ട്, ഒരു എക്സ്ചേഞ്ച് ഉണ്ട്, കമ്മോഡിറ്റികൾ തമ്മിൽ. ഇത് ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. വാസ് ട്രഡീഷണലി അഫക്റ്റഡ് ബൈ 3 ടൈപ്പ് ഓഫ് ഡൊമൈൻ. 3 പ്രധാനപ്പെട്ട ഡൊമൈൻസുകളാണ് ഒരു ട്രഡീഷണൽ പെസന്റ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നുണ്ടായത്. ഫസ്റ്റ് വൺ ഈസ് പാട്രിമോണിയൽ ഡൊമൈൻ, സെക്കൻഡ് വൺ പ്രീബെൻഡൽ ഡൊമൈൻ, തേർഡ് വൺ മെർക്കൻറ്റൈൽ ഡൊമൈൻ. ഈ ഒരു പാട്രിമോണിയൽ ഡൊമൈനിൽ സിംപ്ലി വി ക്യാൻ കാൾ ഒരു ഫ്യൂഡൽ സിസ്റ്റമായിരുന്നു ഈ ഒരു പാട്രിമോണിയൽ ഡൊമൈനിൽ നിലനിന്നിട്ടുള്ളത്. ലാൻഡ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ലോർഡ്. ഈ ലോർഡിൻ്റെ കീഴിലാണ്, അദ്ദേഹത്തിനാണ് ലാൻഡിലുള്ള മുഴുവൻ അധികാരവും നിയന്ത്രണവും. സോ ദിസ് ലാൻഡ് ഇൻഹെറിറ്റ് ദ ലാൻഡ് ടു മെമ്പേഴ്സ് ഓഫ് കിൻഷിപ്പ് ഗ്രൂപ്പ് ഓർ ലീനിയേജ്. അദ്ദേഹത്തിൻ്റെ കിൻഷിപ്പ് ഗ്രൂപ്പ് ലീനിയേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലാൻഡ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. ആൻഡ് ആ ഒരു സമൂഹത്തിൽ, ആ ഒരു ഡൊമൈനിൽ ഒരു പാട്രിമോണിയൽ സിസ്റ്റമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. പ്രീബെൻഡൽ ഡൊമൈനിൽ ആ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ കൺട്രോളിംഗ് പവർ ഇൻഹെറിറ്റബിൾ അല്ല. ദ ഗ്രാൻറ്റഡ് ടു ഒഫീഷ്യൽ ഹു ഡ്രൂ ട്രിബ്യൂട്ട് ഫ്രം ദ പെസൻട്രി ഇൻ ദർ കപ്പാസിറ്റി ആസ് സെർവൻറ്റ് ഓഫ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ സെർവൻറ്റ് എന്ന നിലയിൽ പെസൻട്രിക്ക് എന്ത് നൽകുന്നു, ചില വേതനം ഗ്രാൻഡ് ചെയ്യുന്നു, ഒഫീഷ്യൽസ് ഗ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൊമൈൻ എന്നല്ല ലീനേജിൻ്റെ അടിസ്ഥാനത്തിലല്ല ലഭിക്കുന്നത്. ഗ്രാൻഡ് ഓഫ് ഇൻകം, ഈ ഒരു ഗ്രാൻഡ് ഓഫ് ഇൻകം എന്നുള്ള ടേം മാക്സ് വെബർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് പ്രീബെൻഡ് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ഒരു അർത്ഥം ടു സ്റ്റൈപ്പൻഡ് എന്നുള്ളതാണ്. ഓർ ലിവിങ് ഗ്രാൻഡഡ് ടു യൂറോപ്യൻ ക്ലർജി. അത് ദിസ് റെമ്യൂണറേഷൻ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റ്. അതായത് ഒരു സെർവൻറ്റ് അല്ലെങ്കിൽ ഒരു ജോലി എടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ നൽകുന്നു. ഒരു ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റെമ്യൂണറേഷനാണ്. അവർ തൊഴിലെടുക്കുന്നവർക്ക് എന്ത് നൽകുന്നു, ഒരു ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിവെന്റൽ ഡൊമൈൻ ഡസ് നോട്ട് ഇൻവോൾവ് ലാൻഡ് ബട്ട് ഇൻകം. ഇൻകം എന്നതാണ് ഈ ഒരു ഡൊമൈൻ്റെ പ്രത്യേകത. സ്റ്റേറ്റ് ഇൻ ഫോം ഓഫ് സോവറിൻ പവർ ഡിസൈഡ് ഫ്രം ദി പെസൻട്രി. സ്റ്റേറ്റിനാണെന്ത് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സോവറിൻ പരമാധികാരം എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണ്. മൂന്നാമത്തെ സിസ്റ്റമാണ് മെർക്കൻറ്റൈൽ ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ മെർക്കൻറ്റൈൽ ഡൊമൈനിൽ ലാൻഡ് ഈസ് വ്യൂഡ് ആസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ ലാൻഡ് ഓണർ. ലാൻഡ് ഓണറിൻ്റെ, അതായത് ആ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് ലാൻഡ് ഇവിടെ കാണുന്നത്. bought and sold and used to obtain profit for its owner. ഡൊമൈനിൽ ലാൻഡ് വാങ്ങുന്നതിനോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനൊന്നും ഈ ഒരു ഡൊമൈനിൽ തടസ്സമില്ല. ആൻഡ് കൺസിഡേർഡ് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി. ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് ഈ ഒരു ഡൊമൈനിൽ കണക്കാക്കപ്പെടുന്നത്. ആൻഡ് അസെറ്റ് ആൻഡ് ഓവർ റൈറ്റ് ഓവർ ലാൻഡ്. ലാൻഡുമായി സംബന്ധിച്ച എല്ലാ അവകാശവും ആ ഒരു ഓണറിനായിരിക്കും. 20th സെഞ്ച്വറിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പുതിയ ഒരു ഡൊമൈനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി സോവിയറ്റ് യൂണിയൻ ആൻഡ് കമ്മ്യൂണിസ്റ്റ് ചൈന, ഈ രണ്ട് പ്രദേശത്താണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈൻ ഉയർന്നു വന്നത്. ഈച്ച് എക്കണോമിക് ടൈപ്പ് ക്യാരീസ് വിത്ത് സം ഡിഫറൻസ് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചറൽ പാറ്റേൺ. ഈ ഓരോ എക്കണോമിക് ടൈപ്പുകളും അതിൻ്റെ സാമൂഹിക ഘടനയ്ക്കും അതുപോലെ തന്നെ കൾച്ചറൽ പാറ്റേണിനും അനുസരിച്ച് എന്താണ് വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. So, three kind of economic organization. First one, the regional marketing system. Second one, the adjunct export economy. And third one, the quasi-tribal system. With the conglomeration of the small-scale unit or transaction stage between primitive and modern or developed economies. It is a system of production. ഒരു എക്കണോമിക് സിസ്റ്റം, പ്രസന്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അതർ ഹിസ്റ്റോറിക്കൽ സിസ്റ്റംസ്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് ചരിത്രത്തിലെ മറ്റ് സിസ്റ്റങ്ങളുമായിട്ട് വളരെ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ഡാനിയൽ തോർണർ യൂസ്ഡ് 5 ക്രൈറ്റീരിയ. ഈ ഒരു പ്രസന്റ് എക്കണോമിയെ ഉദ്ധരിക്കുന്നതിന് ഡാനിയൽ തോർണർ 5 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1ഉം 2ഉം, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ആൻഡ് വർക്കിംഗ് പോപ്പുലേഷൻ എന്നുള്ളതാണ് 1ഉം 2ഉം ക്രൈറ്റീരിയ. ദാറ്റ് മീൻസ് പ്രസന്റ് എക്കണോമി ഹാഫ് ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ മസ്റ്റ് ബി അഗ്രികൾച്ചർ. അതായത് പ്രസന്റ് എക്കണോമിയിൽ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടോട്ടൽ പോപ്പുലേഷനിൽ പകുതി വിഭാഗം ആര് തന്നെയാണ്, അഗ്രികൾച്ചറൽ വിഭാഗം തന്നെയാണ്, പ്രസന്റ് സമൂഹം തന്നെയാണ് എന്നാണ് പറയുന്നത്. പ്രസന്റ് an economy must be primarily agriculture. ഒരു പ്രസന്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എക്കണോമിക് സിസ്റ്റം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് തേർഡ് വൺ, ദ എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് പവർ ആൻഡ് റൂളിംഗ് ഹയറാർക്കി ഓഫ് എ പെർട്ടിക്കുലർ കൈൻഡ്. ഫോർത്ത് ക്രൈറ്റീരിയ, റൂറൽ ആൻഡ് അർബൻ സെപ്പറേഷൻ. ആൻഡ് ഫിഫ്ത്ത് ക്രൈറ്റീരിയ, ദ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ 5 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം പ്രസന്റ് എക്കണോമിയെ തിരിച്ചിട്ടുള്ളത്. Ecological problems of the occupation of farmers. So, the occupation, trade or vocation, specialty or job applies to all branches of employment. എംപ്ലോയ്മെന്റിലെ എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് ഈ ഒക്കുപേഷൻ, ട്രേഡ് ഓർ വൊക്കേഷൻ, സ്പെഷ്യാലിറ്റി ഓർ ജോബ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അഗ്രികൾച്ചറിസ്റ്റ് അപ്ലൈ ടു എംപ്ലോയീസ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എന്റർപ്രൈസസ്. ഈ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും എന്റർപ്രൈസിലും ജോലി ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്ത് പറയാം, അഗ്രികൾച്ചറലിസ്റ്റ് എന്ന് Simply the employees of agricultural enterprise. Vocation.
എന്ന് പറയുന്ന ടേം നെവർത്തലെസ് യൂസ്ഡ് ഇൻ റെഫറൻസ് ടു ഫാമിലീസ് ഓപ്പറേറ്റിംഗ് ദെയർ ഓൺ ഫാം. എന്നിരുന്നാൽ നമുക്ക് ഈ ഒരു വൊക്കേഷൻ എന്ന പദം നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഈ ഫാമിൽ ജോലി ചെയ്യുന്ന കുടുംബത്തെ റെഫർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടേം വൊക്കേഷൻ എന്ന ടേം ഉപയോഗിക്കാൻ പറ്റുന്നു. ബോഗുസ്ലോ ഗാലസ്കി ദ ടേം വൊക്കേഷൻ, അദ്ദേഹം വൊക്കേഷൻ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ദ ടേം വൊക്കേഷൻ ഈസ് ജനറലി യൂസ്ഡ് ടു ഡെസിഗ്നേറ്റ് എ കോംപ്ലക്സ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ആർ കണ്ടിന്യൂസ്ലി പെർഫോംഡ്. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് നമുക്ക് ഈ ഒരു വൊക്കേഷൻ എന്ന ടേം യൂസ് ചെയ്യുകയും ഇത് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി പെർഫോം ചെയ്യുകയും ഒരു പ്രവർത്തനത്തിന് നമുക്ക് ഈ ഒരു വൊക്കേഷൻ എന്നുള്ള ടേം ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റഡി സോഴ്സ് ഓഫ് മെയിൻ്റെനൻസ്, അതായത് ഒരു ഉപജീവന മാർഗത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉറവിടമാണ് എന്തെന്നറിയപ്പെടുന്നത് ഈ വൊക്കേഷൻ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടാതെ അതിന് എന്താവശ്യമാണ്? സെർട്ടൻ പ്രിപ്പറേഷൻ, ചില തയ്യാറെടുപ്പുകൾ അതിന് ആവശ്യമാണ്. സോ ഫാമേഴ്സ് വൊക്കേഷൻ ആസ് അപ്ലൈഡ് ടു ലേബേഴ്സ് ഓഫ് എ ഫാമിലി ഓൺ എ ഇൻഡിവിജ്വൽ ഫാം, ദ ടേം വൊക്കേഷൻ ഇംപ്ലൈസ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഫാമിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, ഫസ്റ്റ് വൺ ഈസ് ദ വർക്ക് ഈസ് ഡൺ ബൈ ഫാമിലി. ഇവിടെ ജോലി ചെയ്യുന്നത് ആരാണ്? ആ ഫാമിലിയിലെ അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ജോലി ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ദ ഫാമേഴ്സ് പ്ലേസ് ഇൻ ദ വൊക്കേഷണൽ കാറ്റഗറി ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഹിസ് ക്ലാസ് പൊസിഷൻ. അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസ് പൊസിഷനാണ് അവരുടെ വർക്കിൽ, അഥവാ വൊക്കേഷണൽ കാറ്റഗറി തരംതിരിക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. തേർഡ് വൺ, ഫാമേഴ്സ് ലേബർ ഇസ് ടു ഗ്രേറ്റ് ഡിഗ്രി ഓട്ടോണമിക്. ഫോർത്ത് പോയിന്റ്, ദ ഫാമേഴ്സ് ലേബർ കവർ നോട്ട് ഓൺലി എ സ്കോപ്പ് but it also gives basis for separate occupation. That means the farmer must often engage in labor which constitute the basis for other occupation. ഒരു ഫാമർ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നത് പോലെ തന്നെ അത് മറ്റ് ഒക്യുപ്പേഷൻസുകളും അതിന് അനുബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട ഒക്യുപ്പേഷൻസ് ആയിട്ട് ബ്രീഡിങ്, അതുപോലെ തന്നെ ഗാർഡനിങ്, പ്രൊഡക്ഷൻ ഓർഗനൈസർ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആളുകൾ അല്ലെങ്കിൽ ആ കർഷകർ ആ സമൂഹത്തിലെ മറ്റാളുകളോ എൻഗേജ് ചെയ്യപ്പെടുന്നുണ്ട്. മെക്കനൈസേഷൻ ഓഫ് ദ ഫാമേഴ്സ് ലേബർ, അത് തൊഴിൽപരമായിട്ടുള്ള കഴിവ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എക്സ്പ്രസ്ഡ് ഇൻ മെനി ഡയറക്ഷൻ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്ത ഡയറക്ഷനിലൂടെ നമുക്ക് ആ ഒരു ആസ്പെക്റ്റിനെ കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഇസ് ഡ്യൂ ടു ദി ക്യാരക്ടർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഫാമർ. വൺ, ദ ചേഞ്ച് ഇൻ ദ ഫാം ആൻഡ് ദ ഫാമിലി ആൻഡ് ദ ഫാമേഴ്സ് മാനർ ഓഫ് വർക്കിംഗ് ആൻഡ് ദ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി കമ്പോസിങ് ഇറ്റ്. And last one is the farmer's mode of thinking about the farm and his attitude to his work. Socio-occupational or ക്ലാസ് വൊക്കേഷണൽ സോഷ്യൽ സ്ട്രക്ചർ തുടങ്ങിയവരുണ്ടായിട്ടുള്ള മാറ്റം എന്തിനു കാരണമായിട്ടുണ്ട്? ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. ഓഫ് ക്ലാസ് വൊക്കേഷണൽ സ്ട്രക്ചർ, ഈ ഒരു ക്ലാസ് വൊക്കേഷണൽ സ്ട്രക്ചർ ഉണ്ടാകാനുള്ള കാരണം ഒരു പ്രൈവറ്റ് ഓണർഷിപ്പാണ്. So the clean connection between the place of the individual in the class and the vocational structure. നമുക്ക് ഇതിന്റെ ക്ലാസ് പൊസിഷന്റെ അടിസ്ഥാനത്തിൽ അതിനെ വൊക്കേഷണൽ സ്ട്രക്ചറിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് പഠിക്കുന്നതാണ്. Under capitalist condition, primarily in the form of mortgage debt holders. ലാൻഡ് എന്ന് പറയുന്നത് ഒരു മോർഗേജ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അവിടെയുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലാൻഡ് ലോഡും അതുപോലെ തന്നെ ടെനന്റ് എന്നിവ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ്. അവിടെ ലാൻഡിനാണ് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു സോഷ്യലിസ്റ്റ് കണ്ടീഷനിൽ ഒരു മൾട്ടി ഫാമിലി ഫാം സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ദർ ഇസ് പ്രോസസ് ഓഫ് ദി ഡിവിഷൻ ഓഫ് ദ ഫാമേഴ്സ് ലേബർ. ഈ കർഷകരുടെ ഉണ്ടായിരുന്നു ഡിവിഷൻ ആക്കി നൽകുന്ന ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട്. ദ ലാർജ് അഗ്രികൾച്ചറൽ എന്റർപ്രൈസ്, സെപ്പറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ഒരു വലിയ ഒരു അഗ്രികൾച്ചറൽ എന്റർപ്രൈസസിൽ എന്താണ് അവിടെ ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു, ആക്ടിവിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ഓഫ് പ്രൊഫഷണലൈസേഷൻ ഓഫ് ദ ഫാം ലേബർ, പ്രൊഫഷണലൈസേഷൻ പ്രക്രിയ തന്നെയാണ് എന്ത് ഈ ഒരു വൊക്കേഷനിൽ ചില പുരോഗതി ഉണ്ടാക്കിയത്. ആൻഡ് എമർജൻസ് ഓഫ് ദ ലാർജ് അഗ്രികൾച്ചറൽ എന്റർപ്രൈസ് വിത്ത് എ ഡിഫറൻഷിയേറ്റഡ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ അഗ്രികൾച്ചറൽ എന്റർപ്രൈസിൽ വ്യത്യസ്തമായിട്ടുള്ള ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ വന്നത് എന്തിനു കാരണമായിട്ടുണ്ട്? ഈ ഒരു വൊക്കേഷനിൽ ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് പ്ലേസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ദ ഫാമിലി, ആ ഒരു ഫാമിലിയിൽ ഇൻഡിവിജ്വലിന്റെ എന്താണ് ഫാമിലിയിൽ എന്നുള്ളത് എന്തിനു കാരണമായിട്ടുണ്ട്? വൊക്കേഷനിൽ ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പോയിന്റ്, പൊസിഷൻ ഓഫ് ദ ഫാമിലി ഇൻ ദ ക്ലാസ് ഹൈറാർക്കി ദസ് ഡിറ്റർമൈൻഡ് എന്നുള്ളതാണ്.
അതായത് ക്ലാസ് ഹൈറാർക്കിയിൽ ആ ഫാമിലിയുടെ പൊസിഷൻ എന്ത് എന്നുള്ളത് ഈ വൊക്കേഷനിൽ ചില പുരോഗതി ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. മൂന്നാമത്തെ യൂണിറ്റ് ആണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ we need to understand the concept of mode of production. The concept developed by Karl Marx to explain the structure and dynamic of any society and transition from one to another. ഇത് ഒരു സമൂഹത്തിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ആ സമൂഹത്തിന്റെ മാറ്റം എന്നിവയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാക്സ് ഈ ഒരു ടേം ഉപയോഗിച്ചിരിക്കുന്നത്. Economic production or production of material life, interrelated structure. These two concepts are primarily interrelated. And in capital, he used the term production. Production എന്നതിൽ അദ്ദേഹം capital എന്ന പദം ഉപയോഗിച്ചിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് to highlight a specific form of production in capitalist society. Capitalist society ഒരു സ്പെസിഫിക് ഫോം, പ്രൊഡക്ഷനിലെ സ്പെസിഫിക് ഫോമിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഈ ഒരു ക്യാപിറ്റൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന ആ ഒരു കൃതിയിൽ അദ്ദേഹം മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ദ മാനർ ഇൻ വിച്ച് പ്രൊഡക്ഷൻ ഈസ് ഓർഗനൈസ്ഡ്, സ്പെസിഫിക്കലി ഇൻ ടേംസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയറക്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് ദ എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസ്. സോ സിംപ്ലി നമുക്ക് ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു സമൂഹത്തിലെ സാമ്പത്തിക ഉൽപാദനത്തിന്റെ സ്പെസിഫിക് ഓർഗനൈസേഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സ് ഈ ഉൽപാദന രീതി, ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഉദാഹരണമായി ഫാക്ടറി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, യന്ത്രങ്ങൾ, അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഉൽപാദന മാർഗങ്ങൾ തുടങ്ങിയ ഉൽപാദന മാർഗങ്ങളെല്ലാം ഉൽപാദന രീതിയിൽ വരുന്നുണ്ട്. ഇതിൽ അധ്വാനം വരുന്നുണ്ട്, അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഓർഗനൈസേഷൻ തുടങ്ങിയ എല്ലാം ഇതിൽ ഈ ഒരു ഫോഴ്സ് എന്നിവയൊക്കെ ഈ ഒരു ഉൽപാദന രീതിയിൽ വരുന്ന ഘടകങ്ങളാണ്. അതേസമയത്ത് ടേം റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപാദന മാർഗങ്ങൾ സ്വന്തമായുള്ളവരും, അതായത് ക്യാപിറ്റലിസ്റ്റോ അല്ലെങ്കിൽ ബുർഷ്വാസി എന്ന് പറയുന്ന ആ ടേം, അതുപോലെ തന്നെ ഇല്ലാത്തവരും തമ്മിലുള്ള, അതായത് വർക്കേഴ്സ് ഓർ പ്രോലിറ്റേറിയറ്റ് ക്ലാസ്, ഇതൊക്കെ എന്താണ് ആ ഒരു ഇല്ലാത്തവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു സിസ്റ്റം ഓർഗനൈസ്ഡ് ആണ് എന്ന് പറയുന്നതിനുള്ള കാരണം പ്രൊഡ്യൂസറും എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ്, പ്രൊഡ്യൂസറും എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അദ്ദേഹം ചില സമയം കാൾ മാക്സ് മോഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന വർക്കേഴ്സ് കൂടുതലായി അധ്വാനിക്കുകയും കൂടുതലായി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സെൻട്രൽ എലമെന്റ് ആ പ്രൊഡക്ഷനിലെ റിലേഷൻഷിപ്പിലെ സെൻട്രൽ എലമെന്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറും എക്സ്പ്ലോയിറ്ററും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഐഡന്റിഫൈഡ് ക്യാപിറ്റലിസ്റ്റ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഫ്യൂഡൽ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ. അദ്ദേഹം ഈ ഒരു ബന്ധത്തെ കാണുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് ഫ്യൂഡൽ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിൽ. ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനും റിലേഷൻ ഓഫ് പ്രൊഡക്ഷനും തമ്മിലുള്ള ബന്ധമാണ്. ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ഷേപ്പ് ദ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് എന്തുണ്ടാക്കുന്നത്, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. They together create mode of production. ഇവ രണ്ടും കൂടി ചേർന്ന് എന്തുണ്ടാക്കുന്നു, മോഡ് ഓഫ് പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. Whatever define the crucial element in defining mode of production is the way in which the surplus is produced or its use controlled. അതായത് ഏത് തരത്തിലാണ് ഈ സർപ്ലസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് സർപ്ലസ് എന്നുള്ള ഒരു ടേം അർത്ഥമാക്കിയിരിക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ ഒരു ബാക്കിയുള്ള എമൗണ്ടിനെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്. The mode of production, the forces of production may change. ഈ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്തുണ്ടാക്കുന്നുണ്ട്, മോഡ് ഓഫ് പ്രൊഡക്ഷനിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഗേറ്റഡ് പ്രൊഡക്ഷൻ ഫോളോ ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി. ടെക്നോളജിയുടെ ഇംപ്രൂവ്മെന്റ് എന്തുണ്ടാക്കിയിട്ടുണ്ട്, പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ പ്രൊഡക്ഷനിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ചേഞ്ച് ഇൻ ദ പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ഹാസ് റിസൾട്ടഡ് ഇൻ ചേഞ്ച് ഇൻ ദ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. എന്നാൽ പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ചേഞ്ച് ആകുന്നതോടൊപ്പം തന്നെ എന്തിലും മാറ്റം വരുന്നുണ്ട്, ഈ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനിലും മാറ്റം വരുന്നുണ്ട്. മാക്സ് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് പാസിംഗ് ത്രൂ 5 മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ.
ഒരു ക്രോണോളജിക്കൽ ഓർഡർ മാർക്സ് പറയുന്നുണ്ട് ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. അതിന് ആ സംഭവിച്ചിട്ടുള്ള ഓരോ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വ്യത്യസ്തമായിട്ടുള്ള മോഡ് ഓഫ് പ്രൊഡക്ഷനുമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സെക്കൻഡ് വൺ സ്ലേവറി, തേർഡ് വൺ ഫ്യൂഡലിസം, ഫോർത്ത് വൺ ക്യാപിറ്റലിസം ആൻഡ് ലാസ്റ്റ് ഈസ് കമ്മ്യൂണിസം. ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡർ അദ്ദേഹം പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഒരു സാമൂഹിക പുരോഗതി ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. മുന്നോട്ട് വയ്ക്കുന്നു പ്രധാനപ്പെട്ട 4 മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. മാർക്സിസത്തിലെ ഒരു കൺസെപ്ച്വലി അതുപോലെ തന്നെ പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നാണ്. ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇവിടെ ഈ ഒരു ഒരു സ്റ്റാറ്റിക് നേച്ചർ ഓഫ് ഏഷ്യാറ്റിക് സൊസൈറ്റി എന്നുള്ളതാണ്. അവിടെയുള്ള സൊസൈറ്റി ഒരു സ്റ്റാറ്റിക് ആയിരുന്നു, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു എന്നുള്ളതാണ്. സോ ദ ട്രാൻസിഷൻ ഫ്രം ക്ലാസ്ലെസ് ടു ക്ലാസ് സൊസൈറ്റി. ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് വൺ ഓഫ് ദ പോസിബിൾ ഫോം ഓഫ് ട്രാൻസിഷൻ ഫ്രം classless to class society. Through this concept, it is inadequate for understanding Indian history and society. Second mode of production is ancient mode of production. It is characterized by the emergence of private property and either have a complex division of labor. അതെന്താണ് അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു എമർജൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനവും ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു സോഷ്യൽ ക്ലാസസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ദ സ്ലേവറി, ദ ഫൗണ്ടേഷൻ ഓഫ് ദ പ്രൊഡക്റ്റീവ് സിസ്റ്റം. പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ലേവറിയാണ്. സോ ദ റിലേഷൻ ബിറ്റ്വീൻ സ്ലേവ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ആൻഡ് അതർ ഫ്രീ സിറ്റിസൺസ് സ്ട്രക്ചർഡ് ദ കണ്ടീഷൻ ഓഫ് എക്സിസ്റ്റൻസ് ഇൻ ദ ancient മോഡ്. Slaves have the right of ownership over the slave and product of the slave labor. അത് മുകളിൽ അതുപോലെ തന്നെ പ്രോഡക്റ്റ്, സ്ലേവ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന് മുകളിലും എല്ലാ അവകാശവും ആർക്കായിരുന്നു? മാസ്റ്റേഴ്സിനായിരുന്നു. Slave works the master's land and receives subsistence return. So involved a class of landowners. Mode of production ആണ് feudal mode of production എന്നറിയപ്പെടുന്നത്. And Marx attention upon the process of transition from feudalism to capitalism. ഈ ഒരു പ്രൊഡക്ഷനിൽ മാക്സ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂഡലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. The basic of feudal economy, small scale agriculture involving the bonded സെർഫ് എന്നുള്ളതായിരുന്നു. ഫ്യൂഡൽ എക്കണോമിയിലെ ഒരു അടിസ്ഥാനം പറയുന്നത് സ്മോൾ സ്കെയിൽ അഗ്രികൾച്ചറൽ സിസ്റ്റം ആയിരുന്നു. അവിടെ ബോണ്ടഡ് ലേബർ സിസ്റ്റവും ഉണ്ടായിരുന്നു. തേർഡ് പോയിന്റ്, വർക്കർ മസ്റ്റ് സറണ്ടർ സർട്ടൻ എമൗണ്ട് ഓഫ് ഹിസ് പ്രൊഡ്യൂസ് ടു ദി ലോഡ്. അദ്ദേഹം എന്ത് ചെയ്യണം? വർക്കർ നിർബന്ധമായിട്ടും ഒരു സർട്ടൻ എമൗണ്ട് ആർക്ക് നൽകേണ്ടതായിട്ടുണ്ട്? ലോഡിന് നൽകേണ്ടതായിട്ടുണ്ട്. The serfdom implied a direct relation between rulers and servant. അവിടെയുള്ള റിലേഷൻ ആണ് റൂളേഴ്സും സെർവൻറ്റും എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് ഓഫ് പ്രൊഡക്ഷൻ വർ സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ്. അവിടെയുള്ള പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ്. സോ ദ ഫ്യൂഡൽ സൊസൈറ്റി ബിറ്റ്വീൻ ദ സ്ലേവ് സൊസൈറ്റി ഓഫ് ദ ഏൻഷ്യന്റ് വേൾഡ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് പ്രൊലറ്റേറിയൻ ഇൻ ദ മോഡേൺ ഇറ. ഏൻഷ്യന്റ് വേൾഡിലെ സ്ലേവ് സൊസൈറ്റിക്ക് ഇടയിലും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് പ്രൊലറ്റേറിയൻ ഇൻ ദ മോഡേൺ ഇറയ്ക്ക് നടുവിലുള്ള ഒരു സിസ്റ്റമായിട്ടാണ് പ്രൊഡക്ഷനായിട്ടാണ് എന്ത് കാണുന്നത്? ഈ ഒരു ഫ്യൂഡൽ സൊസൈറ്റിയെ കാണുന്നത്. പ്രൊഡക്ഷനിലെ സവിശേഷതയാണ് റോൾ ഓഫ് റൂളേഴ്സ് ആൻഡ് ചർച്ച് ഒഫീഷ്യൽസ്. ഈ ജീവിതത്തിലെ ഈ റൂളേഴ്സിന്റെയും അതുപോലെ തന്നെ ചർച്ച് ഒഫീഷ്യൽസിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഡെവലപ്ഡ് ഇന്റർനാഷണൽ ട്രേഡ് റൂട്ട് ആൻഡ് മെർക്കന്റൈൽ സെന്റേഴ്സ്. ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനിലാണ് ഇന്റർനാഷണൽ ട്രേഡ് റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ മെർക്കന്റൈൽ സെന്റേഴ്സ്, കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ഇത് ഇന്റർനാഷണൽ ട്രേഡ്, ആഭ്യന്തരവും അതുപോലെ തന്നെ അന്തർദേശീയവുമായിട്ടുള്ള ട്രേഡ് സിസ്റ്റം ഒക്കെ ആരംഭിക്കുന്നത് ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനിലാണ്. ഫോർത്ത് സിസ്റ്റമാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ദ ക്യാപിറ്റലിസ്റ്റ് ഫോം ഓഫ് പ്രൊഡക്ഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് ദി എമർജൻസ് ഓഫ് മുനിസിപ്പൽ മൂവ്മെന്റ് ഇൻ 12th century. ഫ്യൂഡലിസത്തിന്റെ തകർച്ചയും അതുപോലെ ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയും, അതായത് ടൗൺസുകളൊക്കെ വളർന്നു വന്നതോടുകൂടി ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം വളർന്നു വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രാധാന്യം കൊടുത്തൊരു ക്യാരക്ടറൈസുള്ള ഒരു മുനിസിപ്പൽ മൂവ്മെന്റ് 12ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു മുനിസിപ്പൽ മൂവ്മെന്റ് അദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. സോ ദ അർബൻ കമ്മ്യൂണിറ്റീസ് ഹൈ ഡിഗ്രി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി. റൂറൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി എന്ന് പറയുന്നത് വളരെ വലുതാണ്, അവിടെ ഹൈ ആണ്. സോ ദ ഡെവലപ്മെന്റ് ഓഫ് അർബൻ സെന്റേഴ്സ് ആസ് എ പാർട്ട് ഓഫ് ദി ഫോർമേഷൻ ഓഫ് മെർക്കന്റൈൽ സിസ്റ്റം. ഈ അർബൻ സെന്റേഴ്സിന്റെ വളർച്ച എക്കണോമിയിൽ മാറ്റം ഉണ്ടാക്കി, പുരോഗതി ഉണ്ടാക്കി. എസ്പെഷ്യലി ഇൻ ടേം എക്സ്റ്റൻഷൻ ഓഫ് ദി യൂസ് ഓഫ് മണി. മണി ഉപയോഗിക്കുന്നതിൽ, പണം ഉപയോഗിക്കുന്നതിൽ എന്ത് ചെയ്ത് അതിൽ വ്യാപിച്ചു.
അതേസമയം തന്നെ കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചും വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എക്കണോമിയിൽ ചേഞ്ച് ഉണ്ടാക്കി. Involve the expropriation of the peasant from his means of production. Capitalism can be said to be followed, characterized by first one, the reduction for sale rather than on use by numerous producers. Second point, a market where labor power is bought and sold. Third, the use of money as a medium of exchange. Fourth point, the capitalist or his managerial agent control the product process. And fifth one, control of financial decision. And sixth one, the individual capitalist to compete for control over the labor at finance. Three characteristics ആണ് ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലെ ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത്. So the next major topic is feudal and capitalist relation of production. Development of society through continual productive interaction. കണ്ടിന്യൂവലായിട്ട് തുടർച്ചയായിട്ടുള്ള പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്നത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ദ പ്രൊഡക്ഷൻ സിസ്റ്റം എക്സ്റ്റെൻഡ് എ ഡെഫിനിറ്റ് സെറ്റ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സോ ദിസ് പ്രൊഡക്ഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ എ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ്. സോ ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഡോമിനേറ്റഡ് ബൈ ലാൻഡ് ആൻഡ് നാച്ചുറൽ എക്കണോമി. Producers, that means peasant, in terms of peasant, was united to the means of production by a specific social relationship. ഈ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പെസന്റ് എന്ത് ചെയ്യുന്നു, ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. സോ ദ പെസന്റ്, ഇപ്പോൾ ചിലപ്പോൾ പെസന്റ് എന്തായിരിക്കില്ല, അത്ര ലാൻഡിൻ്റെ അല്ലെങ്കിൽ ആ സോയിലിൻ്റെയോ ഉടമസ്ഥൻ ആയിക്കൊള്ളണമെന്നില്ല. അഗ്രേറിയൻ പ്രോപ്പർട്ടി വാസ് പ്രൈവറ്റ്ലി കൺട്രോൾഡ് ബൈ ക്ലാസ് ഓഫ് ഫ്യൂഡൽ ലോഡ്. അവിടെ ഉണ്ടായിരുന്ന അഗ്രേറിയൻ പ്രോപ്പർട്ടി ചെയ്യുന്നത് ഒരു ഫ്യൂഡൽ ലോഡാണ്. ഫ്യൂഡലിസം ഡിറൈവ്ഡ് ഫ്രം ഫീഫ് വിച്ച് മീൻസ് ദാറ്റ് പീസ് ഓഫ് ലാൻഡഡ് പ്രോപ്പർട്ടി. അതാണ് ഇതിൻ്റെ അർത്ഥം. Medieval period of Europe, form of property given to a vassal by lord. യൂറോപ്പിലെ ഒരു മിഡീവൽ പീരീഡിൽ ലോഡ് അവരുടെ കുടിയാനും അല്ലെങ്കിൽ ടെനന്റിന് പ്രോപ്പർട്ടി നൽകുന്നു. ആ ഒരു ബന്ധമാണ് ഫ്യൂഡലിസം അവിടെ നിലനിന്നിരുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാസൽ ആൻഡ് ഹിസ് ലോഡ്, കുടിയാൻ അതുപോലെ തന്നെ ലോഡ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു മിഡീവൽ പീരീഡിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. സോ ദ റിലേഷൻഷിപ്പ് എക്സസൈസ്ഡ് ത്രൂ ജൂറിസ്ഡിക്ഷൻ. ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു റിലേഷൻഷിപ്പ് ഒരു ജൂറിസ്ഡിക്ഷന്റെ അടിസ്ഥാനത്തിൽ കൂടി ഉണ്ടായിരുന്നു. നൂറ്റാണ്ടിലൊക്കെ ലാൻഡ് ഓണേഴ്സ് കൺട്രോൾ ഓവർ ടെനൻസ്, അവരുടെ ലാൻഡ് ഓണേഴ്സ് ആണ് ടെനൻസിന് എന്ത് ചെയ്തിട്ടുള്ളത്, കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോവറിറ്റി വാസ് നെവർ ഫോക്കസ്ഡ്. അവിടെ ക്യാപിറ്റലിസം ഈസ് എ സ്പെസിഫിക് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ. എനി ആൻഡ് every economic phenomena is at the same time always a phenomena. എല്ലാ എക്കണോമിക് ഫിനോമിനയും ഒരു സമയം തന്നെ എന്താണ്, ഒരു സോഷ്യൽ ഫിനോമിന കൂടിയാണ്. The use of the term workers or class. ഒരു ക്ലാസ് ഡിവിഷൻ എന്ന് പറയുന്നത് പ്രോലിറ്ററേറ്റ് അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് ആണ് ഒരു സെക്ഷനിൽ. അതേസമയം ബൂർഷ്വാസി ഓർ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആണ് മറ്റൊരു സെക്ഷനിലുള്ളത്. അലിയനേഷൻ എന്ന് പറയുന്നത് matter of the expropriation of goods which rightfully belong to the worker. വർക്കറിന് അവകാശപ്പെട്ടിട്ടുള്ള ഗുഡ്സിൽ നിന്നും അവൻ എന്ത് ചെയ്യപ്പെടുന്നു, മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. സോ ഓൾ ഹിസ്റ്റോറിക്കൽ ക്ലാസ് സൊസൈറ്റീസ് ഷോ എ മോർ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ്. എല്ലാ സമൂഹത്തിലും, അതായത് ചരിത്രപരമായി നോക്കുമ്പോൾ എല്ലാ സമൂഹത്തിലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ 3 ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ക്ലാസ്. ഇറ്റ് ഡിറൈവ് ഫ്രം ദ സെറ്റ് ഓഫ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ. റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായിട്ടുള്ളത്, ഈ ഒരു ക്ലാസ് ഫോം ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ ഈസ് സ്ട്രാറ്റ. ദ റിലേഷൻഷിപ്പ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസ് അപ്പോൺ വൺ ഓഫ് ദ ക്ലാസസ്. ഇത് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. സോ മാക്സ് ഈസ് കോൾഡ് ഓഫീസേഴ്സ്. ഈ ഒരു സ്ട്രാറ്റയെ, ഒരു വിഭാഗത്തെ വിളിച്ചിരിക്കുന്നത് ഓഫീസേഴ്സ് എന്നാണ്. ദ തേർഡ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ദ ലംബൻ പ്രോലിറ്ററേറ്റ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് കമ്പോസ്ഡ് ഓഫ് thieves, criminals of all kind, people without definite trade, vagabond, people without hearth and home. മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ആൻഡ് ദർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സോ മാക്സ് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി, കണ്ടിന്യൂവൽ പ്രൊഡക്റ്റീവ് ഇന്ററാക്ഷൻ. ഈ ഒരു
സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? തുടർച്ചയായിട്ടുള്ള പ്രൊഡക്റ്റീവ് ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ് സമൂഹത്തിൽ എന്തുണ്ടാകുന്നത്, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എന്നാണ് മാർക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. സോ കോംപ്ലിക്കേറ്റഡ് അറേഞ്ച്മെന്റ് ഓഫ് സൊസൈറ്റി ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ റാങ്ക്. സോഷ്യൽ റാങ്കിന്റെ, സാമൂഹികപരമായിട്ടുള്ള റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ എന്ത് നിൽക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ് നിലനിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ആൻഷ്യൻ റോം എടുത്ത് നോക്കിയാൽ അവിടെ വ്യത്യസ്തപരമായിട്ടുള്ള ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ് കാണാൻ സാധിക്കും. പെട്രീഷ്യൻ, നൈറ്റ്, പ്ലബിയൻസ്, അതുപോലെ തന്നെ സ്ലേവ്സ്, ഇത്തരത്തിലുള്ള 4 ഗ്രൂപ്പുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അതേസമയം തന്നെ മിഡിൽ ഏജിൽ ഫ്യൂഡൽ ലോർഡ്, വാസൽ, ഗിൽഡ് മാസ്റ്റേഴ്സ്, ജേർണിമാൻ, അപ്രന്റൈസ് തുടങ്ങിയ സെർഫ്, ഇത്തരത്തിലുള്ള വിധത്തിലെ ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്യൂഡൽ യൂറോപ്പിലെ പോലെ ഉള്ള ഒരു സ്ഥിതിയായിരുന്നില്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ആദ്യകാലത്ത് ലാൻഡ് ഡിഡ് നോട്ട് ബിലോങ് ടു എനി പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടായിരുന്നില്ല ലാൻഡ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ദ കിങ് ഡെലിഗേറ്റ് സം സ്പെസിഫിക് ഇൻഡിവിജ്വൽ റൈറ്റ് ഓഫ് മെൻ. ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, ഒരു റൈറ്റ് കൊടുത്തുകൊണ്ട് മേൽനോട്ടം വഹിക്കുന്നതിനുള്ള അധികാരം നൽകുന്നു. സോ ഹി ഹാവ് എ റവന്യൂ കളക്ഷൻ പവർ. സോ അത്തരത്തിലുള്ള വ്യക്തിയായിരുന്നു ജമീന്ദാർ, അതുപോലെ തന്നെ ജാഗീർദാർമാർ എന്നൊക്കെ അറിയപ്പെടുന്ന ആ 2 വിഭാഗക്കാർ ചേർന്നതോടുകൂടിയാണ് അവർ വന്നതോടുകൂടി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി കുറച്ചുകൂടി ഫ്ലറിഷ് ചെയ്തു. അതുപോലെ തന്നെ അർബൻ സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്തു, ഇന്റർനാഷണൽ ട്രേഡ് തുടങ്ങി ഇത്തരം കാര്യങ്ങളൊക്കെ യൂറോപ്യൻ വന്നതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് ഓൾസോ കോസ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഫോംസ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. പുതിയ തരത്തിലുള്ള കൊമേഴ്സുകൾ, വ്യവസായങ്ങളും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസുകളൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. BN ഗാംഗേലി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, സ്ട്രോങ് സെൻട്രൽ അതോറിറ്റി എന്ന് പറയുന്നത് റവന്യൂ ഫോമറായിട്ടുള്ള ഗവൺമെന്റ് അതോറിറ്റി തന്നെയായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഔറംഗസീബിന്റെ മരണത്തോടുകൂടി ഈ ലോക്കൽ ഓഫീസേഴ്സ്, അവരെ റവന്യൂ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ച ലോക്കൽ ഓഫീസേഴ്സ് എന്തായി, ഈ സെൻട്രൽ അതോറിറ്റിയിൽ നിന്നും സ്വതന്ത്രമായി അവരെന്ത് ചെയ്തു, ഈ ഒരു റൈറ്റ് ടു ഡിമാൻഡ് ആൻഡ് കളക്ട് റവന്യൂ, അത് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, റവന്യൂ ഡിമാൻഡ് ചെയ്യാനും അതിൽ കൂടുതൽ റവന്യൂ കളക്ട് ചെയ്യാനും ആരംഭിച്ചു. The revenue formers get magisterial or administrative powers. അങ്ങനെ ഈ ഒരു പ്രീമാൻഡലിസം ഫ്യൂഡലിസത്തിലേക്ക് പോയപ്പോൾ പിന്നീട് ഈ ലാൻഡ് കൈമാറ്റവും മറ്റൊക്കെ എന്തായി മാറി, അവരുടെ അവകാശ പാരമ്പര്യത്തിന്റെ ഒരു ഹെറിഡിറ്ററി എസ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇൻഡിജീനിയസ് ആയിട്ട് ഒരു ക്യാപിറ്റലിസം വളർന്നു വരുന്നതിൽ ഫസ്റ്റ് വൺ റൂറൽ സോഷ്യൽ സ്ട്രക്ചർ, സെക്കൻഡ് വൺ അർബൻ ക്രാഫ്റ്റ് ഡെവലപ്മെന്റ്, ആൻഡ് തേർഡ് വൺ അക്യുമുലേഷൻ ഓഫ് മോണിറ്ററി വെൽത്ത് ഡിറൈവ്ഡ് ഫ്രം ദ ട്രേഡ് ആൻഡ് യൂഷ്വറി. ഈ ഒരു കാര്യത്തിൽ ക്യാപിറ്റലിസത്തിന്റെ ഡെവലപ്മെന്റ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ the rural social structure could lead to large-scale alienation of the peasant from the soil. There is an organized plunder. Organized plunder means India a market and supplier of primary product. Trade system, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തോടു കൂടി എന്ത് സംഭവിച്ചു, ഇന്ത്യ ഒരു മാർക്കറ്റ് ആവുകയും അതേപോലെ തന്നെ പ്രൈമറി പ്രോഡക്റ്റുകൾ കയറ്റി അയക്കുന്നത്, മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനുള്ള ഒരു മാറുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു മാറ്റം ലാൻഡ് എന്ന് പറയുന്നതിൽ വളരെ ഒരു കൊമേഴ്ഷ്യൽ ബേസിസ് ആയിട്ട് എന്ത് കാണാൻ തുടങ്ങി, ഒരു ലാൻഡിനെ സൂപ്പർസീഡ് ദ ട്രഡീഷണൽ റൈറ്റ് ഓഫ് വില്ലേജേഴ്സ്. പുതിയ ലാൻഡ് സിസ്റ്റം ആയിട്ടുള്ള അവകാശങ്ങളിൽ നിന്നും വളരെ അകറ്റി നിർത്തുന്നതിന് കാരണമായി. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ലാൻഡ് റെഗുലേഷൻസ്. പുതിയ ലാൻഡ് റെഗുലേഷൻസ് വന്നതോടുകൂടി ചില ഇഫക്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. So the rural economy was partialized എന്നുള്ളതാണ് ഒന്നാമത്തത്. സെക്കൻഡ് വൺ, റേറ്റ് ഓഫ് റെന്റ് ഇൻക്രീസ്ഡ്. തേർഡ് വൺ, ഫോഴ്സ് ടു പ്രൊഡ്യൂസ് ഫോർ മാർക്കറ്റ്. ആൻഡ് ഫോർത്ത് വൺ, റെഗുലർ പേയ്മെന്റ് ഓഫ് റെന്റ്. ആൻഡ് ഫിഫ്ത് വൺ, ദ പെസന്റ് ഇൻക്രീസിംഗ് ഇൻഡെപ്റ്റഡ്നെസ്. ആൻഡ് സിക്സ്, began to rely on money lender. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം എന്തിനു കാരണമായി, അഗ്രികൾച്ചർ കൊമേഴ്ഷ്യലൈസേഷനിലേക്ക് വഴിവെക്കുന്നതിന് കാരണമായി. നാലാമത്തെ യൂണിറ്റ് ആണ് അഗ്രേറിയൻ റിലേഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ലുക്ക് ഓൺ സോഷ്യൽ ഹൈറാർക്കി ഇൻ അഗ്രേറിയൻ സൊസൈറ്റി. സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ ഫീച്ചർ ഓഫ് സൊസൈറ്റീസ് വിത്ത് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ മൊബിലിറ്റി. ഒരു സമൂഹത്തിൻ്റെ ഒരു ഫീച്ചറാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഫീച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഹൈ മൊബിലിറ്റി എന്നുള്ളതാണ്. ദ അഗ്രേറിയൻ ഹൈറാർക്കി, നമ്മുടെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം ത്തിൽ നമുക്കറിയാം വ്യത്യസ്തരമായിട്ടുള്ള ഹൈറാർക്കി നിലനിൽക്കുന്നുണ്ടെന്ന്. ഈ ഹൈറാർക്കി അഗ്രേറിയൻ സൊസൈറ്റിയിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അഗ്രേറിയൻ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ലാൻഡ് ലോഡ്സ്, ഓൺ കൾട്ടിവേറ്റേഴ്സ്, ടെനന്റ്,
ഷെയർ ക്രോപ്പേഴ്സ്, അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഹൈറാർക്കി ആയിരിക്കാം അഗ്രേറിയൻ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. സോ ലാൻഡ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ബേസിസ് ഫോർ സോഷ്യൽ ക്ലീവേജ്. സാമൂഹികമായിട്ടുള്ള ഭിന്നത ഉണ്ടാക്കുന്നതിന് എന്താണ്, ഈ ലാൻഡ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സോ ദിസ് ലാൻഡ് ഓണേഴ്സ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ലാൻഡ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. അവരെന്ത് ചെയ്യുന്നു, ലാൻഡ്ലെസ് ഇല്ലാത്ത ആളുകളുടെ ലൈവ്ലിഹുഡ്, ഉപജീവന മാർഗത്തെ വരെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ലാൻഡ് ഓണേഴ്സ് ആണ്. In terms of present society, the nature of hierarchy among those who own different amount of land. അവിടെയുള്ള ഒരു ഹൈറാർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താ, അവരുടെ കൈവശമുള്ള ഭൂമിയുടെ അളവാണ്. അതാണ് അവരെ ഡിഫറൻസിയേഷൻ ഉണ്ടാക്കുന്നത്. So there are in society two exclusive group. First one is land owners, second one is landless. The tenant is an intermediate category between landowners and landless laborers. ടെനന്റ് എന്ന് പറയുന്നത് ഓണേഴ്സിനും അതുപോലെ തന്നെ ലാൻഡ്ലെസ് ലേബേഴ്സിനും ഇടയിലുള്ള ഒരു വിഭാഗമാണെന്ത്, ഈ ഒരു ടെനന്റ് എന്ന് പറയുന്ന കുടിയാൻ എന്നറിയപ്പെടുന്ന ഒരു കാറ്റഗറി. ദാറ്റ് ഈസ് ഇൻഫീരിയർ ടു ദി റൈറ്റ് ഓഫ് ഓണേഴ്സ്. സോ ഉദാഹരണമായിട്ട് അതിന് സിർഡൻസ് UP-യിൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം പീപ്പിൾ ഡിവൈഡഡ് നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ കാസ്റ്റ് ബട്ട് ഓൾസോ സർട്ടൻ എക്കണോമിക് കാറ്റഗറീസ്. ഇന്ത്യൻ സമൂഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വിഭജിച്ചിട്ടുള്ളത്, പക്ഷേ എക്കണോമിക് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ടുണ്ട്. കാറ്റഗറീസ് വ്യൂയുടെ റിലേഷൻഷിപ്പ് ഓഫ് ഇക്വാലിറ്റി ഓർ ഇൻഇക്വാലിറ്റി. ഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി എന്ന ആ ഒരു റിലേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു കാറ്റഗറൈസ് കാണാൻ സാധിക്കും. ഇൻഇക്വാലിറ്റി 3 തരത്തിലുള്ള ഇൻഇക്വാലിറ്റിയാണ്. ഫസ്റ്റ് വൺ ഇസ് ബിറ്റ്വീൻ ലാൻഡ് ലോർഡ്സ് ആൻഡ് ടെനന്റ്, ബിറ്റ്വീൻ ലാൻഡ് ഓണർ ആൻഡ് വേജ് ലേബർ, ആൻഡ് തേർഡ് വൺ ദ ബിറ്റ്വീൻ ലാർജ്, മീഡിയം ആൻഡ് സ്മോൾ പ്രോപ്പർട്ടീസ്. ഇത്തരത്തിലുള്ള 3 ഇൻഇക്വാലിറ്റി നമുക്ക് ഈ ഒരു സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നേച്ചർ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ വാരീസ് ഫ്രം വൺ വില്ലേജ് ടു അനദർ. പക്ഷേ ഇതിൻ്റെ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം ഒരു വില്ലേജിലുള്ള പോലെ ആയില്ല മറ്റൊരു വില്ലേജിൽ. ഇതിൽ there is also a social distance between the top and bottom of pyramid. Two kind of relationship between caste and agrarian social structure. ഈ കാസ്റ്റും അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചറും 2 തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ ലാൻഡ് ഓണർ അപ്പർ കാസ്റ്റ് ആൻഡ് ലാൻഡ്ലെസ് ടു ദി ലോവർ കാസ്റ്റ്. The hierarchical value of caste sustained and legitimized the unequal relations among the landowners, tenant and agricultural laborers. കാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാല്യൂസും റൂൾസുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള അൺഈക്വൽ റിലേഷൻഷിപ്പ് സമൂഹത്തിൽ നിലനിർത്തുന്നത്. The difference between the categories of caste and categories of class. First one is caste are exclusive category and classes are not. It means that the same individual cannot be a Brahmin and a non-Brahmin. ഒരു വ്യക്തിക്ക് എന്താകാൻ പറ്റില്ല, ബ്രാഹ്മണോ അതേസമയത്ത് തന്നെ നോൺ ബ്രാഹ്മിനും ആകാൻ സാധിക്കില്ല. But he can be at the same time a landowner as well as a tenant. The numerous differences between landlords and landless laborers. ഈ ലാൻഡ് ലോഡ്സും അതുപോലെ തന്നെ ലാൻഡ്ലെസ് ലേബേഴ്സും തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട്. ഇറ്റ് മേ ബി ഓൺ ദ ബേസിസ് ഓഫ് റിലേഷൻഷിപ്പ് ടു വർക്ക്, വർക്കിലുള്ള റിലേഷൻഷിപ്പ്. രണ്ടാമത്തെ ഹൗ മച്ച് ദേ ഏൺ, എത്രത്തോളമാണ് അവർ ഏൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ലെവൽ ഓഫ് ലിവിങ്. ഈ ഒരു 3 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. On the other hand, we look into the large, medium, small landowners. They have some small differences. But in minor differences in the size of holding, അവർ കൈവശം വയ്ക്കുന്ന ഭൂമിയിൽ നമുക്ക് അത്രത്തോളം വലിയ വ്യത്യാസം കാണാൻ സാധിക്കില്ലെങ്കിൽ കൂടി, പക്ഷേ വെറൈറ്റി ഓഫ് അതർ ഫാക്ടേഴ്സ്, മറ്റ് നിരവധി ഫാക്ടേഴ്സ് ഈ ഒരു 3 കാറ്റഗറിക്ക് ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മേ ബി ഫാമിലി സൈസ്, സെക്കൻഡ് വൺ എഫിഷ്യൻസി ഓഫ് കൾട്ടിവേഷൻ, തേർഡ് പോയിന്റ് അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നിക് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ഈ ഒരു 4 ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരിലുള്ള ഒരു ഡിഫറൻസസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ആ ഒരു ഭൂമിയുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് അവരുടെ വെൽത്താണ്. അതേസമയത്ത് തന്നെ പ്രസ്റ്റേജ്, പവർ എന്നതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ഭൂമിയുടെ ഉടമസ്ഥത തന്നെയാണ്. സോ ലാൻഡ് ലോർഡ് യൂസ് ഹിസ് പവർ ടു കൺട്രോൾ ലാൻഡ്ലെസ്. ഈ പവർ ഉപയോഗിച്ച് അവരുടെ ഈ ഒരു ഉടമസ്ഥാവകാശം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ലാൻഡ്ലെസ്സിനെ അവർ ഈ ലാൻഡ് ലോർഡ് കൺട്രോൾ ചെയ്യുന്നു. The next topic is social inequality and economic inequality. Social inequality എന്ന് പറയുന്നത് വളരെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിനെ നമുക്ക് വ്യത്യസ്തപരമായിട്ടുള്ള ഡിഫറെൻറ്റ് പാറ്റേണുകൾ നമുക്ക് സമൂഹത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നു. Tyrant of
ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ബിറ്റ്വീൻ ഇനീക്വാലിറ്റീസ് ഓഫ് നാച്ചുറൽ കാപ്പബിലിറ്റീസ് ആൻഡ് ദോസ് ഓഫ് social position. Second one, between inequalities that do not involve evaluative rank order. Four type of inequalities പറയുന്നുണ്ട്. First one is natural difference of kind. Second one, natural difference of rank. Third one, social differentiation of position. And fourth one, social differentiation based on reputation and wealth. ഇത്തരത്തിലുള്ള four type of inequalities ആണ് ഡാരൻഡോഫ് മുന്നോട്ട് വയ്ക്കുന്നത്. All of four type of individual is evidently the focal point of status evaluation. Such a conception of social inequality based on distribution of property, wealth, honor, power among individual members. ഈ social inequality യുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ property, wealth, honor and power തുടങ്ങിയ കാര്യങ്ങളാണ്. On the basis of division of labor, differentiation of role and different task and role we assigned as a members or different members. വ്യത്യസ്ത മെമ്പേഴ്സിന് അവരുടെ റോള് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടാസ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അസൈൻ ചെയ്ത് നൽകുന്നു. സോഷ്യൽ ഇനീക്വാലിറ്റി പ്രസന്റ് ഇൻ ഓൾ കോംപ്ലക്സ് സൊസൈറ്റീസ്. എല്ലാ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റിയിലും സങ്കീർണമായ സൊസൈറ്റിയിലും ഈ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റും. ദർ ആർ മേജർ ഡിഫറൻസസ് ഇൻ the degree of its rigidity, stability and legitimacy. It is discussed on Indian context. It offers certain special advantages. First one is large and heterogeneous country. Second one provides scope for a number of fruitful comparison within itself. Third point, the material available is richer and detailed for both social structure and economic change. The system characterized by inequalities of wealth. എല്ലാ സമൂഹത്തിലെയും സോഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇനീക്വാലിറ്റീസ് ഓഫ് വെൽത്ത് എന്നുള്ളതാണ്. സോ ദർ ടേക്ക് എ റിഗ്വേദിക് സൊസൈറ്റി, ദർ എ ട്രൈബൽ, സെമി nomadic, pastoral and largely egalitarian society existed. So in this type of, according to Sharma, this type of society, this pre-class society at a very low level of socio-economic development. ഇത്തരത്തിലുള്ള സൊസൈറ്റി എന്ന് പറയുന്നത് ഈ ക്ലാസ് സൊസൈറ്റിയാണ്. അവിടെ എന്താണ് ലോ ലെവൽ ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ശർമ്മ മുന്നോട്ട് വെക്കുന്നത്. ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് റിച്ച് മെർച്ചന്റ് എന്നാണ്. ഈ വിഭാഗക്കാർ ബ്രാഹ്മണന്മാരോ ക്ഷത്രിയരോ വൈശ്യരോ ഈ മൂന്ന് വർണ്ണത്തിൽ ഉൾപ്പെടുന്ന ആളുകളായിരിക്കും. സോ ഡിഡ് നോട്ട് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ പ്രക്രിയയിൽ എന്തില്ല ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കില്ല. അതേസമയം കോമൺ പീപ്പിൾ എന്ന് പറയുന്നത് ആരാണ്? പെസന്റ്, ആർട്ടിസാൻസ്, ക്രാഫ്റ്റ്മാൻ ലേബേഴ്സ്, സെർവൻസ്, സ്ലേവ്സ്, ഇതൊക്കെ കോമൺ പീപ്പിൾ ആണ്. So they belong to the Shaisha or Shudra Varna and untouchable. Even though they have suffered multiple disabilities and deprivation. ഈ ഒരു വിഭാഗം നിരവധി അടിച്ചമർത്തലുകൾക്കും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ വിധേയമായിട്ടുണ്ട്. സ്റ്റാറ്റസ്. സെക്കൻഡ് വൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡിഫറൻസസ് ഇൻ മെറ്റീരിയൽ ട്രേറ്റ്. സോഷ്യൽ ഇനീക്വാലിറ്റിക്ക് നിരവധി ഫാക്ടേഴ്സുകളുണ്ട്. അപ്പോൾ ഡിഫറൻസസ് ഇൻ മെറ്റീരിയൽ ട്രേറ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് അവരുടെ ലാൻഡ് ഓണേഴ്സ് ജീവിക്കുന്നത് എവിടെയാണ്? പുക്ക ഹൗസുകളിലാണ്, സെമീന്ദാർ മാൻഷനിലും, അതുപോലെ തന്നെ ഷെയർ ക്രോപ്പേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് ഒക്കെ ഹട്ട്. ഇതിൽ തന്നെ നമുക്ക് കാണാം ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തന്നെ ഡിഫറൻസ് ഇൻ ഡ്രസ്സ്, സ്പീച്ച്, മാനേഴ്സ് ഇവയിലൊക്കെ എന്തുണ്ട് ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സിംപ്ലി ഇനീക്വാലിറ്റീസ് ഓഫ് വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുള്ള ആ ഒരു പ്രശ്നത്തെ ടാക്കിൾ ചെയ്യാൻ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 5 year പ്ലാൻ ആദ്യം വന്നിട്ടുള്ളത് ഗ്രോത്ത് ഓഫ് എക്കണോമി ഓഫ് ദ എക്കണോമി വിപുലപ്പെടുത്തുക, അതിന് പുരോഗതി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 5 year പ്ലാനുകളൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. കൂടാതെ ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആസ് എ പാർട്ട് ഓഫ് ദി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിരവധി ഡെവലപ്മെന്റൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടു. ഉദാഹരണമായിട്ട് CDP, IADP, IAAP തുടങ്ങിയ വ്യത്യസ്ത പ്രോഗ്രാമുകൾ എന്ത് ചെയ്തു ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആൻഡ് ഇമ്പാക്ട് ഓഫ് ലാൻഡ് റിഫോം മെഷേഴ്സ് വാസ് ഓൾസോ ലിമിറ്റഡ്. അത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജഡ്ജ്മാനി സിസ്റ്റം ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ. അതിൽ ഹാലി സിസ്റ്റവും ജന്നി സിസ്റ്റവും എന്താണ് എന്നുള്ളതാണ്. ദ ട്രഡീഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യമായിട്ട് ഇന്ത്യയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ജാതി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ദ ഫാമിലീസ് ഓഫ് വില്ലേജ് ഒഫീഷ്യൽസ് ഓർ വില്ലേജ് സെർവൻസ് മെയിൻറ്റെയിൻ ജഡ്ജ്മാനി റിലേഷൻ വിത്ത് ഹോൾ വില്ലേജസ്. The Jajmani relations എന്ന് പറയുന്നത് the right to provide goods or service to particular associates
is vested in the family. The economic exchange is only fact of Jajmani relation. ഈ ഒരു ജിജ്മാനി റിലേഷനിലെ പ്രധാനപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. ലാൻഡ് ഓണർ ഫാമിലി ഹാവ് ഓൺലി ഒക്കേഷണൽ ട്രാൻസാക്ഷൻ വിത്ത് സം ഓഫ് ഹിസ് അസോസിയേറ്റ്. The Jajmani system, economic factors of production and distribution could be made subsequent to the Jadi system. ഈ എക്കണോമിക് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ജാതി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ജജ്മാനി സിസ്റ്റത്തിൻ്റെ ഒരു വേരിയേഷനാണ് ഹാലി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഹാലി സിസ്റ്റം എന്ന് പറയുന്നത് എ ഫാം സെർവൻറ്റ് ഹു വാസ് ഇൻ ദ പെർമനൻറ്റ് എംപ്ലോയി ഓഫ് എ ലാൻഡ് ലോഡ്. ഒരു ലാൻഡ് ലോഡിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള എംപ്ലോയിയാണ് ഹാലി എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലേബറും ലാൻഡ് ഓണറും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ്. സോ ഇത് പ്രധാനമായും കണ്ടുവന്നിരുന്നത് ഗുജറാത്തിലെ സൂറത്ത് ഡിസ്ട്രിക്റ്റിലാണ്. A system of recruiting agriculture labor had grown out of money lending practice. കൃഷിയിടങ്ങളിലേക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് അഗ്രികൾച്ചർ ലേബേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. പ്രധാനമായും ഈ ബൾക്ക് ഓഫ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് കെയിം ഫ്രം ലോവർ കാസ്റ്റസ്. ഈ വ്യത്യസ്ത ലോവർ കാസ്റ്റുകളിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് ഇത്തരം അഗ്രികൾച്ചറൽ ലേബർ എത്തിച്ചിട്ടുണ്ട്. പ്രധാനമായും അബോറിജിനൽ ട്രൈബ്സ്, അതുപോലെ തന്നെ മറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആയ ഡൂബ്ലാസ്, അതുപോലെ തന്നെ നായിക്സ്, ചോദ്രാസ്, ദുദിയ, ഗാമിഡ്സ് തുടങ്ങിയ ഈ കാസ്റ്റ് അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ് ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ ലേബറായിട്ട് ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ജോബ്ലാസ് വർ റിക്രൂട്ടഡ് ആസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് അണ്ടർ പെക്യുലിയർ സിസ്റ്റം നോൺ ആസ് ഹാലി. സാധനത്തിയിട്ടുള്ളത് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രക്രിയ നടത്തിയിട്ടുള്ളത് ഈ ഒരു ജോബ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇത്തരത്തിലുള്ള ഈ കൃഷിയിടത്തിലേക്കുള്ള ഈ ഒരു അഗ്രികൾച്ചറൽ ലേബേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ആണെന്ന് അറിയപ്പെടുന്നത് മുഴുവനായിട്ട് ഒരു ഹാലി സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഇത് ചെയിൻ ഓഫ് ബോണ്ടേജ് കണ്ടിന്യൂഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഇതെന്താണ്? ഒരു ചെയിൻ ഓഫ് ബോണ്ടേജ് ആണ്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് എന്ത് ചെയ്യാണ് ഈ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഹാലി എന്ന് പറയുന്നത് ഹു ഹാൻഡിൽ ദ പ്ലോ, അതായത് ആരാണോ ഈ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവനാണ് ഹാലി എന്നറിയപ്പെടുന്നത്. ഹാലി ബോൺ നോട്ട് ഓൺലി ഹിംസെൽഫ് ബട്ട് ഓൾസോ ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. അത് ഹാലി എന്ന് പറയുന്നതിൽ അവൻ മാത്രമല്ല, ആ കർഷകൻ മാത്രമല്ല, അവൻ്റെ ഫാമിലി, വൈഫ്, അതുപോലെ തന്നെ ചിൽഡ്രൻ സിസ്റ്റത്തിന്റെ ഭാഗമായി വരുന്നു. ഫാം സെർവൻറ്റ് വർക്ക്ഡ് ചീഫ്ലി ഓൺ ദ ലാൻഡ്. ഈ ഫാം സെർവൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ലാൻഡിൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. ദ വർക്കിംഗ് ഹവേഴ്സ് ഓഫ് ദ ഹാലി വർ ക്ലിയർലി ഡിഫൈൻഡ്. അതിൻ്റെ വർക്കിംഗ് ഹവേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ടേമാണ് ഹവാക് വാലി എന്ന് പറയുന്നത്. അത് ഈ ഹാലിയുടെ വൈഫാണ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മാസ്റ്റേഴ്സിന്റെ ഹൗസിൽ സെർവൻ്റായിട്ട് ജോലി ചെയ്യുന്ന മാസ്റ്റർ അതിന് ഇവരുടെ സർവീസിന് പകരമായിട്ട് എന്ത് പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതിഫലം ആര് പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ സിസ്റ്റത്തിൽ ഹാലി പ്രതീക്ഷിക്കുന്നുണ്ട്. പെർമനൻ്റ് ആയി നിൽക്കുന്ന സെർവൻ്റ് അല്ലെങ്കിൽ വർക്കർ ആയതുകൊണ്ട് തന്നെ മാസ്റ്റർ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം നൽകുന്നുണ്ട്. കൂടാതെ എല്ലാ വർഷവും അവന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഹാലി സിസ്റ്റത്തിൻ്റെ ഈ ഒരു ശിഥിലീകരണത്തിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ദ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാൻഡ് ലോഡ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ഒരു കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ലാൻഡ് ലോഡ്സും അഗ്രികൾച്ചറൽ ലേബേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്കണോമി ഹാസ് ബീൻ ബേസ്ഡ് ഓൺ വേരിയസ് ഒബ്ലിഗേഷൻ ടുവേർഡ് ദി ലാൻഡ് ലോഡ്. There is a change over to market production. ഒന്നാമത്തെ ഒരു കാരണം വന്നത് ഡിസിൻറ്റഗ്രേഷനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ചേഞ്ച് ഓവർ ടു മാർക്കറ്റ് പ്രൊഡക്ഷൻ. സാധാരണ ഒരു ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് എന്തായി അതൊരു മാർക്കറ്റ് ഓറിയന്റഡ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിലേക്ക് മാറിയതാണ്. അർബൻ എൻവയോൺമെന്റ് ഹാസ് ഗിവൻ ഇമ്പോർട്ടൻസ് ടു അതർ സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ. ഒരു സിസ്റ്റം കൊണ്ടു നടക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്തു പോവുക എന്നതിലുപരി ഒരു അർബൻ എൻവയോൺമെന്റിന്റെ വരവോടുകൂടി എന്ത് സംഭവിച്ചു? അത് മറ്റു ചില കാര്യങ്ങൾക്ക് പ്രോഫിറ്റ്, അത് കൊമേഴ്ഷ്യലൈസേഷൻ തുടങ്ങിയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകി. നെക്സ്റ്റ് വൺ, the dublas have been changed from subjects into object. അവരുടെ കാലക്രമേണ ഈ കമ്മ്യൂണിറ്റിയിലും എന്ത് ചെയ്യാൻ തുടങ്ങി പല മാറ്റങ്ങളും വരാൻ തുടങ്ങിയത് ഈ ഒരു സിസ്റ്റത്തിന് തകർച്ച നേരിടുന്നതിന് കാരണമായി. And next one is the process of depatronization has left the agricultural laborers in a condition of isolation എന്നുള്ളതാണ്. Third one, next one, no numerical strength into political power. Next one is emancipation movement. South Gujarat has founded a society to promote the welfare.
എമാൻസിപ്പേഷൻ മൂവ്മെൻ്റ് ഒക്കെ ഗുജറാത്തിൽ സംഭവിച്ചതോടുകൂടി ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിന് എന്ത് ചെയ്തു മാറ്റം സംഭവിച്ചു. യജമാനി സമ്പ്രദായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ജന്മി സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദോസ് ഹു എൽഡ് ലാൻഡ്, ആരുടെ കയ്യിലാണോ ആർക്കാണോ ഭൂമിയിൽ അവകാശമുള്ളത് അവനായിരുന്നു ആ കാലഘട്ടത്തിൽ ജന്മി എന്നറിയപ്പെടുന്നത്. ഇൻ എ ടേംസ് സ്മോൾ പോർഷൻ ഓഫ് ഫാംസ് ടു ബി കൾട്ടിവേറ്റഡ് ബൈ ബോൺ സ്ലേവ്സ്. സ്ലേവിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവർ കൈവശമുള്ള ഭൂമിയിൽ കൃഷി നടത്തുന്നു. അങ്ങനെ അവരെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ജന്മി എന്നറിയപ്പെട്ടിരുന്നത്. The literary meaning of the term Janmi is that having a birthright over the land, that is Janma. ബർത്ത് ഈ ഒരു ഭൂമിയിൽ അവകാശം കിട്ടിയ ആ ഒരു ഗ്രൂപ്പിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ജന്മി എന്ന് അറിയപ്പെടുന്നത്. ജന്മം ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ ലാൻഡ് സിസ്റ്റം. ആ കാലഘട്ടത്തിൽ ജന്മം എന്ന് പറയുന്നത് ആ ഒരു ലാൻഡ് സിസ്റ്റത്തിൽ വളരെ ഉയർന്ന ഒരു നിൽക്കുന്ന ഒരു സിസ്റ്റം തന്നെയായിരുന്നു. Sanskritized from the Dravidian phrase "hereditary," that is the birthright acquired by coming in contact with the air or water contact birthright. അതായത് അവിടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ബർത്ത് ആണ് ഈ ഒരു ഭൂമിയുടെ ലാൻഡ് സിസ്റ്റത്തിന്റെ അതിന്റെ അവകാശത്തിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. ലാൻഡ് ഗ്രാൻഡ് വേർ ഹെറിഡിറ്ററി. അവിടെ എന്തായിരുന്നു, അവിടെ ഹെറിഡിറ്ററി ആയിട്ടാണ് ലാൻഡ് ചെയ്തിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. Customary sharing of the produce between the Janmi and those other classes. The Brahmin centered upper caste dominated land system. That means അവിടെ എന്താണ്, ഒരു ബ്രാഹ്മിൻ സെന്റേഡ് ആയിട്ടുള്ള ഉയർന്ന ജാതിക്കാരനായിരുന്നു ലാൻഡ് സിസ്റ്റത്തിൽ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഇൻ കേരള പ്രൈവറ്റ് പ്രോപ്പർട്ടി ബിഗാൻ ടു ഇവോൾവ് ബിഫോർ ദ സംഗം ഏജ്. കേരളത്തിൽ എന്തുണ്ടായിരുന്നു, ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് സംഘ പീരീഡിൽ നിന്ന് തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. Brahmin was one of the consequences of the Aryanization 7th century AD. അയനൈസേഷന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്തെന്നറിയപ്പെടുന്നത് ബ്രാഹ്മിൺ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ബ്രാഹ്മിൺ സെന്റേഡ് ലാൻഡ് സിസ്റ്റം ഇവോൾഡ്. അതിന്റെ ഫലമായിട്ട് ഒരു ബ്രാഹ്മിൺ സെന്റേഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് സിസ്റ്റം വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. വർഷമായി റീക്ലൈംഡ് കേരള ഫ്രം ദ സീ ആൻഡ് മേഡ് ഇറ്റ് ഓവർ ടു നമ്പൂതിരീസ് ഹിസ് ഫുൾ പ്രൊപ്രൈറ്ററി റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മിത്താണ് രണ്ടാമതായിട്ട് ഈ ഒരു ലാൻഡുമായി ബന്ധപ്പെട്ട റൈറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു പ്രധാന രണ്ടാമത്തെ മിത്ത് എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വലി ദ സിസ്റ്റമാറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഗിവൺ ബൈ ലോഗൻ. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ നൽകിയത് ആരാണ്, ലോഗനാണ്. ലാൻഡ് സിസ്റ്റത്തെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ദ ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ 18th and 19th century AD, ഗിൽഡ്സ് ഓർ കോർപ്പറേറ്റ് ബോഡീസ് ഈച്ച് ഡൗൺ ടു ദി ലോവസ്റ്റ്. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റിലെ ഓർഗനൈസേഷനെ കുറിച്ചാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. സോ ഹാവിംഗ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫംഗ്ഷൻ ടു പെർഫോം ഇൻ ദ ബോഡി പൊളിറ്റിക്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഓരോ സെക്ഷനും എന്തുണ്ടായിരുന്നു, ഓരോ പ്രത്യേക ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പെർഫോം ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട്. അത് ഹെഡ് ഓഫ് ദ പെരുമാൾ, പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്, ആ ഒരു ലാൻഡ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് പെരുമാളാണ്. ബിലോ ഹിം എ നമ്പർ ഓഫ് ചീഫ്റ്റിയൻസ് ഓഫ് ദ നാട്. അതിന്റെ കീഴിൽ വ്യത്യസ്ത നാടുകൾ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്കറിയാം രാജാസ് ഓഫ് വേണാട്, ട്രാവൻകൂർ, അതുപോലെ തന്നെ ഏർനാട്, കാലിക്കറ്റ്. ലോഗൻ ഈ ഒരു പ്രീ ബ്രിട്ടീഷ് മലബാറിലെ ലാൻഡ് സിസ്റ്റത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു കോർപ്പറേറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ജോയിന്റ് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇതൊരു ജോയിന്റ് ആയിട്ട് ജന്മി, കാണക്കാരൻ, വെറും പാട്ടക്കാരൻ, ഇവരൊക്കെ ഒരു പ്രൊപ്പറേറ്റർമാരാണ്. ഇവർക്കെല്ലാം അവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അതിൻ്റെ എല്ലാം ഒരു ഷെയർ അവർക്ക് ലഭിക്കുന്നുണ്ട്. 1/3 അല്ലെങ്കിൽ ഈക്വൽ ഷെയർ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ ഈക്വൽ ഷെയർ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഹൈറാർക്കി ഓഫ് റൈറ്റ് ഇൻ ലാൻഡ് കറസ്പോണ്ടന്റ് സോഷ്യൽ സ്ട്രക്ചർ. നമ്പൂതിരി ബ്രാഹ്മിൻസ് അറ്റ് ദ ടോപ്പ്, റൈറ്റ് ഇൻ ലാൻഡ്, മാനേജ്മെന്റ് ഓഫ് ടെമ്പിൾസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്പൂതിരി ബ്രാഹ്മണായിരുന്നു ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്. അവർക്കായിരുന്നു ഭൂമിയിലും അതുപോലെ തന്നെ ടെമ്പിളിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്, ഈ നമ്പൂതിരി ബ്രാഹ്മിൻസിനാണ്. It is highest one, and the certain caste or classes in the state were told off to the work of cultivation. Earlier, grant of land by ruling power were customary. ഒരു കസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ റൂളിംഗ് പവർ ലാൻഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഹെറിഡിറ്ററി ക്യാരക്ടറായിട്ട് പിന്നീട് മാറി. അവർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ ഒരു രണ്ട് കാര്യം ഒരു ലാൻഡ് ടാക്സ് ആയിരുന്നു. പബ്ലിക് ലാൻഡ് റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ്. ഇതായിരുന്നു എന്ത്, സ്റ്റേറ്റിന്റെ പബ്ലിക് റവന്യൂ എന്ന് പറയപ്പെടുന്നത്. കേരളത്തിന് താഴെ വരുന്ന മറ്റൊരു ബോർഡുമ വ്യവസ്ഥയാണ്, ഒരു സിസ്റ്റമാണ് കാണം എന്നറിയപ്പെടുന്നത്. ഒരു പ്രത്യേക നാട്ടിലെ നിവാസികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക എന്നിവയ്ക്കുള്ള അധികാരമൊക്കെ ഈ ഒരു ബോർഡുമയ്ക്ക് ഉണ്ടായിരുന്നു.
ടെനന്റ് നൽകുന്ന പാട്ടമാണ് കാണാൻ എന്നറിയപ്പെടുന്നത്. അത് ചിലപ്പോൾ സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് റെൻ്റൊക്കെ ആയിട്ടാണ് നൽകുന്നത്. കാണാൻ അധികാരം ഒരു സാധാരണ 12 വർഷത്തേക്കാണ് നൽകിയിരുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന ഭൂമി യഥാർത്ഥ കൃഷിയിടത്തിനായോ കാണക്കാരൻ അല്ലെങ്കിൽ പാട്ടത്തിന് നൽകുകയോ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്വന്തം മേൽനോട്ടത്തിൽ തൊഴിലാളികളെ നിയമിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നു. ഇനി പാട്ടക്കാലാവധി കഴിഞ്ഞാൽ ചെറിയ തുകയോ മറ്റോ നൽകിക്കൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ കൃഷി പുനരാരംഭിക്കാൻ പാട്ടക്കാരന് കഴിയുമായിരുന്നു. എന്നാൽ എന്തെങ്കിലും പുരോഗതിക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്, ആ ഭൂവുടമയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ ഭൂമിയുടെ അവകാശം നേടിയതിൽ ഭൂരിഭാഗം എന്തായിരുന്നു, മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ലാൻഡ് ടെന്യൂർ സിസ്റ്റമാണ് വെറുംപാട്ടം എന്നറിയപ്പെടുന്നത്. ലാൻഡ് ടെന്യൂർ സിസ്റ്റം വെറുംപാട്ടം വാസ് ദ ഹോൾഡിംഗ് ഓഫ് ദ ആക്ച്വൽ കൾട്ടിവേറ്റർ അണ്ടർ കാണക്കാരൻ. വെറുംപാട്ടക്കാരൻ വാസ് സോഷ്യലി സബോർഡിനേറ്റ് ടു ദി ജന്മി. ജന്മിക്ക് താഴെ വരുന്ന ഗ്രൂപ്പാണെന്ന് അറിയപ്പെടുന്നത് ഒരു വെറുംപാട്ടക്കാരൻ എന്നറിയപ്പെടുന്നത്. ഹി വാസ് ആൾസോ എ പ്രൊപ്പറേറ്റർ ഇൻക്ലൂഡിംഗ് ടു റൈറ്റ് ടു സെൽ. വെറുംപാട്ടക്കാരൻ were originally drawn from the Nayars or Vellar. Land system was highly oppressive and exploiting. First is pyramidal structure of land system. Second one is privilege and prerogative. So the actual fact that the social domination and subordination of the group below him, especially the lower one. ഏതൊരു ലാൻഡ് റൈറ്റ് സിസ്റ്റം ആയാലും അമർത്തലും ചൂഷണവും ഒക്കെ നേരിട്ടിട്ടുള്ളത് ആര് തന്നെയാണ്, ഈ ലോവർ ക്ലാസ് തന്നെയാണ്, വർക്കേഴ്സ് തന്നെയാണ്, പെസന്റ് തന്നെ. അഞ്ചാമത്തെ യൂണിറ്റ് ആണ് ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് അഗ്രികൾച്ചർ ടെക്നോളജി എന്നുള്ളത്. The first point, the green revolution. So first of all we need to understand what is green revolution. Green revolution ഏകദേശം 1960 ശേഷമാണ് ഗ്രീൻ റവല്യൂഷൻ ആരംഭിക്കുന്നത്. So it is a systematic attempt to increase agricultural production in developing by applying new technologies to cultivation. കൾട്ടിവേഷൻ മേഖലയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ളത് ഈ ഗ്രീൻ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ദ ഇന്നോവേഷൻസ് ഇൻക്ലൂഡ് ന്യൂ സീഡ് വെറൈറ്റീസ് ആൻഡ് ന്യൂ ഇൻപുട്സ് സച്ച് ആസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ന്യൂ കില്ലേഴ്സ്. അതായത് ഈ ഒരു ഇന്നോവേഷൻസിൽ ആയിട്ടുള്ള സീഡ് വിത്തുകളും അതുപോലെ തന്നെ പുതിയ ഇൻപുട്ട് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി, പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതൊക്കെ ഈ ഒരു ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ്. In agricultural technology which lies a basis for greater increase in agricultural production. സിംപ്ലി നമുക്ക് എന്ത് പറയാം, ഈ അഗ്രികൾച്ചറൽ ടെക്നോളജിയിൽ ഉണ്ടായ ഇംപ്രൂവ്മെന്റ് എന്തിനു കൂടി കാരണമാകുന്നു, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിലേക്ക് വഴിവെച്ചു. ഒരു അപ്രോച്ച് പ്രധാനമായും 3 എലമെന്റുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എ ബ്രേക്ക് ത്രൂ ഇൻ ടെക്നോളജി വിത്ത് ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഹൈബ്രിഡ് സീഡ്സ് വിത്ത് വെരി ഹൈ yield. Second one, the technology package which consists not only HYV seeds but also soil nutrient, pesticide and irrigation facilities which are necessary for technology to be effective. Third point, not only a package of input but also special government policy. First point പറയുന്നത് ഈ ടെക്നോളജി വികാസം പ്രാപിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പുതിയ ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡുകൾ, കൂടുതൽ വിളവ് നൽകുന്ന വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും. അപ്പോൾ ഇതിൻ്റെ ഫലമായി അതായത് HYV സീഡ്, ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഈ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കാരണം. അതേസമയം തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഈ സീഡ് ഉൽപ്പാദിപ്പിച്ചതോടൊപ്പം തന്നെ എന്തുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ന്യൂട്രിയൻസ്, സോയിൽ ന്യൂട്രിയൻസ്, പെസ്റ്റിസൈഡ്, ഇറിഗേഷൻ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ അതേസമയം നടന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പാക്കേജിനോടൊപ്പം തന്നെ ഇൻപുട്ട് മാത്രമല്ല, അവിടെ എന്തുണ്ടായിരുന്നു, സ്പെഷ്യൽ ഗവൺമെന്റ് പോളിസീസും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. 1950 എന്തായിരുന്നു ഈ ഒരു അപ്രോച്ചുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് നോക്കാം. 1950 ഇന്ത്യൻ അഗ്രികൾച്ചർ വാസ് ബാക്ക്വേർഡ്. 1950 കാലഘട്ടങ്ങളിൽ എന്താണ്, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ സ്ഥിതി വളരെ പരിതാപകരമായിട്ടുണ്ടായിരുന്നു. റീജിയണൽ വേരിയേഷൻസ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് റിലേറ്റഡ് ടു അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, സ്പ്രെഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് വാരിയിങ് എക്സ്റ്റെന്റ് ഓഫ് മാർക്കറ്റ് പെനിട്രേഷൻ ഇൻ ഡിഫറെന്റ് ഏരിയാസ്. ഇത് ആ ഒരു റീജിയണൽ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഓരോ പ്രദേശത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ക്ലൈമറ്റിക് കണ്ടീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള ഇറിഗേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള റീജിയണൽ വേരിയേഷൻസ് ആണ് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്.
So കൂടാതെ small and marginal farmers were clustered in plots. In some part of India, northwestern region, and land was generally held by middle-sized peasant farmer. ഈ ലാൻഡ് ആരുടെ കയ്യിലായിരുന്നു? ഒരു മിഡിൽ സൈസ്ഡ് പെസന്റ് ഫാർമറുടെ കീഴിലായിരുന്നു. അദ്ദേഹത്തിന്റെ അധികാര പരിധികളിലായിരുന്നു ലാൻഡ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഹു എൻഗേജ്ഡ് ഇൻ ഡയറക്റ്റ് കൾട്ടിവേഷൻ ഇൻവോൾവിംഗ് ഫാമിലി ലേബർ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫാമിലിയോടൊപ്പം കൾട്ടിവേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. Tenancy was widespread എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. And inheritance patterns led to continued subdivision of holding. Landlords were content with obtaining rent from land. Landlords എന്ത് ചെയ്തു? ലാൻഡിൽ നിന്നും റെന്റ് കളക്ട് ചെയ്തു എന്നുള്ളതാണ്. 1950 സ്വാതന്ത്ര്യത്തിന് ശേഷം 1950-60 കാലഘട്ടത്തിലെ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജീസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് 3-5 ഇയർ പ്ലാന് 1951 മുതൽ 1966 വരെയുള്ള കാലഘട്ടത്തിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ തന്നെ ഹെവി ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നീഡ് ടു റൈസ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിനായിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. എസ്പെഷ്യലി ലാൻഡ് റിഫോംസ് would lead to increased private investment in cultivation and crop output. Increase irrigation facilities through investment on major and minor irrigation works. Irrigation facilities investment നടത്തി. And irrigation facilities were concentrated in few states. But ഈ irrigation facilities പ്രധാനമായും പഞ്ചാബ്, ഹരിയാന, UP തുടങ്ങിയ പ്രദേശങ്ങളിലാണ് എന്തിട്ടുള്ളത്? ഈ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. മറ്റു സ്റ്റേറ്റുകൾ അതുപോലെ തന്നെ മൺസൂണിനൊക്കെ ആശ്രയിച്ചാണ് കൃഷി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്മോൾ ഇൻക്രീസ് ഇൻ ട്രാക്ടർ ആൻഡ് പവർ ഡ്രൈവൻ പമ്പ് ഫോർ വെൽ യൂസ് ഫോർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അതർ മോഡേൺ ഇൻപുട്ട് റിമൈൻ വെരി ലിമിറ്റഡ്. അവിടെ നിന്നുണ്ടായിരുന്നില്ല ഫെർട്ടിലൈസേഴ്സിന്റെ യൂസ് അത്രത്തോളം ഉണ്ടായിരുന്നില്ല. അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ഗ്രൂ ഡ്യൂ ടു ദി എക്സ്പാൻഷൻ ഓഫ് കൾട്ടിവേറ്റഡ് ഏരിയ, increasing on multi-cropping due to irrigation. ഈ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് വർദ്ധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? അവർ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ലാൻഡ് എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ഇൻക്രീസിങ്, കൂടാതെ എന്ത് ചെയ്തു? മൾട്ടി ക്രോപ്പിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ആ ഒരു സമയത്ത് ഔട്ട്പുട്ട് ഗ്രൂ വളരെയധികം ചില മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത്. The major thrust toward increasing yield. First point, an effective land reform had not taken place and minority continued to have a monopoly of cultivable land. അവിടെ നടപ്പിലാക്കിയിട്ടുള്ള ലാൻഡ് റിഫോം എന്തായിരുന്നു? വളരെ ഫലപ്രദമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്ത് തന്നെയാണ്? ആ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മോണോപ്പൊളിയാണ് ഈ ഒരു ലാൻഡിൽ നിലനിൽക്കുന്നത്, ഈ ലാൻഡ് റൈറ്റ് സിസ്റ്റത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ്, the rent that landlord extracted from the vast mass of tenant and sharecroppers. ഇവർ ലാൻഡ് ലോഡ്സ് റെന്റ് കളക്ട് ചെയ്തത് വളരെ വലിയ എമൗണ്ട് ആയിരുന്നു. അവർ ഒരു ഇൻസെൻറ്റീവ്സ് ഒന്നും, ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഇൻസെൻറ്റീവ്സോ മറ്റു സഹായങ്ങളോ ഒന്നും ഇവരുടെ അടുത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രാസ്റ്റിക് ഫാൾ ഇൻ ഔട്ട്പുട്ടിൽ 1965, 66, 67 കാലഘട്ടത്തിൽ ഒരു ഔട്ട്പുട്ടിൽ വളരെയധികം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. So it leads to import, accounted for significant part of domestic food grain consumption. അതെന്തിലേക്ക് നയിച്ചിട്ടുണ്ട്? ഇമ്പോർട്ട് ചെയ്യുന്നതിലേക്ക്, ഫുഡ് ഗ്രെയിൻ ഇമ്പോർട്ട് ചെയ്യുന്നതിലേക്ക് നയിച്ചു. The nature of green revolution. The basic strategy. New policy began in late 1960s. There are some features. First one, changing the technical condition or production in agriculture. അത് അഗ്രികൾച്ചറൽ ടെക്നിക്കൽ കണ്ടീഷനിലും agricultural production മാറ്റമുണ്ടാക്കി. സെക്കൻഡ് വൺ, ന്യൂ ടെക്നോളജി, ഇൻപുട്ട് ഓഫ് ഹൈ yielding ഹൈബ്രിഡ് സീഡ്, ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് വിച്ച് ഹാഡ് ടു ബി യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ. ഇതെല്ലാം കൂടി ഈ പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ പുതിയ തരത്തിലുള്ള ഇവയെല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ ഫെർട്ടിലൈസേഴ്സും ഹൈബ്രിഡ് സീഡും പെസ്റ്റിസൈഡും ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. തേർഡ്, എംഫസൈസ് വാസ് പ്രൈമറിലി ഓൺ ഇൻക്രീസിങ് ദ ഔട്ട്പുട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഊന്നൽ നൽകിയത് ഫുഡ് ഗ്രെയിനിൽ ഒരു വളരെ വലിയ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഗിവൺ ദ റിക്വയർമെന്റ് അഷ്യൂർഡ് വാട്ടർ സപ്ലൈ, ദ ന്യൂ ടെക്നോളജി വാസ് ഓട്ടോമാറ്റിക്കലി അപ്ലിക്കബിൾ ഇൻ ഏരിയാസ് വിച്ച് ഹാഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. പുതിയ തരത്തിലുള്ള വാട്ടർ സപ്ലൈക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. And need to ensure a steady and growing market surplus from agriculture to urban sector.
ഇതൊരു ഗ്രീൻ റവല്യൂഷൻ എന്ന ഒരു അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സുകളാണ്. വെറൈറ്റി സീഡ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ക്രൂഷ്യൽ എലമെന്റ് ഇൻ ദ HYV പാക്കേജ് വാസ് ദി സീഡ്. രണ്ടാമതൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഡിസൈൻഡ് ടു ഗീവ് മച്ച് ഹയർ ഈൽഡ് ഇൻ റെസ്പോൺസ് ടു ഫെർട്ടിലൈസർ യൂസ്. ഇത് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാൻ പാകത്തിലുള്ള ഹയർ ഈൽഡ് വെറൈറ്റി സീഡ്സുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. സീഡിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഷോർട്ടോ മെച്ചുറിംഗ് പീരീഡ് വിച്ച് എനേബിൾ ഡബിൾ ക്രോപ്പിംഗ്. ഈ മെച്ചുറിംഗ് പീരീഡ് ഷോർട്ടർ ആണെങ്കിൽ കൂടി എന്ത് നൽകുന്നു, അത് ഡബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ്, ഷോർട്ടർ സ്റ്റെം വിച്ച് കുഡ് ക്യാരി ദ ലോഡ് ഓഫ് എ ഹെവി ഡോസ് ഫെർട്ടിലൈസർ. അതിൻ്റെ സ്റ്റെം വളരെ ഷോർട്ടർ ആണെങ്കിലും പക്ഷേ അതെന്താണ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹെവി ഡോസ് ഫെർട്ടിലൈസർ താങ്ങാനുള്ള കഴിവ് എന്തിനുണ്ട്, ഇത്തരത്തിലുള്ള ഈ ഒരു സീഡിനുണ്ട് എന്നുള്ളതാണ്. ആൻഡ് മോർ റെസിസ്റ്റൻറ്റ് ടു ഡാമേജ് ഫ്രം വിൻഡ്. കാറ്റിൽ നിന്നുള്ള പ്രതിരോധ ശക്തി വളരെ കൂടുതലാണ്. അതിനുള്ളിൽ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലാർജർ ലീഫ് ആയിരിക്കും, അതിൻ്റെ ഇല വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഫോട്ടോസിന്തസിസ് പ്രക്രിയയ്ക്ക് വളരെയധികം സഹായകരമാണ്. മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ദീസ് ഹൈബ്രിഡൈസേഷൻ. ഇത്തരത്തിലുള്ള ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്, ഹൈബ്രിഡൈസേഷൻ എന്നാണ് പറയുന്നത്. Pollen from one strain of a crop plant is applied to another strain of the same crop plant to produce hybrid plant. ഇത്തരത്തിലുള്ള ഒരു രീതിയിലൂടെയാണ് എന്ത് നിർമ്മിക്കപ്പെടുന്നത്, ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ് നിർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള വീറ്റ് സീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 മെക്സിക്കൻ വെറൈറ്റീസ്. ഒന്നാമത് കല്യാൺ സോന ഒരു പ്രധാനപ്പെട്ട ഒരു വീറ്റ് വെറൈറ്റി സീഡായിരുന്നു. പിന്നെ HYV സീഡായിരുന്ന റൈസുമായി ബന്ധപ്പെട്ട് തായ്വാനിൽ ഒറിജിൻ ആയിട്ടുള്ള മറ്റൊരു IR8 എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഫിലിപ്പൈനിലാണ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇത് ഈ ഒരു സീഡ് യൂണിഫോം ആയിട്ട് ചില അഡോപ്റ്റ് ചെയ്യുന്നതിന് ചില ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് ഹൈബ്രിഡ് ക്രിയേറ്റഡ് ഇൻ ലബോറട്ടറീസ് ഡു നോട്ട് ബ്രീഡ് ഓട്ടോമാറ്റിക്കലി ടു പ്രൊഡ്യൂസ് സിമിലർ സീഡ്. ഈ ഹൈബ്രിഡ് സീഡുകളൊക്കെ ഉണ്ടാക്കുന്നത് ലബോറട്ടറീസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള വിത്തുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് വൺ, സീഡ് ഹാവ് നോട്ട് ഇവോൾവ് നാച്ചുറലി ഇൻ ദി സോയിൽ ഓവർ എ ലോങ് പീരീഡ് എന്നുള്ളതാണ്. ആൻഡ് തേർഡ് പോയിന്റ്, സ്റ്റഡി ഡിറ്റീരിയേഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് ന്യൂ സീഡ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നത്. HYV seeds were responsive to fertilizers intake. ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള സീഡുകളിൽ നിന്ന് പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. So we need to necessarily obtain great quantities of chemical fertilizers. The impact of the Green Revolution. Pattern of the output growth and instability. First in agricultural production and yield. പുതിയ ടെക്നോളജിയും അതുപോലെ തന്നെ സീഡും ഉപയോഗിച്ച് കൂടുതലായിട്ട് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുള്ളത്. The main objective was to increase the rate of growth of output and achieve increase in yield to compensate for the limit of expanding the area under cultivation. For all crop except wheat, growth rate of production have actually fallen. കാര്യമായി ഗോതമ്പ് മാത്രമാണ് പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റ് ക്രോപ്പുകളൊന്നും വേണ്ടത്ര രീതിയിൽ എന്തായില്ല, എഫക്റ്റീവായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് അഗ്രികൾച്ചറൽ ഇൻകം സ്ലോ ഡൗൺ ഇൻ ഗ്രോത്ത് റേറ്റ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിലും അഗ്രികൾച്ചറൽ ഇൻകത്തിലും വേണ്ടത്ര രീതിയിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. ഫെർട്ടിലൈസർ കൺസംപ്ഷൻ ഹാസ് ആക്ച്വലി ഫാളൻ പോസിബിളി ഡ്യൂ ടു ഹയർ പ്രൈസ്. ഈ ഫെർട്ടിലൈസേഴ്സ് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഹയർ പ്രൈസ് ആയിരുന്നുകൊണ്ട്. മറ്റൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത് എംപ്ലോയ്മെൻറ്റ് മെക്കനൈസേഷനിലാണ്. ന്യൂ ടെക്നോളജി ഹാസ് എ കോംപ്ലക്സ് എഫക്റ്റ് ഓൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്. That means HYV package require more labor input, especially in the time of sowing and harvesting. ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയത്തും സോയിങ്ങിൻ്റെ സമയത്തൊക്കെ കൂടുതൽ ലേബർ ഇൻപുട്ട് ആവശ്യമായി വന്നു. ലേബർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് മെക്കനൈസേഷൻ. ലാർജ് ഫാമേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ എംപ്ലോയ്മെൻറ്റ് വിളിക്കുന്നതിന് പകരമായിട്ട് കൂടുതൽ തൊഴിലാളികളെ വിളിക്കുന്നതിന് പകരമായിട്ട് പുതിയ തരത്തിലുള്ള ടെക്നോളജിക്കൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഉദാഹരണമായിട്ട് ട്രാക്ടേഴ്സ്, അതുപോലെ തന്നെ ജോലി എളുപ്പമാക്കുന്ന ഡിവൈസസുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതെന്തിലേക്ക് കാരണമായി, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുന്നതിന് കാരണമായി. കൂടാതെ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഭാസം ഇൻക്രീസ് ഇൻ വേജ് എംപ്ലോയ്മെൻറ്റ്. HYV പാക്കേജ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി,
വേജ് എംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചു എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് സീസണലി മൈഗ്രൻ്റ് ലേബേഴ്സ് എന്നുള്ള ഒരു സിസ്റ്റം വളർന്നു വന്നു. ഈ ഹാർവെസ്റ്റിംഗ് സീസണിൽ എന്ത് ചെയ്യുന്നു, ആളുകൾ ഈ കൃഷിയിടത്തിലേക്ക് വരുന്നു, മറ്റു സമയത്ത് വേറെ ഇടങ്ങളിൽ തൊഴിലെടുക്കുന്നതിനായിട്ട് പോകുന്നു. ആൻഡ് ഡിക്ലൈൻ ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്തു, അത് അഗ്രികൾച്ചറിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് തകർന്നു. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് നോട്ട് ഏബിൾ ടു അഡോപ്റ്റ് ന്യൂ ടെക്നോളജി. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് സ്മോൾ അതുപോലെ തന്നെ മാർജിനൽ ഫാമേഴ്സിന് എന്ത് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, പുതിയ തരത്തിലുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാറ്റങ്ങളാണ് അതിലുണ്ടായിട്ടുള്ള ചില ഇമ്പാക്റ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള ഔട്ട്പുട്ട് പ്രൈസ്, മാർക്കറ്റഡ് സർപ്ലസ് ആൻഡ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് കൺസംഷൻ എന്നതിലാണ്. ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദി ഗ്രീൻ റവല്യൂഷൻ സ്ട്രാറ്റജി വാസ് ദി ഔട്ട്പുട്ട് പ്രൈസിംഗ് പോളിസി. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഒരു നിശ്ചിത പ്രൈസ് നൽകുന്ന ഒരു നയം കൊണ്ടുവന്നു. ആൻഡ് അട്രാക്റ്റീവ് ഫോർ ഫാമേഴ്സ് ടു സെൽ പാർട്ട് ഓഫ് ദെയർ ഔട്ട്പുട്ട് ഇൻ ദ മാർക്കറ്റ്. അവർ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നം മാർക്കറ്റിൽ എന്നതിന് വേണ്ടിയിട്ട് കർഷകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. സെറ്റ് എ മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൈസ്. അവർ ഉൽപ്പാദിപ്പിച്ച ആ ഔട്ട്പുട്ടിന് ഒരു സർട്ടൻ എമൗണ്ട് ലെവല് ഒരു കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ട് സബ്സിഡി നൽകുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെത്തേഡ് അവർ വേണ്ട വിധത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡു നോട്ട് നോ അബൌട്ട് ദ ന്യൂ സീഡ്. ഈ ന്യൂ സീഡ്സിനെ കുറിച്ച് അവർക്ക് അത്രത്തോളം എന്തുണ്ടായിരുന്നില്ല, പരിചയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ദ ഹൈ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ റിക്വയർ ഇൻക്രീസ്ഡ് ക്യാഷ് ഔട്ട്ലേ. ഇത്തരത്തിലുള്ള ഒരു കൾട്ടിവേഷൻ എന്താവശ്യമാണ്, പണച്ചെലവുള്ള, അതുകൊണ്ട് തന്നെ ഇത് അവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇൻക്രീസ്ഡ് റിസ്ക് ഇൻവോൾവ് ഇൻ ദ ന്യൂ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ. ഒരു ട്രഡീഷണലി നമ്മൾ കൊണ്ടുവരുന്ന ഒരു റീജിയണൽ ആയിട്ടുള്ള ആ ക്രോപ്പിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ തരത്തിലുള്ള ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിസ്ക് എടുക്കാൻ ഈ സ്മോൾ ഫാമേഴ്സ് ആയിരുന്നില്ല. ഇത്തരം കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ സ്മോൾ ഫാമേഴ്സ് ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന അപ്രോച്ച് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന അപ്രോച്ച് എന്താണ്, അതിൻ്റെ വ്യാപ്തി സ്പ്രെഡ് ആയത് വളരെ ആണെന്ന് പറയാം. അത് ക്രോപ്പ് സ്പെസിഫിക് ആയിരുന്നു, അതുപോലെ തന്നെ റീജിയൻ സ്പെസിഫിക് ആയിരുന്നു, ക്ലാസ് സ്പെസിഫിക് ആയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ളത്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. One of the important process which the Green Revolution has helped to further is that of rural differentiation. That means it's leading to the emergence of a rich peasant class as well as growth of the rural working class. Middle or large farmers who benefited by adopting the HYV package have become both economically and politically more powerful. ഈ ഒരു HYV പാക്കേജ് അതിനുകൊണ്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത് മിഡിൽ ഓർ ലാർജ് ഫാമേഴ്സിനാണ്. അതിലൂടെ അവർക്ക് എക്കണോമിക്കലി അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുന്നതിന് ഈ ഇത്തരത്തിലുള്ള കൃഷി രീതി അവരെ സഹായിച്ചിട്ടുണ്ട്. അതേസമയം സ്മോൾ ഫാമേഴ്സിനെ വെച്ച് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെന്ത് ചെയ്തു തുടങ്ങി, ലാർജ് ഫാമേഴ്സിൻ്റെ അല്ലെങ്കിൽ മിഡിൽ ഫാമേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതേസമയം വൺ റൂറൽ വുമൺ ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ്സസ്, ദാറ്റ് മീൻസ് ടോട്ടൽ ഫീമെയിൽ എംപ്ലോയ്മെൻറ്റ് ഹാസ് ഇൻക്രീസ്ഡ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് റേറ്റ് ഫോർ വുമൺ വേർ ബിലോ ദോസ് ഫോർ മെൻ. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ സ്ട്രാറ്റജി വാസ് സെലക്റ്റീവ് ആൻഡ് ടാർഗറ്റ് എന്നുള്ളതാണ്. ഇതുകൂടാതെ ക്ലാസ് വൈസ് ഇനീക്വാലിറ്റി, എസ്പെഷ്യലി റീജിയൻ വൈസ് ഇനീക്വാലിറ്റി ഉണ്ടാക്കുന്നതിന് കാരണമായി. അത് തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രോപ്സും അതുപോലെ തന്നെ ഏരിയാസും വളരെ സെലക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് ദിസ് നെഗ്ലക്റ്റ് അതർ ക്രോപ്സ്, പെർട്ടിക്കുലർലി ഇൻഫീരിയർ സിറിയൽസ് ആൻഡ് പൾസസ്. അതെന്ത് ചെയ്തു, ചില പെർട്ടിക്കുലർ ക്രോപ്സിൽ മാത്രമാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് ഫോർമേഷൻ ഇൻ അഗ്രികൾച്ചർ. The agrarian class composition varies from region to region. ഓരോ റീജിയനിലും വ്യത്യസ്ത ക്ലാസ്സുകളാണ്, അഗ്രേറിയൻ ക്ലാസ്സുകളാണ് നിലനിൽക്കുന്നത്. ഇതിനുള്ള കാരണം സാമൂഹികവും സാമ്പത്തികവും അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ, പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഈ ഫാക്ടറുകളെല്ലാം ഓരോ റീജിയനിലും വ്യത്യസ്തമായതുകൊണ്ട് തന്നെയാണ്
ഈ അഗ്രേറിയൻ ക്ലാസ് വ്യത്യസ്തമായിരിക്കുന്നത്. ദ നാച്ചർ ഓഫ് ലാൻഡ് കൺട്രോൾ ആൻഡ് ലാൻഡ് യൂസ് വാരീസ്. ഈ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ അവിടെയുള്ള ലാൻഡിന് മുകളിലുള്ള കൺട്രോളും അതുപോലെ തന്നെ ആ ലാൻഡ് ഉപയോഗിക്കുന്നതിലും എന്തുണ്ട്, വ്യത്യസ്തത കാണാൻ സാധിക്കും. Introduction of machinery in agriculture and improved seeds and fertilizers, pesticide, etc. Variation in productivity in level. ഈ ഒരു സോയിലിലെ കണ്ടീഷൻ കൂടാതെ, അതായത് ആ പ്രൊഡക്ഷൻ ലെവല് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ സോയിലിന് എന്തുണ്ട്, ഒരു പങ്കുണ്ട്. അതേപോലെ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്ന മെഷീനറി, അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉപയോഗിക്കുന്ന മെഷീനറി, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ് വ്യത്യസ്തത കാണാനും അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റീവ് ലെവലിൽ എന്തുണ്ടാകും, ചില ഡിഫറൻസിയേഷൻ കാണാനും സാധിക്കുന്നു. ലാൻഡ് റിഫോം എഫക്ട്സ് ലാൻഡ് ഹോൾഡിംഗ് പാറ്റേൺ. എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലാൻഡ് റിഫോമിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഈ ഒരു ലാൻഡ് ബോർഡ് ഉടമസ്ഥാവകാശത്തിൽ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ആ പാറ്റേണിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്റഗ്രേഷൻ വിത്ത് ദി മാർക്കറ്റ് ഫോഴ്സസ്, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, റോഡ്സ്, റെയിൽവേ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഡെവലപ്മെന്റ് മെഷേഴ്സ് ടു ഇൻഫ്ലുവൻസ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ. അതേപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ മെഷേഴ്സുകൾ കൊണ്ടുവന്നതൊക്കെ എന്ത് ഈ ക്ലാസ് സ്ട്രക്ചറിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായും രണ്ട് അഗ്രേറിയൻ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഫ്യൂഡലിസ്റ്റിക് അഗ്രേറിയൻ സിസ്റ്റം, മറ്റൊന്ന് എന്താണ്, ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സിസ്റ്റമാണ്. എന്താണ് ഫ്യൂഡലിസ്റ്റിക് അഗ്രേറിയൻ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ, families generally owning or controlling substantially large areas of land who do not directly engage in cultivation. ഫാമിലീസ് എന്താണ്, ആ ഒരു ലാൻഡിന്റെ ഉടമസ്ഥരായിരിക്കും, അതേസമയം തന്നെ ആ വലിയൊരു മേഖല അവരുടെ നിയന്ത്രണത്തിലും ആയിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് കൾട്ടിവേഷൻ എന്ന ആ ഒരു പ്രക്രിയയിലേക്ക് അവർ എത്തിച്ചേരുന്നില്ല. ഔട്ട് ദെയർ ലാൻഡ് ടു കൾട്ടിവേറ്റിംഗ് ടെനൻസ്. ഇവർക്ക് അവരെന്ത് ചെയ്യുന്നു, അത് പാട്ടത്തിനായി നൽകുന്നു. പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ലാൻഡ് ഈസ് ത്രൂ റെന്റ് പെയ്ഡ് ബൈ ദി ടെനന്റ്. അതിലെ അവരുടെ പ്രധാനപ്പെട്ട ഇൻകം, പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ഈ ടെനന്റ് കുടിയാൻ നൽകുന്ന റെന്റ് ആണ്. അത് അവരുടെ പ്രധാനപ്പെട്ട ഇൻകം ആയിട്ട് വരുന്നത്. അത് ചിലപ്പോൾ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ അത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഒരു ഭാഗമായിട്ടോ ഒക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, അത് സ്വീകരിക്കുന്നത്. വിഭാഗത്തിൽ തന്നെ നമുക്ക് പ്രധാനമായും 3 തരത്തിലുള്ള പെസന്റ് സിസ്റ്റത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ റിച്ച് പെസന്റ് എന്ന് പറയുന്ന വിഭാഗമാണ്. സെക്കൻഡ് വൺ മിഡിൽ പെസന്റ്, തേർഡ് വൺ പുവർ പെസന്റ്. ബോട്ടം ഓഫ് ദ ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ, അഗ്രികൾച്ചർ ലേബർ ഹൗസ് ഹോൾഡ് ഹു ഹാവ് ഓൺലി ദെയർ ലേബർ ടു സെൽ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷനിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആ ഒരു ക്ലാസ്സിന് അവരുടെ തൊഴിൽ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, പ്രധാനമായിട്ടും വയ്ക്കാൻ കഴിയുന്നുള്ളൂ. ഇത് പ്രധാനമായി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. കാഷ്വൽ ഹയർഡ് ഓൺ ഡെയിലി വേജസ് ഓൺ പീസ് റേറ്റ്. സെക്കൻഡ് പോയിന്റ്, അറ്റാച്ച്ഡ് ലേബേഴ്സ് ഹയർഡ് ഓൺ ഫീൽഡ് ഓർ ലോങ്ങർ ടേം ലേബർ ആൻഡ് പേയ്മെന്റ് അറേഞ്ച്മെന്റ്. ഇങ്ങനെ ഈ ഒരു ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് ഈ ഒരു ബോട്ടം ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. യൂഷ്വലി ലഭിക്കുന്ന വേതനം എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റിനേക്കാൾ വളരെ കുറവായിരിക്കും. There are partial or total restriction on seeking alternative employment in the labor market. ഒരു അഗ്രേറിയൻ സിസ്റ്റമാണ് ക്യാപിറ്റലിസ്റ്റിക് അഗ്രേറിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. It is very difficult to distinguish between the elements of feudalism and the capitalist agrarian system. In terms of farmer, he have at the same time right of cultivation. He make his decision about what to grow and on which area of his farmland. Farmer ആണ് what to grow അതുപോലെ തന്നെ which area എന്നിവയൊക്കെ തീരുമാനിക്കുന്ന ആദ്യം തന്നെയാണ് farmer തന്നെയാണ്. This decision is based on how much profit he able to make out of the prevailing or projected market prices of different crops, given his knowledge, expertise, ability of financial resources. അദ്ദേഹത്തിൻ്റെ നോളജും എക്സ്പെർട്ടൈസും ഫിനാൻഷ്യൽ റിസോഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം
പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഫാർമർ ഗിവ് പ്രിയോറിറ്റി ടു ദി ക്രോപ്പ് വിച്ച് ഫെച്ച് ഹിം എ ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. ഏറ്റവും കൂടുതൽ ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ലഭിക്കുന്ന ക്രോപ്പിനാണ് ആര് പ്രാധാന്യം കൊടുക്കുന്നത്? ഈ ഒരു റിച്ച് ഫാർമർ പ്രാധാന്യം കൊടുക്കുന്നത്. He give more in priority to commercial crops rather than food crops. Unless laborers, family are free to sell their labor power in the labor market in return for the wage. The next ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് the technological changes and their impact എന്നുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഭൂമിയിൽ, കൈവശമുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, കൾട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് റെന്റിന് നൽകുന്നതാണ് ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ദേ ആർ ട്രൈ ടു റെന്റഡ് ഔട്ട്. കൂടാതെ ലാർജ് നമ്പർ ഓഫ് സ്കീംസും പ്രോജക്റ്റുകളും റൂറൽ ഏരിയയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദ അക്സെപ്റ്റൻസ് ആൻഡ് അപ്ലിക്കേഷൻ ടെക്നോളജി ഇൻപുട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫുള്ളി മൊബിലൈസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അറ്റ് ദി ഗ്രാസ് റൂട്ട് ലെവൽ. ഈ ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജിയുടെ അപ്ലിക്കേഷൻസും ടെക്നോളജി ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഒരു ഗ്രാസ് റൂട്ട് ലെവലിലെ ഒരു ആക്സെപ്റ്റൻസ് ആണ് ലഭിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? വി നീഡ് ടു മൊബിലൈസ് ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. ഇത്തരം ഉപകരണങ്ങൾ, ടെക്നോളജി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ചില ആളുകളിൽ നിന്ന് ആ ടെക്നോളജി ഉപയോഗിച്ചത് കൊണ്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോഴാണ് പുതിയ റിസർച്ചിലേക്കും പുതിയ ഇന്നോവേഷനിലേക്കും നമ്മൾ എത്തിച്ചേരുന്നത്. റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യുക? പുതിയ തരത്തിലുള്ള ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത്തരത്തിലൂടെ റൂറൽ ഏരിയാസിൽ എന്ത് കൊണ്ടുവരാൻ പറ്റും? ചില മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഷുഡ് ബി ലേബർ ഇൻറ്റൻസീവ്, involve maximum utilization of local resources, use renewable sources of energy and materials, minimum destructive impact on the environment, be adaptable to local socio-economic and cultural conditions. നമ്മൾ പുതിയതായി രൂപം നൽകുന്ന ടെക്നോളജി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ആറാമത്തെ യൂണിറ്റാണ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് peasantry. The land ownership distribution display 3 agrarian production relation. First one, owner cultivator. Second one, leaseholder. Third one, sharecropper. Owner cultivator means one who owns and operates his own land. അവരുടേതായിട്ടുള്ള ഭൂമി അവർക്കുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഭൂമിയിൽ തൊഴിലെടുക്കുന്നു. Leaseholder cultivate land on lease without owning it, pays to the owner of land either in cash or in kind as per the terms of payment fixed by the landlord orally or documentary. ഭൂമിയിൽ കൾട്ടിവേറ്റ് ചെയ്യുകയും, പക്ഷെ അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുടെ സ്വന്തം ഒന്നുമല്ല, ഈ ഓണർക്ക്, അതായത് ഭൂമിയുടെ ഓണർക്ക് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തി നൽകേണ്ടതായിട്ടുണ്ട്. അത് ഓറലി അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ആയിട്ട് അറ്റ് ദ ടൈം ഓഫ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഷെയർ ക്രോപ്പർ, വൺ ഹു ഡസ് നോട്ട് ഓൺ ലാൻഡ് ബട്ട് കൾട്ടിവേറ്റ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വൽ കോൺടാക്ട്. അദ്ദേഹത്തിന് ഷെയർ ക്രോപ്പേഴ്സിന് ഉണ്ടായിരിക്കില്ല, ആ ലാൻഡിൽ അധികാരമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു? അവർ ഒരു മ്യൂച്വൽ കോൺടാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിഭൂമിയിൽ ജോലി ചെയ്യുന്നു. 2 കാറ്റഗറീസ് ആണുള്ളത്, ലാൻഡ് ഓണിങ് കൾട്ടിവേറ്റേഴ്സും ടെനന്റ് കൾട്ടിവേറ്റേഴ്സും. അതുപോലെ ലാൻഡ് ഓണിങ് കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ വേജ് ലേബറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ടെനന്റ് കൾട്ടിവേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഫാമിലി ലേബറാണ്. ദ ടെക്നിക്കലി വാരി ഫ്രം വൺ കാറ്റഗറി ഓഫ് ലാൻഡ് ഓണിങ് കൾട്ടിവേറ്റേഴ്സ് ടു അനദർ. അവർ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണ്? വളരെ വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഫാമിംഗ് ഈസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയം മാർജിനൽ, സ്മോൾ, മീഡിയം ആൻഡ് ലാർജ് എന്നിങ്ങനെ നമുക്ക് അവിടെ ഒരു കാറ്റഗറൈസേഷൻ കാണാൻ സാധിക്കും. ഇവിടെ വർക്കേഴ്സ് അഗ്രികൾച്ചറൽ ലേബറർ എന്നുള്ള രീതിയിലാണ്. എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഡയലക്റ്റിക് ഓഫ് ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് ടെനൻസി റിലേഷൻ. ഈ ഓണർഷിപ്പിൻ്റെയും അതുപോലെ തന്നെ ടെനൻസി റിലേഷൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു ലാൻഡ് ഓണിങ് കൾട്ടിവേറ്റേഴ്സ് നിലനിൽക്കുന്നത്. എന്നാൽ ടെനന്റ് കൾട്ടിവേറ്റേഴ്സ് നിലനിൽക്കുന്നത്
exist because of the operation of a dual mode of production. ടെക്നിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെനന്റ് കൾട്ടിവേറ്റേഴ്സ് നിലനിൽക്കുന്നത്. Process and pattern of change. Agrarian structure of land ownership and production relation changed. ലാൻഡ് ഓണർഷിപ്പും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ റിലേഷൻസും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 3 മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. പ്രധാനമായിട്ടും നാഷണൽ സാമ്പിൾ സർവേ, ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ സെൻസസ്, ഓൾ ഇന്ത്യ റൂറൽ ഡെപ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സർവേ ബൈ ദി RBI. ഈ 3 സോഴ്സിൽ ഇവരുടെ നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായി അവർ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, the proportion of landless household declined. Second one, the proportion of household owning less than 10 acre holding and the share of their owned are increased. Third point, the proportion of household owning more than 10 acre of holding went down. ഈ പ്രധാനപ്പെട്ട 3 ഫൈൻഡിങ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് the land ownership is still concentrated in the large farm sector of the economy. ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ വളരെ ഉള്ള ഒന്ന് തന്നെയാണ്. At the same time, there is a trend of decline in the magnitude of tenancy and landless poor in rural India. The decline in landless household is attributed to the distribution of some surplus land acquired by the government through land reform measures. ഗവൺമെന്റിന്റെ ലാൻഡ് റിഫോം മെഷേഴ്സിലൂടെ എന്ത് ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്? ലാൻഡ്ലെസ് ഹൗസ് ഹോൾഡുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂദാൻ മൂവ്മെന്റ് ഇതിനൊരു ഹൗസ് ഹോൾഡ് ഇല്ലാതാക്കുന്നതിന് പ്രവർത്തിച്ചിട്ടുള്ളത്. മറ്റൊരു, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെനൻസി ഡിക്ലൈൻഡ് ബിക്കോസ് ഓഫ് അബോളിഷൻ ഓഫ് ദ സെമിൻഡാരി സിസ്റ്റം. Subdivision of land owing to growing pressures of population of land and split of joint family system. Selection process and defensive strategies. ഏകദേശം 1960 കൂടി ചില റീജിയൻസിൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറിൽ പ്രൊഫൗണ്ട് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. HYV ടെക്നോളജി അഡോപ്റ്റഡ് ബൈ ഫാമേഴ്സ് or the introduction of new agricultural strategy. പുതിയ തരത്തിലുള്ള HYV പാക്കേജ് ആര് സ്വീകരിച്ചു? ഫാമേഴ്സ് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് ഈ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജിയിലും അഗ്രികൾച്ചറിൻ്റെ ഔട്ട്പുട്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റം ഉണ്ടായിട്ടുണ്ട്. ന്യൂ ടെക്നോളജി, ക്വിക്ക് യീൽഡിംഗ് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ ലീഡിംഗ് ടു ദി ഗ്രീൻ റവല്യൂഷൻ. ദ യൂസ് ഓഫ് ന്യൂ ഫാം ടെക്നോളജി more favorable and beneficial to those farmers owning and operating small marginal size of holding. അവർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ദ ലാർജർ സോഷ്യൽ ഓർഡർ. പ്രിവിലേജ് ആൻഡ് ഡിപ്രിവേഷൻ. അഗ്രേറിയൻ സൊസൈറ്റിയുടെ 2 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രിവിലേജ് ആൻഡ് ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. അവകാശവും അതുപോലെ തന്നെ അധിഷ്ഠിതാവസ്ഥയും. ഹൈറാർക്കിക്കൽ സിസ്റ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു? കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. അത് അഗ്രേറിയൻ പ്രൊഡക്ഷനിലും അത്തരത്തിലുള്ള ഒരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. ദ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ ഓഫ് ലൈഫ് എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സ്. ഇവരുടെ ജീവിത സാഹചര്യത്തിൽ എന്തുണ്ട്? അവരുടെ സ്റ്റൈൽ ഓഫ് ലിവിങ്ങിൽ നിന്നുണ്ട് ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രസ്, അതുപോലെ തന്നെ ഹൗസിംഗ്, ഡ്രസ്സ്, മറ്റൊന്ന് സ്പീച്ച് ആൻഡ് മാനേഴ്സ്, ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ. ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനീക്വാലിറ്റീസ് ഓഫ് പ്രോപ്പർട്ടി എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഇൻകം, പ്രിവിലേജ് ആൻഡ് പവർ. നമ്മുടെ ഒരു ഇനീക്വാലിറ്റി, ഒരു തുല്യമല്ലാത്ത ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി പ്രോപ്പർട്ടിയുടെ കാര്യത്തിലായാലും ഇൻകത്തിൻ്റെ കാര്യത്തിലായാലും പ്രിവിലേജസ്, പവർ, ഇവരൊക്കെ ഈ ഒരു ടേംസിലൊക്കെ എന്തുണ്ട്? അവിടെ ഒരു ഇനീക്വാലിറ്റി ആ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അഗ്രേറിയൻ ഹൈറാർക്കി ആൻഡ് ഹൈറാർക്കി ഓഫ് കാസ്റ്റ്. ഈ അഗ്രേറിയൻ ഹൈറാർക്കിക്ക് അതുപോലെ തന്നെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിന്, കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിന് ഒരു ഉദാഹരണം നമുക്ക് മലബാറിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു കാസ്റ്റ് ഹൈറാർക്കി, അഗ്രേറിയൻ ഹൈറാർക്കി അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അവിടെ നിലനിന്നിരുന്ന ഹൈറാർക്കിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും ഉയർന്ന ഹൈറാർക്കിയിലുണ്ടായിരുന്നത് നമ്പൂതിരി ബ്രാഹ്മിൻസ് ആണ്. അവരെന്താണ്? നോൺ കൾട്ടിവേറ്റേഴ്സ് ആണ്. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്.
ഈ നമ്പൂതിരി ബ്രാഹ്മിൻസിന്റെ അതേലുള്ള ഭൂമി ആര് നായർ കാസ്റ്റ് എന്ത് ചെയ്യുന്നു പാട്ടത്തിന് ലീസിനെടുക്കുന്നു. ലെവൽ ദ ഡൊമിനന്റ് ലാൻഡ് ഓണിംഗ് ഗ്രൂപ്പ് പൊസിഷൻ അറ്റ് ദി മിഡിൽ നോട്ട് ടോപ്പ് ഓഫ് ദി കാസ്റ്റ് ഹൈറാർക്കി. നിലനിൽക്കുന്ന ഡൊമിനന്റ് ആയിട്ടുള്ള കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് ഓണിംഗ് ഗ്രൂപ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് മിഡിൽ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. അവരെന്തല്ല കാസ്റ്റ് ഹൈറാർക്കിക്ക് മുകളിലായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പല്ല. This fact is of considerable importance because of new political order in India has very rapidly brought this dominant peasant the new political order in India. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പുതിയൊരു പൊളിറ്റിക്കൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമായി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് ന്യൂ സോഷ്യൽ ഓർഡർ, ലിറ്റിൽ സെല്ലിംഗ് ഓഫ് ലാൻഡ് ഇൻ വില്ലേജ്. ഇവരുടെ ഫലമായിട്ട് ഗ്രാമങ്ങളിൽ എന്ത് ഭൂമി ചെറിയ തോതിൽ വിൽക്കാൻ തുടങ്ങി. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ബ്രിട്ടീഷ് റൂളാണ്. അവരെന്ത് ചെയ്തു, ലാൻഡ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറ്റി. ലാൻഡ് എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറിയതോടെ എക്കണോമിക് സിറ്റുവേഷനിലും ആയിട്ടുള്ള ചേഞ്ച് സമൂഹത്തിൽ സംഭവിച്ചു. ടെനൻസി, ലാൻഡ് റിഫോംസ് ആൻഡ് ചേഞ്ച് ഇൻ ദി സോഷ്യൽ ഓർഡർ. Concentration in land and inequality involved in landlord-tenant relations. ലാൻഡ്ലോഡ്-ടെനന്റ് റിലേഷൻസിൽ എന്തുണ്ടായിരുന്നു? നമുക്ക് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ദർ ഇസ് എ ഇനീക്വാലിറ്റി എന്നുള്ളതാണ്. അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു ഇനീക്വാലിറ്റി നിലനിന്നിട്ടുണ്ടായിരുന്നു. സോ വി കുഡ് സീ എ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റീസ് ബിറ്റ്വീൻ ദി ലാൻഡ്ലോഡ്സ് ആൻഡ് ടെനന്റ്. The first phase of land reforms in India was concerned with the abolition of the zamindari system. ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണത്തിൽ ആദ്യമായിട്ട് അതിന് പരിഗണന കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അബോളിഷൻ ഓഫ് ദ സെമീന്ദാരി സിസ്റ്റം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറി ഇൻട്രസ്റ്റ് അതുപോലെ എന്നുള്ളതാണ്. ആ ഒരു ഇടനിലക്കാരനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ബ്രിങ് കൾട്ടിവേറ്റേഴ്സ് ഇൻ ടു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റേറ്റ്. കൾട്ടിവേറ്റർ term can be defined legally defined and socially and economically a range of reference. The cultivator എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം നമുക്ക് ഫാമിലി ലേബർ ഉപയോഗിച്ച് ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് എന്താ അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് പറയുന്നത് കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ദോസ് ഹു ഹോൾഡിംഗ് ലാർജ് ലാൻഡ് ഓപ്പറേറ്റഡ് ബൈ ടെനന്റ് അറ്റ് വിൽ, അവരുടെ കീഴിൽ ടെനൻസിനെ വെച്ചുകൊണ്ട് ചെയ്യുന്നവർ കൾട്ടിവേറ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതിന് 2 ഡയമെൻഷൻസ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇൻ ഫാക്ട് in this system zamindari abolition did not and could not create a socially homogeneous class of cultivators. The new law enacted in different stages, but they confronted 2 major problems. First one is either regulate or abolish such forms of tenancy as had not been taken care by the earlier legislation. Second one, reduce further the concentration of land ownership by imposing ceiling on existing holding as well as on further acquisition. കർഷകരുടെ ശരിയായ പ്രശ്നം എന്ത് ചെയ്തിട്ടില്ല, വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിവിധ സ്റ്റേറ്റുകൾ ഈ പരിഷ്കരണ, അതായത് ഭൂപരിഷ്കരണ നിയമങ്ങൾ അവരുടെ സാമൂഹിക സാഹചര്യത്തിനും അവരുടെ പ്രത്യേക പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കി. അതിനാൽ ഓരോ സ്റ്റേറ്റിലും ഈ പരിഷ്കരണത്തിന്റെ വിജയം എന്ന് പറയുന്നത് വിവിധ തരത്തിലായിരുന്നു. പ്രത്യേകിച്ചും അവിടെയുള്ള രാഷ്ട്രീയ പ്രശ്നത്തിന്റെയും ഭരണപരമായ എഫിഷ്യൻസിയെയും ഇത് ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ലാൻഡ് റിഫോം ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് റെന്റേഴ്സ്. ഈ ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണം എന്നതോടുകൂടി എന്തിന് കാരണമായി? ഈ റെന്റേഴ്സ് എന്ന വിഭാഗം അതിന്റെ പതനത്തിന് കാരണമായി. The last 15 years witnessed the decline of many big zamindar, talukdar and jagirdaars. ഈ ഒരു 50 വർഷം പിറകോട്ടിലെടുത്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഈ സമീന്ദാർമാരും താലൂക്ദാർമാരും ജാഗിർദാർമാരുടെ ഒക്കെ ഒരു പതനം കാണാൻ സാധിക്കും. റൂറൽ ബംഗാളിലൊക്കെ ഈ ജമീന്ദാർമാർ, അത് ലാർജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്മോൾ ആയിക്കോട്ടെ, അവരുടെ ഒരു സുപ്രീമസി, അവരുടെ ഒരു ആധിപത്യം എന്ന് പറയുന്നത് ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. അവർ ആ സമൂഹത്തിൽ എക്കണോമിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും വളരെ ഡൊമിനൻ്റ് ആയിട്ട് നിന്നുള്ള ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, ഈ പിന്നീടുള്ള കാലഘട്ടത്തിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
അവരുടെ ആ ഒരു പൊസിഷനിൽ എന്ത് സംഭവിച്ചു? മാറ്റം സംഭവിച്ചു. ജമീന്ദാർമാരെല്ലാം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഈ ഒരു പാർട്ടീഷന് ശേഷം ഗവൺമെന്റ് ഒക്കുപൈ ചെയ്തിരുന്നു. ട്രഡീഷണൽ അഗ്രേറിയൻ ഹൈറാർക്കി characterized not only by the large size of their estate but also by the fact that they were predominantly renters. Not all big landowners were renters. However, small landowners ചില ജാതിയിൽപ്പെട്ട ഓണേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എഡ്യൂക്കേഷൻ നേടുകയും അവർ അർബൻ സെൻറ്റേഴ്സിൽ ജോലിക്കായിട്ട് പോവുകയും ചെയ്തു. ന്യൂ പാറ്റേൺ ഓഫ് ലാൻഡ് ഓണർഷിപ്പ്. The demand for land continued to be very high and existing law on ceiling allow partition within the family or kin group. ഈ ഭൂമിക്കുള്ള ആവശ്യകത എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യകാലം മുതൽ തന്നെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിലേക്ക്? ഇന്നത്തെ നിലവിലുള്ള നിയമത്തിനനുസരിച്ച് എന്തിനു സാധ്യമാണ്? അവർ ഇത് പാർട്ടീഷന് ഈ ഫാമിലിയിലെ അല്ലെങ്കിൽ കിൻ ഗ്രൂപ്പിൻ്റെ അവർക്ക് ഈ പാർട്ടീഷന് ഇരിക്കുന്നുണ്ട്. In past, zamindars had extensive properties and over the rest of the land they had right mainly of revenue collection, not of cultivation. അവരെ നമുക്കറിയാം പാസ്റ്റ് ആദ്യ കാലഘട്ടത്തിൽ ജമീന്ദാറിൻ്റെ കയ്യിലായിരുന്നു കൂടുതലായിട്ട് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തു? അവർ റവന്യൂ കളക്ഷന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് റെന്റിന് കൊടുക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ നൽകുന്ന ഭൂമിയിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്യുന്നതിനുള്ള അധികാരം ഇവർക്ക് ഉണ്ടായിരുന്നു. But one of the fact that it is difficult to give a precise idea of change even in the way of distribution with land in a land ownership. The National Sample Survey അവരുടെ ഒരു ഡാറ്റ അനുസരിച്ച് 1953-54 അതുപോലെ തന്നെ 59-60-61 കാലഘട്ടത്തിൽ അടിസ്ഥാനത്തിൽ സർവേയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ ദീസ് ഡാറ്റ ഡു നോട്ട് ഷോ എനി റാഡിക്കൽ ചേഞ്ച് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓപ്പറേഷണൽ ഹോൾഡിംഗ് എന്നുള്ള ഒരു ഫൈനലൈസേഷനിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. അതേസമയം തന്നെ enterprising farmers already in possession of medium to large holding are showing a tendency to buy land. ഈ ഒരു enterprising farmers എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭൂമി വാങ്ങുന്നതിനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ്. leads to the rapid rise both in return from land and in its price. Weakening of hierarchical distinction. The new type productive arrangement are less hierarchical than in the old. ഇപ്പോഴത്തെ ഒരു ഹൈറാർക്കിക്കൽ പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ അഗ്രേറിയൻ സിസ്റ്റത്തിലെ ഹൈറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റ് ആദ്യമുള്ളതിനെ പോലെ ഒന്നും അത്ര റിജിഡായിട്ട് നിലനിൽക്കുന്നില്ല. എക്കണോമിക് ലാൻഡ് ലോർഡ് ആസ് ഓപ്പോസിറ്റ് ടു ഹിസ് ഫ്യൂഡൽ കൗണ്ടർ പാർട്ട്. ഇന്നത്തെ ഒരു എക്കണോമിക് അല്ലെങ്കിൽ ലാൻഡ് ലോർഡ്സ് എന്ത് ചെയ്യുന്നില്ല? ഒരു ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫ്യൂഡൽ സിസ്റ്റം അത്തരത്തിലുള്ള ഒരു സിസ്റ്റം പിന്തുടരുന്നില്ല. സോ ദ ലാൻഡ് ഓണേഴ്സ് സംടൈംസ് എൻഗേജ് മോർ ഡയറക്ട്ലി ഇൻ വർക്ക്. നമുക്ക് ചിലപ്പോൾ ഈ ലാൻഡ് ഓണേഴ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തൊഴിലെടുക്കുന്നതിനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കി കാണാം, ലാൻഡ് ഓണേഴ്സ് ഡ്രൈവ് ദ ട്രാക്ടർ ഇറ്റ് സെൽഫ്. അവർ തന്നെ ചിലപ്പോൾ ട്രാക്ടർ അതുപോലെ തന്നെ മറ്റ് കൃഷിയിടങ്ങളിലെ ജോലികളിൽ അവർ ഏർപ്പെടുന്നു. സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ landlords and tenant are becoming less rigid. Does not mean that all distinctions are disappearing. ഇതിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ പൂർണ്ണമായും ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഗ്രേറ്റ് ഇനീക്വാലിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്. അവിടെ എന്തുണ്ട്? ഈ ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ എപ്പോഴും എന്ത് നിലനിൽക്കുന്നുണ്ട്? ഒരു ഇനീക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ. ഇനീക്വാലിറ്റീസ് ഇൻ ദ ന്യൂ അഗ്രേറിയൻ സിസ്റ്റം. Farming would increase and not reduce inequality between classes. ഫാമിംഗ് ഇൻക്രീസ് ചെയ്യപ്പെട്ടു, പക്ഷേ എന്തില്ല? ഈ ഇനീക്വാലിറ്റി, ക്ലാസ്സുകൾ തമ്മിലുള്ള ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇൻക്രീസിങ് ഐദർ ദ എമൗണ്ട് ഓഫ് ലാൻഡ് ഓൺഡ് ഓർ എമൗണ്ട് ഓഫ് ലാൻഡ് ലീസ്ഡ് ഓർ ഇൻ ബോത്ത്. ചിലപ്പോൾ അത് എങ്ങനെയൊക്കെ ആവാം? ചിലപ്പോൾ ആ ഒരു ഇനീക്വാലിറ്റി നിലനിൽക്കുന്നത് എമൗണ്ട് ഓഫ് ലാൻഡ് ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം, അല്ലെങ്കിൽ ലാൻഡ് എമൗണ്ട് ഓഫ് ലാൻഡ് ലീസിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ആവാം. എന്നിരുന്നാലും ഒരു ക്ലാസ് ഇനീക്വാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിലനിൽക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ബിക്കം ക്യാപിറ്റലൈസ്ഡ് എ ന്യൂ ബേസിസ് ഓഫ് ഇനീക്വാലിറ്റി ഈസ് ഇൻട്രസ്ഡ്. അത് അഗ്രികൾച്ചർ ബിക്കം എന്തായി മാറിയത്? ഒരു ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് മാറിയത്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യലൈസ്ഡ് ആയി മാറിയത് കൊണ്ട് തന്നെ ഒരു പുതിയ തരത്തിലുള്ള ഒരു ഇനീക്വാലിറ്റിയാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്.
And structurally, the problem of inequality in terms of three pairs of category. നമുക്ക് ഈ ഒരു സ്ട്രക്ചറൽ ആയിട്ട് നമുക്ക് ഘടനാപരമായിട്ട് ഈ ഇനീക്വാലിറ്റി എന്ന ഒരു പ്രശ്നത്തെ നമുക്ക് മൂന്ന് പേയേഴ്സ് ഓഫ് കാറ്റഗറി ആയിട്ട് ഈ ഒരു ഇനീക്വാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് the landlords and tenant. Second one, big farmers or smaller peasant. And third one is land owner and agricultural laborer. ഇതിലെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ലാൻഡ് ഓണർ ആൻഡ് അഗ്രികൾച്ചറൽ ലേബറർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. The relationship between landowner and agricultural laborer will remain an important one throughout the country for many years to come. There is a large class of landless people in the agricultural section. ഇപ്പോഴും നമുക്ക് ഈ ഒരു അഗ്രികൾച്ചറൽ സെക്ഷനിൽ ലാൻഡ്ലെസ് ആയിട്ടുള്ള പീപ്പിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഒരു ക്ലാസ്സിനെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. New pattern of stratification. Today, possession of resources other than land is becoming increasingly important for the success of large-scale farming. ഇന്നത്തെ സാഹചര്യത്തിൽ ലാൻഡിനേക്കാൾ ഉപരി റിസോഴ്സസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു ലാർജ് സ്കെയിൽ ഫാമിങ്ങിന്റെ സക്സസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്, പവർ ത്രഷേഴ്സ് ആസ് വെൽ ആസ് ക്യാപിറ്റൽ ഇൻ അതർ ഫോംസ്. ഇത്തരത്തിലുള്ള ഇതാണ് ഒരു റിസോഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രാക്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റ് ടെക്നോളജിക്കൽ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആ റിസോഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. Today, land itself has becoming in the market much more important. ഇന്ന് ലാൻഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇന്നത്തെ മാർക്കറ്റിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കമോഡിറ്റി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ആദ്യകാലത്തിനേക്കാൾ വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് ഇന്ന് എന്തിനു കൊടുക്കുന്നത്, ലാൻഡിന് നൽകപ്പെടുന്നത്. അട്രാക്റ്റിംഗ് പീപ്പിൾ വിത്ത് വൈഡർ വെറൈറ്റി ഓഫ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് പുതിയ തരത്തിലുള്ള ക്ലാസ് ഫാമേഴ്സ് കാസ്റ്റിന്റെയോ അല്ലെങ്കിൽ ട്രഡീഷണൽ സ്ട്രാറ്റയുടെ കാര്യത്തിലല്ല എന്ത് ചെയ്യുന്നത്, ആളുകളെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അതിന്റെയും എക്സ്പീരിയൻസിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത്. റിട്ടയർഡ് ഫ്രം ദ സിവിൽ ഓർ മിലിറ്ററി സർവീസസ് ആൻഡ് ഹാവ് ഇൻവെസ്റ്റഡ് ദ സേവിംഗ് ഇൻ ലാൻഡ്. ഈ ഗവൺമെന്റ് സർവീസുകളിൽ നിന്നൊക്കെ വിരമിച്ച ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ സേവിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ലാൻഡിൽ നിക്ഷേപിക്കുന്നുണ്ട്. So a new type of gentleman farmers often successfully use their wide range of knowledge, experience and social contacts to develop viable organization on their farms. എന്ത് ചെയ്യുന്നു, പുതിയ ഫാമേഴ്സ് അവരുടെ നോളജിന്റെയും അവരുടെ എക്സ്പീരിയൻസിന്റെയും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ കോണ്ടാക്റ്റിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ ടെക്നിക്സുകളൊക്കെ അവരുടെ ഫാമുകളിൽ ഉപയോഗിച്ചുകൊണ്ട് അത് സക്സസ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഫാമർ വരുന്നത് ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി മേഖലകളിൽ നിന്നാണെങ്കിൽ അവരുടെ അറിവ്, അവരുടെ പ്രവൃത്തി പരിചയമെല്ലാം ഈ കാർഷിക മേഖലയിൽ അവർക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. ഇൻക്രീസിംഗ്ലി ലാർജ് നമ്പർ ഓഫ് ന്യൂ ഫാമേഴ്സ് ആർ പെർട്ടിക്കുലർലി അറ്റ് ടോപ്പ്. They are acquiring a multifunctional character. They constitute a stratum of people who seek not only to organize agriculture as an enterprise but also invest in a variety of different enterprise. ഇത്തരത്തിലുള്ള പുതിയ ഫാമേഴ്സ് ഒരു അഗ്രികൾച്ചറൽ സെക്ടറിനെ, അഗ്രികൾച്ചറൽ എന്റർപ്രൈസസിനെ ഓർഗനൈസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നു, വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെന്റ് എന്റർപ്രൈസിൽ എന്ത് ചെയ്യുന്നു, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നൽകുന്നു എന്നുള്ളതാണ്. റിലിജിയൻ ഇൻ പെസന്റ് സൊസൈറ്റി. ഹ്യൂമൻ ബീയിങ് വാസ് എ റിലീജിയസ് ക്രീച്ചർ. മതം എന്ന് പറയുന്നത് മനുഷ്യനുമായി അടുത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. Religion, morality formulate and shape the social control, means or effective guide of human behavior. റിലീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ മൊറാലിറ്റി ഫോർമുലേറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ, അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ ഗൈഡ് ചെയ്യുന്നതിലൊക്കെ റിലീജിയന്റെ പങ്ക് വളരെ വലുതാണ്. സോ ഇറ്റ് ഈസ് എ വെരി ഹൈലി ഇൻഫ്ലുവൻഷ്യൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. റിലീജിയൻ, എ കൾച്ചറൽ നീഡ്സ് ഓഫ് മാൻ, പ്രൊവൈഡ് ന്യൂ ഡയമെൻഷൻ ടു ഹ്യൂമൻ ലൈഫ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതായത് റിലീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ലൈഫിനും നമ്മുടെ പുരോഗതിക്കും ഒരു പുതിയ ഡയമെൻഷൻ നൽകുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്, റിലീജിയൻ സഹായിക്കുന്നുണ്ട്. റിലീജിയന്റെ ഒറിജിൻ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് നാച്ചുറൽ ഫോഴ്സസ്. അതുപോലെ തന്നെ ഈ ഒരു മോറൽ റിലീജിയൻ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ്, ഈ ഒരു നാച്ചുറിനെ വേർഷിപ്പ് ചെയ്തതിനായിട്ടുള്ളത് ഒരു മോറൽ റിലീജിയൻ ഉയർന്നു വന്നിട്ടുള്ളത്
Oscar Lewis found Indian religion essentially practical and realistic. So, ritual cover all major crises of life. People belonging to variety, religion, belief, and culture are found coexisting in the village of India. എന്നാൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന റിലീജിയസ് ബിലീഫ്സിൽ നിന്നും ചില ട്രാൻസ്ഫോർമേഷൻ എന്തിനു സംഭവിച്ചിട്ടുണ്ട്, റൂറൽ റിലീജിയന് സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മോഡേൺ സയന്റിഫിക് ടെൻഡൻസിയാണ്, സെക്കൻഡ് വൺ ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് വൺ സയന്റിഫിക് ടൈപ്പ് ഓഫ് ഫാമിംഗ്, ഫോർത്ത് വൺ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി. സെവൻത്ത് യൂണിറ്റ് ആണ് പെസന്റ് മൂവ്മെന്റ്സ്. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, അവിടെയുള്ള ജനങ്ങൾ ഭൂരിഭാഗവും ഒരു അഗ്രേറിയൻ സൊസൈറ്റിയാണ് നിലനിൽക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. നമ്മൾ ഈ ഒരു കിസാൻ എന്ന പദം ഷെയർ ക്രോപ്പേഴ്സ്, ടെനന്റ്, ലാൻഡ്ലെസ് ലേബേഴ്സ് തുടങ്ങിയൊക്കെയെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഈ ഒരു കിസാൻ എന്ന് ലോക്കലി നമ്മൾ കിസാൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് നമുക്കറിയാവുന്ന പെസന്റ് എന്ന് പറയുന്നത്. ഇത് വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ നമ്മൾ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓതേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇത് ഒരു തരത്തിൽ ഈ ഒരു പദം ഉപയോഗിക്കപ്പെടുന്നത്, ഇറ്റ് ഈസ് എൻ അഗ്രികൾച്ചറലിസ്റ്റ് who are homogeneous with a small holding and those who depend on land and supervisory agriculturalist. Studies on peasant movements in India are of the recent origin. ഇന്ത്യയിലെ ഈ ഒരു പെസന്റ് മൂവ്മെന്റിനെ കുറിച്ച് പഠനം നടത്തുന്നത് ഒരു റീസെന്റ് ആയിട്ടാണ്. ഇത്തരത്തിലുള്ള പെസന്റ് മൂവ്മെന്റിനെ കുറിച്ച് പഠനം നടത്താൻ തുടങ്ങിയത് 1970 ശേഷമാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഈ സ്റ്റഡീസിനെ കുറിച്ചുള്ള പബ്ലിക്കേഷൻസുകളൊക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ചൈനീസ് റവല്യൂഷൻ, അതുപോലെ തന്നെ സീരീസ് ഓഫ് അഗ്രേറിയൻ മൂവ്മെന്റ് ഓൺ ലാറ്റിൻ അമേരിക്ക, 1960 ശേഷം ഉണ്ടായിട്ടുള്ള നക്സലൈറ്റ് മൂവ്മെന്റുകൾ, ഇതൊക്കെയാണ് ഇന്ത്യൻ സ്കോളേഴ്സിന് ഈ ഒരു പെസന്റ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുള്ളത്. പെസന്റ് മൂവ്മെന്റ് വി ക്യാൻ ഡിഫൈൻ as a relatively organized and continuous collective action involving violence or the threat of violence for securing more share in the control or ownership of land, and it is produced to abolish injustice which have arisen thereof and which involves kisans. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തിയിട്ടുള്ള മൂവ്മെന്റ് ആണ് പെസന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഓണർഷിപ്പ് ലഭിക്കുക, ഇൻജസ്റ്റിസ് ഇല്ലാതാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പെസന്റ് മൂവ്മെന്റ് ഉയർന്നു വന്നിട്ടുള്ളത്. തിയറീസ് ഓഫ് പെസന്റ് മൂവ്മെന്റ്സ്. പെസന്റ് മൂവ്മെന്റ് ഐഡിയോളജി ഓഫ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ആസ് ദെയർ ബേസിസ്. ഈ ഒരു പെസന്റ് മൂവ്മെന്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ക്ലാസ് കോൺഫ്ലിക്റ്റിന്റെ ഐഡിയോളജിയാണ്. Weidmar considered the peasantry to be passive, but Lenin and Mao placed the peasant at the center of the revolution. ഈ റവല്യൂഷനിലെ പ്രധാന കേന്ദ്രഭാഗം പെസന്റ് തന്നെയാണെന്ന് ആര് പറയുന്നു, ലെനിൻ ആൻഡ് മാവോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. In Indian context, two ideologies are associated with the peasant movement. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ രണ്ട് പ്രധാനപ്പെട്ട ഐഡിയോളജിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ, the Bhutan and Sarvodaya of Vinoba Bhave and ജയപ്രകാശ് നാരായൺ ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി. ഈ രണ്ട് ഐഡിയോളജിയാണ് ഇന്ത്യൻ പെസന്റ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. P.N. Mukherjee point out that it is not sufficient that objective condition for social transformation exist. It is more important that the actors in the system internalize the contradictions through experience before subjectively preparing for the struggle. നമ്മളൊരു സാമൂഹിക പരിവർത്തനത്തിനായുള്ള വസ്തുനിഷ്ഠമായ വ്യവസ്ഥകൾ നിലവിലുണ്ടെന്നത് പര്യാപ്തമായിട്ടുള്ള കാര്യമൊന്നുമില്ല. സ്ട്രഗിളിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പങ്കെടുക്കുന്നവർ അവരുടെ അവിടെയുള്ള പ്രശ്നത്തെ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവോൾവ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് മൂവ്മെന്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് ചേഞ്ച്. ദ സോഷ്യൽ മൊബിലൈസേഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ് ക്രിയേറ്റിംഗ് ന്യൂ സ്ട്രക്ചർ. മൊബിലൈസേഷനിലൂടെ എന്തുണ്ടാക്കാൻ പറ്റും, ഒരു ന്യൂ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പുതിയൊരു സ്ട്രക്ചർ രൂപപ്പെടുത്തുന്നുവെങ്കിൽ അത് മുഴുവൻ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മൊബിലൈസേഷനിലൂടെ ഒരു സ്ട്രക്ചറിനെ മാറ്റി മറ്റൊന്ന് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ച് എന്നുള്ളത്. പെസന്റ് മൂവ്മെന്റ് ഓണർഷിപ്പിന് വേണ്ടിയുള്ളതായിരുന്നു. അതിന് കാരണം എന്താ, ചൂഷണം തന്നെയായിരുന്നു. So that's the structural conditions responsible for the emergence of declared ownership movement in terms of land tenure system.
Due to the influence of Indian National Congress and British education, the peasants became politically aware and perceived the possibility of changing the condition through an organized movement. എന്നാൽ ബ്രിട്ടീഷുകാരുടെ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കാർഷിക സമൂഹത്തിന് എന്തുണ്ടാക്കിയ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. തുടർന്ന് അവർ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് നടത്താൻ ഇത് അവരെ സഹായിച്ചിട്ടുണ്ട്. Rajendra Singh shows that the open confrontation and emerging class conflict helped to mobilize the peasant. രാജേന്ദ്ര സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത് ഓപ്പൺ കോൺഫ്രണ്ടേഷനും അതുപോലെ തന്നെ ക്ലാസ് കോൺഫ്ലിക്റ്റും കർഷകരെ എന്ത് ചെയ്യാൻ മൊബിലൈസ് ചെയ്യുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അവർ കൃഷി ചെയ്തിട്ടുള്ള ഭൂമിക്ക് വേണ്ടി കർഷകർ എന്ത് ചെയ്തു, അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി. ഇത്തരം മൂവ്മെന്റുകളിലൂടെ പ്രൊഡക്ഷൻ എന്നിവ തമ്മിലുള്ള റിലേഷനിൽ എന്തുണ്ടായി, ഒരു വൈരുദ്ധ്യം ശരിയാക്കാൻ ഇത്തരത്തിലുള്ള മൂവ്മെന്റിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. Have overlooked a number of peasant revolt before and during the British period. എന്നാൽ നൂറിന്റെ കാഴ്ചപ്പാടിൽ എന്താണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തും അതുപോലെ തന്നെ അതിനു മുമ്പും പെസന്റ് സ്ട്രഗിൾ എന്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാതലിൻ ഗഫ് ഹാസ് counted as many 77 revolts. ഇദ്ദേഹം കാതലിൻ ഗഫ് 77 റിവോൾട്ടുകൾ നടന്നിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. And disagree with more regarding the obstructive role of caste in peasant uprising. What are the phases of peasant movement in India? Peasant movement divided on the basis of period, pre-British, British and post-independence period. Classified by some scholars into pre-Naxalbari and post-Naxalbari period or pre and post-Green Revolution period. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ രണ്ട് ക്ലാസിഫിക്കേഷനും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പെസന്റ് മൂവ്മെന്റിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. So this classification is bound in a time span, and they classified colonial India into Raitwari areas under British territory, second one Zamindari area, and third one tribal zone. ഇങ്ങനെ മൂന്നായിട്ട് colonial ഇന്ത്യയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. He prefers to call in the colonial period peasant struggle and those of the post-independent era, that is agrarian struggle. He further divided post-independence agrarian struggle into two categories. First one is the struggles launched by the newly emerged proprietary class comprised of the rich farmers, able selection of middle peasant proprietors. Second one, struggle launched by various sections of the agrarian poor. അദ്ദേഹം ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അഗ്രേറിയൻ സ്ട്രഗിളിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റിച്ച് ഫാമേഴ്സിന്റെ നേതൃത്വത്തിലും മറ്റൊന്നുണ്ടായിരുന്നു അഗ്രേറിയൻ പൂവറിന്റെ നേതൃത്വത്തിലും ഉയർന്നു വന്നിട്ടുള്ള ആ രണ്ട് സ്ട്രഗിളിനെയാണ് അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അഗ്രേറിയൻ സ്ട്രഗിളായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. കാതലിൻ ഗഫ് ക്ലാസിഫൈ പെസന്റ് റിവോൾട്ട്സ് on the basis of their goal, ideology and method of organization. ഗോളിന്റെയും ഐഡിയോളജിയുടെയും മെത്തേഡ്സ് ഓഫ് ഓർഗനൈസേഷന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പെസന്റ് റിവോൾട്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 5 types of peasant revolt. First one, the restoration rebellions to drive out the British and restore earlier rules and social relations. Second one, religious movements for the liberation of a religion or an ethnic group under new form of government. Third, social banditry. Fourth, terrorist vengeance with the idea of meting out collective justice. Fifth, mass insurrection for the redress of particular grievances. ഈ 5 ടൈപ്സ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു പെസന്റ് റിവോൾട്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. KP കണ്ണൻ അദ്ദേഹം ഈ സ്ട്രഗിളിന്റെ പ്രോസസ്സിനെ 3 ഫേസസ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ബേസ്ഡ് ഓൺ കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഐഡന്റിറ്റി ആൻഡ് കോൺഷ്യസ്നസ്. സെക്കൻഡ്, secular movements arising from category but ejecting caste identity and consciousness and appealing to the rationality and brotherhood of man. Third, the nationalist movement culminating radical political consciousness. They were in the phases. First one, they were in the protest movement based on caste ennullana. Movement endinte adisthanathilulla caste, religious identity, consciousness inde adisthanathilulla oru protest movement aanu first phase. Second phase il oru secular movement aanu. അതിൽ എന്ത് ഇജക്ട് ചെയ്യുന്നുണ്ട്, കാസ്റ്റ് ഐഡന്റിറ്റിയും കോൺഷ്യസ്നെസ് ഒക്കെ ഇജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്യുലർ മൂവ്മെന്റ് ആണ് അതിൽ രണ്ടാമത്തെ ഫേസിൽ പറയുന്നത്. മൂന്നാമത്തെ ഫേസിൽ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസിന്റെ, ഒരു റാഡിക്കൽ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആണ് അത് മൂന്നാമത്തെ ഫേസിൽ പറയുന്നത്. എന്നാൽ രണജിത് ഗുഹ adopted a different method of looking at peasant movement. He examined peasant insurgency from the perspective of peasant consciousness.
പെസന്റ് കോൺഷ്യസ്നെസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു പെസന്റ് മൂവ്മെന്റിനെ നോക്കിക്കാണുന്നത്. നിജായ്ബോൽ മൂവ്മെന്റ് ഇൻ UP. നിജായ്ബോൽ എന്ന പദം മീൻസ് ദ ഡിക്ലറേഷൻ ഓഫ് ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് ലാൻഡ് ബൈ ദി കിസാൻ. കിസാൻ യഥാർത്ഥ ഭൂമി കൈവശപ്പെടുത്തിയതായി പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഈ ഒരു വേർഡിൻ്റെ അർത്ഥം. ഇത് ആ കാലത്ത് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന സോഷ്യൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോൺട്രഡിക്ഷൻ്റെ ചില പ്രശ്നങ്ങളുടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഉയർന്നു വന്നത്. അവിടെ നിന്നിരുന്ന പ്രധാനപ്പെട്ട ചില ഇഷ്യൂസ് എന്ന് പറയുന്നത് ദ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വെസ്റ്റഡ് ഇൻ മൈനോറിറ്റി പോപ്പുലേഷൻ. രജ്പുത്ത്, ബ്രാഹ്മൺ തുടങ്ങിയ മാലിക്സിൻ്റെ കീഴിലായിരുന്നു എന്തുണ്ടായിരുന്നത്, കൂടുതൽ ലാൻഡ് ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് പോയിന്റ്, the Malik did not actually till the land and did not have a productive relationship with the land. മാലിക് നേരിട്ട് കൾട്ടിവേഷനിൽ ഏർപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. തേർഡ് പോയിന്റ്, ലാൻഡ് റിസോഴ്സസ് ലൈക്ക് pasture, wood, water, etc. owned and controlled by the Malik as opposite to the actual users. ഈ അവിടെ ഉണ്ടായിരുന്ന ആ ലാൻഡിൽ ഉണ്ടായിരുന്ന റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കാനും അതിനുള്ള നിയന്ത്രണാധികാരമൊക്കെ ആർക്കായിരുന്നു, ഈ മാലിക്കിനായിരുന്നു എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ്. 4, agriculture being the only source of subsistence majority of actual tillers and use of resources were exploited, oppressed and subjected to concern and humiliation by the minority Malik through their denial or threat of the land and its resources. ആയിട്ടുള്ള മാലിക്കിന്റെ ഡൊമിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത്. അത് ഈ ഒരു ആക്ച്വൽ കർഷകരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, അവരെ ഒപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ആണ് മാലിക്കിന്റെ ആയിട്ടുള്ളത്. സോ സിറ്റുവേഷൻസ് ആണ് എന്തിന് കാരണമായത്, ഈ ഒരു നിജായ്ബോൽ മൂവ്മെന്റിന് UPയിൽ കാരണമായത്. അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലുണ്ടായിരുന്ന ഉയർന്ന ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ ഒന്നും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ പെസന്റ് ഡിമാൻഡഡ് റെക്കോർഡ്സ്, അവർ ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് ആവശ്യപ്പെട്ടു. സോ റെക്കോർഡ് ഓപ്പറേഷൻ ഓഫീസർ വാർ ഡെപ്യൂട്ടഡ് ഇൻ 1946. 1946 ഒരു റെക്കോർഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസറെ നിയമിക്കുന്നത്. ആൻഡ് മാസ് മൂവ്മെന്റ് ഇൻ ദിസ് ഓപ്പറേഷൻ ലാസ്റ്റഡ് ടിൽ 1948. Minority group of Muslim peasants lived side by with the Hindu Praja, and both communities united themselves into one class against the Malik. മുസ്ലിം പെസന്റും അതുപോലെ തന്നെ ഹിന്ദു കമ്മ്യൂണിറ്റീസും ഒക്കെ എന്തായിരുന്നു, മാലിക്കിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു സ്ട്രക്ചറൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, റിസ്ക് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ലിറ്റിഗേഷൻ ബിറ്റ്വീൻ ദ മാലിക് ആൻഡ് ദ പ്രജ. Second one, the violence, unrest and agrarian tension resulting in further rebellions of Kisan against Malik. And third one, disappearance of culture of silence. Social structure ചില കോൺസിക്വൻസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, the beginning of the pauperization of the zamindars. Second one, there was the transfer of the land from upper caste Malik to lower caste cultivators and consequent smoothing of the upward socio-economic mobility of this caste. Third, the untouchable Hindu caste and the Muslim community failed to keep pace. Fourth one, Kisan were able to build up a pressure group in the government after independence. ഇതാണ് ഒരു 4 കോൺസിക്വൻസസ്. ലാൻഡ് ഗ്രാബ് മൂവ്മെന്റ് 1970. The movement was against Congress and ex-Zemindas. ഈ ഒരു മൂവ്മെന്റ് കോൺഗ്രസിനും അതുപോലെ തന്നെ എക്സ്-സെമീന്ദാസിനും എതിരെയായിരുന്നു. The mobilization and involvement of peasants in Basti was more limited. Out of 19 attacks, only 7 resulted in face-to-face encounter. It was mainly due to the caste untouchables and Muslims who participated in it. Nijaybol മൂവ്മെന്റിൽ പ്രദേശത്താണ്, ഉത്തർപ്രദേശിലെ ബസ്തി എന്ന ഡിസ്ട്രിക്റ്റിലാണ് അത് നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള പെസൻസിന്റെ ഇൻവോൾവ്മെന്റ് അതിൽ കുറവായിരുന്നു. പ്രധാനപ്പെട്ട അതിൽ തുടങ്ങിയവരായിരുന്നു ആ ഒരു മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദ ലീഡേഴ്സ് were by and large imported to Basti from outside. Emergence of communal forces and the government intervention aborted the land grab movement in the district. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ എന്നതിന് കാരണമായി ഈ ഒരു ലാൻഡ് ഗ്രാബ് മൂവ്മെന്റ് അടിച്ചമർത്തപ്പെടുന്നതിന് കാരണമായി. പെസന്റ് മൂവ്മെന്റ് ഇൻ തെലങ്കാന, അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫേസിൽ ഇതൊരു ഏകദേശം ഒരു സെക്കൻഡ് വേൾഡ് വാർ പീരീഡിൻ്റെ സമയത്താണ് നടക്കുന്നത്. ആ സമയത്ത് ഫുഡിന് ഷോർട്ടേജ് നേരിട്ടിട്ടുണ്ടായിരുന്നു. എ സിസ്റ്റം ഓഫ് ലെവി ഓൺ ഫുഡ് ഗ്രെയിൻസ്, ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ഒരു പങ്ക് ആർക്ക് നൽകണമായിരുന്നു, ഈ ഗവൺമെൻറ്റിന് നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു.
as well as the merchant hoarded the daily necessities of life and sold them in the market at high price. Government forcibly collect war fund. ഗവൺമെൻറ് എന്ത് കളക്ട് ചെയ്തിരുന്നു? കർഷകരിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കർഷകരുടെ ജീവിതം വളരെ ദുസ്സഹകരമാക്കി. ഗ്രോത്ത് ഓഫ് ആന്ധ്ര മഹാസഭ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ ഒരു കാലഘട്ടത്തിലാണ് ചില ഓർഗനൈസേഷൻസുകളും അതുപോലെ തന്നെ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും വളർന്നു വന്നത്. അതിലൂടെ കർഷകർ അവരുടെ അവകാശത്തെക്കുറിച്ച് ബോധവാന്മാരായി. അത് കർഷകരും അതുപോലെ തന്നെ ഉയർന്ന വർഗക്കാരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക്, ഒരു സ്ട്രഗിളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. സെക്കൻഡ് ഫേസിൽ ഗൊറില്ല വാർ ടൈപ്പാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദ റെഗുലർ ആംഡ് സ്ക്വാഡ് ഓൾ ഓവർ തെലങ്കാന, എല്ലാ സ്ഥലത്തും എന്നുണ്ടായിരുന്നു ആയുധധാരികളായിട്ടുള്ള സ്ക്വാഡുകൾ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ സ്ലോഗൻ എന്ന് പറയുന്നത് ലാൻഡ് ടു ദി ടില്ലർ എന്നായിരുന്നു. സോ ദ ടെനന്റ് ഒക്കുപ്പൈഡ് ലാൻഡ്, അവർ ഈ ലാൻഡ് ഒക്കുപ്പൈ ചെയ്യാൻ തുടങ്ങി. ജൂൺ 1948 civic life in Hyderabad state virtually came to standstill. 1946 ഓഗസ്റ്റ് 15-നും 1948 സെപ്റ്റംബർ 16-നും ഇടയിൽ നിരവധി ആക്രമണ സംഭവങ്ങൾ തെലങ്കാനയിൽ നടന്നു. ഉദാഹരണമായി കച്ചവട കേന്ദ്രങ്ങൾ കൊള്ളയടിക്കുക, ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ആക്രമിക്കുക, റെക്കോർഡ്സ് നശിപ്പിക്കുക തുടങ്ങിയവ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആംഡ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ന്യൂ ഗവൺമെന്റ് പാർട്ടി ന്യൂ ഗവൺമെന്റിനെതിരെ പുതിയ രീതിയിലുള്ള സ്ട്രഗിൾ ആരംഭിച്ചു. ഇത് ഗൊറില്ല വാർഫെയർ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയവർ. കൂടാതെ ലാൻഡ് ലോഡ്സ്, വില്ലേജ് ഒഫീഷ്യൽസ് മൂവ് ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. ഇത് ഇത്തരത്തിലുള്ള ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ വില്ലേജസ് ഒഫീഷ്യൽസും അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സ് എവിടേക്ക് പോയി? ടൗണിലേക്കും സിറ്റിയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ദ ആർമി മെയ്ഡ് ലാർജ് സ്കെയിൽ അറസ്റ്റ് and killed the communist guerrillas and their supporters in the village and tribal area. Local leaders അതുപോലെ തന്നെ കോൺഗ്രസ് ഇവരെന്ത് ചെയ്യുന്നു? ആർമിയെ ഓപ്പൺലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർമി കമ്പൈനിങ് ഓപ്പറേഷൻസ് ആൻഡ് ടച്ച്ഡ് ദ കമ്മ്യൂണിസ്റ്റ് ആൻഡ് their supporters. Agrarian legislation and peasant movement in കേരള. അഗ്രേറിയൻ റിലേഷൻസ് ബിൽ അവതരിപ്പിക്കപ്പെടുന്നത് 1957 ഡിസംബർ 18-നാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ് എന്നുള്ളതാണ്. പ്രിവെന്റിംഗ് എവിക്ഷൻ ഓഫ് ടെനന്റ് ബൈ ലാൻഡ് ലോഡ്. എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ നിന്ന് കുടിയിറക്കാൻ, അവിടെ ലാൻഡിൽ നിന്ന് കുടിയിറക്കാനുള്ള അനുവാദം പ്രിവെന്റ് ചെയ്യുന്നതായിരുന്നു ബില്ല്. സെക്കൻഡ് വൺ, ഫോർ കോൺഫിസ്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ്. ഇത് രണ്ടുമായിരുന്നു എന്ത്, അതിൽ ഈ 2-3 കാര്യങ്ങളായിരുന്നു അതിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. The bill passed by Assembly 10th June 1958 and sent to President. 1958 എന്ത് ചെയ്തു? പാസ് ചെയ്തു. ആൻഡ് സജസ്റ്റഡ് ഫോർ റീകൺസിഡറേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ. പക്ഷേ ഇത് ബില്ല് പ്രസിഡന്റ് എന്ത് ചെയ്തില്ല? ഈ ഒരു ബില്ല് അംഗീകരിച്ചില്ല. ആ ഒരു മോഡിഫിക്കേഷന് വേണ്ടി തിരിച്ചയച്ചു. ബിൽ അഡോപ്റ്റഡ് ബൈ കോൺഗ്രസ് ലെഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ദാറ്റ് വാസ് ഡിക്ലെയർഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബൈ ദി കേരള ഹൈക്കോർട്ട്. ഈ ഒരു ബില്ല് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് കേരള ഹൈക്കോടതി വിധി വന്നു. പ്രസിഡന്റിന്റെയോ അഗ്രികൾച്ചറൽ വർക്കേഴ്സിന്റെയോ അജിറ്റേഷന്റെ ഫലമായിട്ട് അത് 17ാമത്തെ ഷെഡ്യൂളിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 17ാമത്തെ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തു. ആൻഡ് ഇത് റിവൈസ് ചെയ്തുകൊണ്ട് ആക്ട് 1963 പാസ്സാക്കി. ഇതിലൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത് കുടികിടപ്പ് റൈറ്റ് ഫോർ ടെനന്റ് ആൻഡ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ആൻഡ് ദ ടേക്ക് ഓവർ ആൻഡ് ഡിസ്ട്രിക്ട് among the landless of lands taken by the government after the fixing of ceiling on agricultural holding. അതായത് കുടിയാന്മാർക്കും കാർഷിക തൊഴിലാളികൾക്കും എന്ത് കിട്ടി? കുടികിടപ്പ് അവകാശം ലഭിച്ചു. കൂടാതെ കാർഷിക കൈവശാവകാശം പരിധി നിശ്ചയിച്ചതിന് ശേഷം ഭൂമി സർക്കാർ എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കാനും തുടങ്ങി എന്നുള്ളതാണ്. സ്ലോ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രൊവിഷൻ. സോ ദ സ്ട്രഗിൾ വാസ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓർ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ കുടികിടപ്പ് ആൻഡ് ടെനൻസി റൈറ്റ്. Land grab agitation initiated by Kerala State കർഷക തൊഴിലാളി യൂണിയൻ ഡ്യൂറിങ് 70s. 1970-കളിൽ ഈ ഒരു ലാൻഡ് ഗ്രാബ് അജിറ്റേഷൻ ആരംഭിച്ചത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനാണ്. അവർ എസ്പെഷ്യലി ദ അഗ്രികൾച്ചറൽ വർക്കേഴ്സ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1972 മെയ് 26-നാണ്. The struggle helped to force the government to give the protection of 9th schedule of the constitution.
ഏതോ സ്ട്രഗിളും ഉണ്ട്. 9ാം ഷെഡ്യൂളിലുള്ള ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഗവൺമെന്റിനെ ഫോഴ്സ് ചെയ്യാൻ ഈ സ്ട്രഗിൾ കൊണ്ട് സാധിച്ചു. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് പ്രഷർ ഓൺ ദ ഗവൺമെന്റ് ടു എക്സ്പെഡൈറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ലാൻഡ് റിഫോം. നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റിനെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു മൂവ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ആക്ട് 1974 അവരുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള മൂവ്മെന്റിന്റെ ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. They demanded permanent enactment to protect the interest of the agricultural workers. കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു നിയമം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് വെച്ചു. സോ ഈ ഒരു ഡിമാൻഡ് 1970 അവർ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. The unions intensified the agitation demanding withdrawal of the bill and introduction of the comprehensive bill. As a response to this, demand bill was introduced in Kerala Assembly in 1970. There were several provisions in it which were determined to the interest of the agricultural workers. But their union intensified the agitation of the bill and introduction of the comprehensive bill. നിരന്തരമായ യൂണിയൻസിന്റെ അജിറ്റേഷൻ കാരണം ഗവൺമെന്റ് എന്ത് ചെയ്തു, ഈ ഒരു ബില്ല് വിഡ്രോ ചെയ്യുകയും ഇൻട്രൊഡ്യൂസ്ഡ് അസംബ്ലിയിൽ വേറെ മറ്റൊരു ബില്ല് 1972 നവംബർ 17 മറ്റൊരു ബില്ല് അവതരിപ്പിച്ചു. കേരള അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബില്ല് ഒരു ആക്ട് വന്നു. ശേഷം ഇത് ഇനാക്ട് ചെയ്യുന്നത് 1974 മാർച്ച് 14 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നത് 31 ജൂലൈ 1974 Landlords put pressure on government. Landlords ഈ ഒരു ആക്ട് നടപ്പാക്കുന്നതിന് സപ്പോർട്ടായിരുന്നില്ല. നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ ലാൻഡ്ലോഡ്സ് ആയിരുന്നില്ല, അവരെന്ത് ചെയ്തിരുന്നു, ഈ ആക്ട് നടപ്പിലാക്കാതിരിക്കാനുള്ള പല രീതികളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് റെപ്രസെന്റേഷൻ, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിക്കുക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നെഗോഷിയേഷൻ വിത്ത് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ്, ഗവൺമെന്റിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലെല്ലാം ഈ ലാൻഡ്ലോഡ്സ് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 1948 ഒരു മിനിമം വേജ് ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. 1975 ഈ ആക്ടിന്റെ ചില സാലന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ ഓഫ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് എന്നുള്ള സെക്യൂരിറ്റി നൽകുക. അതുപോലെ തന്നെ അഗ്രികൾച്ചറിന്റെ വെൽഫെയർ ഒക്കെ ആയിരുന്നു അതിന്റെ ഒന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന്, പ്രൊവൈഡ് ഫോർ ഹവേഴ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ്. അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഹവേഴ്സ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുക, അതുപോലെ തന്നെ വേജ് നിശ്ചയിക്കുക തുടങ്ങിയവായിരുന്നു മറ്റൊന്ന്. ആൻഡ് പ്രൊവൈഡ് സെറ്റിംഗ് അപ്പ് എ പ്രോപ്പർ മെഷീനറി ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് തീർക്കുന്നത് ഒരു പ്രത്യേക സെറ്റിൽമെന്റ് ഉണ്ടാക്കുക. ഫോർത്ത് പോയിന്റ് ഈസ് പ്രൊവൈഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് പ്രൊവിഡന്റ് ഫണ്ട്. അഗ്രികൾച്ചറിന് ഒരു പ്രൊവിഡന്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. പെസന്റ് മൂവ്മെന്റിന്റെയും ലെജിസ്ലേച്ചേഴ്സിന്റെയും ഒക്കെ ഇമ്പാക്റ്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യകാലത്ത് കൾട്ടിവേറ്ററും ലേബറും തമ്മിലുണ്ടായിരുന്ന ബന്ധം കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും ആ ഒരു ക്രൈറ്റീരിയ നിലനിന്നിട്ടുണ്ടായിരുന്നു. KC അലക്സാണ്ടറുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ അദ്ദേഹം പെസന്റ് മൂവ്മെന്റിന് ശേഷവും അതിന് മുമ്പേയുള്ള സോഷ്യോ എക്കണോമിക് സിറ്റുവേഷനെ കുറിച്ചും അതുപോലെ തന്നെ അവിടെയുള്ള സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചും പഠന വിധേയമാക്കുകയുണ്ടായി. അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പെസൻട്രി ആൻഡ് അഗ്രികൾച്ചറൽ വർക്കേഴ്സിന്റെ റിലേഷനിൽ വളരെയധികം മാറ്റമാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് എന്നാണ്. കൂടാതെ നമുക്കറിയാം, ആദ്യകാലത്ത് സമൂഹത്തിൽ നിന്നിരുന്ന പല വ്യവസ്ഥിതികളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളും ആക്ടുകളും സഹായിച്ചിട്ടുണ്ട്. 8ാമത്തെ ചാപ്റ്ററാണ് പെസന്റ് അൺറസ്റ്റ് ആൻഡ് പെസന്റ് മൂവ്മെന്റ് ഇൻ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ. ഇന്ത്യയിലെ 70% അഗ്രികൾച്ചറിന് അവരുടെ ജനങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചർ തന്നെയാണ്. പെസൻട്രി എന്ന് പറയുന്ന അഗ്രികൾച്ചറലിസ്റ്റ് ഹു ആർ ഹോമോജീനിയസ് വിത്ത് സ്മോൾ ഹോൾഡിംഗ് ഓപ്പറേറ്റഡ് മെയിൻലി ബൈ ഫാമിലി ലേബർ. നമുക്ക് പെസൻട്രി എന്നുള്ളത് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. സോ ഓൺ ദ അതർ ഒക്കേഷൻസ്, മറ്റൊരു തരത്തിൽ പറയുമ്പോൾ, ഓൾ ദോസ് ഹു ഡിപ്പെൻഡ് ഓൺ ലാൻഡ് ഇൻക്ലൂഡിംഗ് ലാൻഡ്ലെസ് ലേബർ ആസ് വെൽ ആസ് സൂപ്പർവൈസറി അഗ്രികൾച്ചറലിസ്റ്റ്. സ്റ്റഡീസ് ഓൺ പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇൻ സോഷ്യോളജി ഇത്തരത്തിലുള്ള ഒരു റീസെന്റ് ആയിട്ടാണ് നടന്നിട്ടുള്ളത്. അതിൽ കാത്ലിൻ ഗവ്, AR ദേശായി, സുനിൽ സെൻ, DN ദേശ്പായ് പെസന്റ് മൂവ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ
ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിന് മുന്നേ ഉള്ളതൊക്കെ അവിടെ അന്ന് നടന്നിട്ടുള്ള പെസന്റ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ മോർ ഫ്രീക്വന്റ് അഗ്രേറിയൻ റിവോൾട്ട് ഇൻ റൈസ് പ്രൊഡ്യൂസിംഗ് റീജിയൻ. ആന്ധ്രാപ്രദേശിലെ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ റൈസ് പ്രൊഡ്യൂസിംഗ് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ എന്ത് നടന്നിട്ടുള്ളത്, അഗ്രേറിയൻ റിവോൾട്ട് കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. അഡ്മിഷൻ ഓഫ് പെസന്റ് മൂവ്മെന്റ്. 5 important movement between 1920 to 1972. 5 പ്രധാനപ്പെട്ട മൂവ്മെന്റുകളുണ്ട്. അതാണ് മാപ്ല റെബല്യൻ, ബർദോളി സത്യാഗ്രഹ, തബാഗ മൂവ്മെന്റ്, തെലങ്കാന മൂവ്മെന്റ് ആൻഡ് നക്സൽബാരി മൂവ്മെന്റ്. നാഷണൽ മൂവ്മെന്റ്, ന്യൂ ലീഡർഷിപ്പ് മൊബിലൈസിംഗ് ഇൻ ടു മാസ് അജിറ്റേഷൻ. നാഷണൽ മൂവ്മെന്റിന് പുതിയ ലീഡർഷിപ്പ് വന്നതോടുകൂടി ആളുകൾ കൂടുതൽ ഈ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. Analyze peasant mobilization with respect to the historical, socio-cultural context and situation. നമ്മൾ ഈ ഒരു പെസന്റിന്റെ മൊബിലൈസേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആ കാലത്തെ ചരിത്രപരമായ അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അതുപോലെ തന്നെ അടുത്ത സിറ്റുവേഷൻസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പെസന്റ് മൊബിലൈസേഷനെ അനലൈസ് ചെയ്യുന്നത്. റെബല്യൻ. ഈ മപ്ല റെബല്യൻ ആണ് മലബാർ കലാപം, ഖിലാഫത്ത് സമരം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത്. മപ്ല ഓഫ് മലബാർ ആർ മുസ്ലിംസ് ലിവിംഗ് ഇൻ 3 താലൂക്ക്, ഏറനാട്, വെളുവനാട്, പൊന്നാനി. The tenants who cultivated the land belonging to super caste Hindu. ഹയർ കാസ്റ്റിന്റെ കീഴിലുണ്ടായിരുന്ന അവരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരായിരുന്നു ഈ വിഭാഗക്കാർ. പ്രധാനമായും ഈ ഒരു റബല്യൻ ബ്രിട്ടീഷ് സ്റ്റേറ്റിനെതിരെയും അതുപോലെ തന്നെ ലാൻഡ് ലോർഡ്സിനെതിരെയുമാണ്. ഹിസ്റ്റോറിക്കൽ എമർജൻസ് ഓഫ് മാപ്ലാസ്. We know that Kerala have a trading relationship with Arab. So the Maplas are either descent of Arab traders or Hindu convert to Muslim. One of the Barbosa observation that in early 16th and 19th century became predominantly rural areasലായിരുന്നു ഈ മാപ്ലാസ് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, അവരുടെ പോപ്പുലേഷൻ വർദ്ധിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം അവർ പ്രധാനമായും ലോവർ കാസ്റ്റിലുള്ള ആളുകൾ എന്ത് ചെയ്തു, ഈ ഒരു മാപ്ല അല്ലെങ്കിൽ മുസ്ലിം മതം സ്വീകരിക്കുക എന്നതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ഒരു പോപ്പുലേഷനിൽ ഇൻക്രീസ് ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് വെൽത്തി മാപ്ല ട്രേഡേഴ്സ് കൺട്രോൾഡ് ഇന്റേണൽ ട്രേഡ്. ആ ഒരു സമ്പന്നരായിട്ടുള്ള മാപ്പിള വിഭാഗത്തിലെ ട്രേഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രേഡുകൾ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. സോ ദ മൈഗ്രേഷൻ ടു സെർച്ച് ആൾട്ടർനേറ്റീവ് എംപ്ലോയ്മെന്റ്. അതേസമയം തന്നെ അവർ തൊഴിൽ മേഖല കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മോസ്ക് ആൻഡ് റിലീജിയസ് സെന്റേഴ്സ്. ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ എന്തിനു കാരണമാക്കിയിട്ടുണ്ട്, മോസ്ക് അതുപോലെ തന്നെ റിലീജിയസ് സെന്റേഴ്സ് ഒക്കെ സ്വദേശങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഇൻക്രീസ്ഡ് മാപ്പിള പോപ്പുലേഷൻ, അത് പ്രധാനമായിട്ടും ലോവർ കാസ്റ്റ് എന്നുള്ള കൺവേർഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്രധാനമായിട്ടും ചെറുമൻ, പുലയൻ, വെട്ടുവൻ, അതുപോലെ തന്നെ മുക്കുവൻ തുടങ്ങിയ കാസ്റ്റ് ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, ഇൻഷൻ നടത്തി. സോ ദ ഫ്രീ ഫ്രം ഓപ്പറേഷൻ ആൻഡ് ഗെയിൻ സം സ്റ്റാറ്റസ്. അത് അവരെ അത്തരത്തിലുള്ള കൺവേർഷൻ നടത്താനുള്ള പ്രേരിപ്പിച്ചത് എന്താണ്, അവർ നേരിട്ടുള്ള ഓപ്പറേഷനും അതുപോലെ തന്നെ ഈ മുസ്ലിം അല്ലെങ്കിൽ മാപ്പിള പോപ്പുലേഷൻ ഉണ്ടായിട്ടുള്ള ചില ഒരു സ്റ്റാറ്റസിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവർ ഈ കൺവേർഷൻ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഈ ന്യൂമറിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല അവരും എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ടേക്ക് ഓവർ അഡ്മിനിസ്ട്രേഷൻ ഇൻ മലബാർ 1972. മലബാറിലെ ഭരണം ബ്രിട്ടീഷുകാർ 1972 കൂടി ഏറ്റെടുക്കുന്നു. നമ്പൂതിരി ആൻഡ് നായർ ജന്മീസ് ഓർ ലാൻഡ് ലോർഡ്സ് ഹു ഹാഡ് ഫ്രം മലബാർ ഡ്യൂറിംഗ് മൈസൂരിയൻ ഓക്കുപേഷൻ ഹാഡ് ബീൻ റീഇൻസ്റ്റേറ്റഡ്. ഇവരെന്ത് ചെയ്യുന്നു, അവർ പിന്നീട് അവരുടെ ആദ്യത്തെ പദവിയിലേക്ക് തിരിച്ചു വരികയാണ്. സോ ദ ജന്മം റൈറ്റ് വർ ആക്സെപ്റ്റഡ് ആസ് അബ്സല്യൂട്ട് റൈറ്റ് ഇൻ ലാൻഡ്. ബ്രിട്ടീഷ് ഡിക്ലെയർഡ് ദ ലീസ് ഹോൾഡേഴ്സ് ആസ് ഇൻഫീരിയർ റൈറ്റ്സ്. ഈ ലീസ് ഹോൾഡേഴ്സിന് റൈറ്റ്സേ ഉള്ളൂ എന്ന് ബ്രിട്ടീഷുകാർ ഡിക്ലെയർ ചെയ്തു. അതേസമയം തന്നെ അവർ റവന്യൂ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഗവൺമെന്റ് ഡിപ്പെൻഡ് ഓൺ ഹിന്ദു രാജാസ് ആൻഡ് ചീഫ്റ്റിയേഴ്സ് ഫോർ റവന്യൂ കളക്ഷൻ. ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു രാജാസിനെയും ചീഫ്റ്റിയേഴ്സിനെയും എന്തിനു ചെയ്തു, റവന്യൂ കളക്ഷന് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നു. അതേസമയം മാപ്ല കൾട്ടിവേഴ്സ് നീഡ് ടു പേ ഹൈ റവന്യൂ. ഈ മാപ്ല കൾട്ടിവേറ്റേഴ്സ് എന്തെന്നു, റവന്യൂ വളരെ വലിയ റവന്യൂ നൽകേണ്ടി വന്നു. ഇത് ലെഡ് ടു സെവറൽ ഔട്ട്ബ്രേക്ക് ബിറ്റ്വീൻ മാപ്ലാസ് ആൻഡ് നായേഴ്സ്. ഇത് നിരവധി പ്രശ്നങ്ങൾ, അതായത് കോൺഫ്ലിക്റ്റിലേക്ക് എന്ത് ചെയ്തു, മാപ്ലാസും നായേഴ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലേക്ക് നയിച്ചു. മാപ്ല റെബല്യൻ, ദ ഇനീഷ്യൽ അപ്രൈസിംഗ്. ജന്മി ലാൻഡ്ലോർഡ്, പോലീസ്, ലോ കോഡ്സ്, റവന്യൂ ഒഫീഷ്യൽസ് they have a right to grip on the subordinate class. ഈ ഗ്രൂപ്പിന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സബോർഡിനേറ്റ് ഗ്രൂപ്പിന്
കൺട്രോൾ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു മാപ്പിള റെബല്യൻ എന്ന് പറയുന്ന ഈ ഒരു 1921 കലാപത്തിന് മുമ്പ് തന്നെ 1836 തന്നെ അന്ന് തുടങ്ങി എന്തുണ്ട്, ചെറിയ ചെറിയ കലാപങ്ങൾ എവിടെ നടക്കുന്നുണ്ട്, മലബാർ മേഖലയിൽ നടക്കുന്നുണ്ട്. സോ ദ ഫസ്റ്റ് ഔട്ട് ബ്രേക്ക്, ഇത് മാപ്പിള റെബല്യൻ ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് നടക്കുന്ന 1836 ഇൻ ബിറ്റ്വീൻ 54 22 similar uprisings occurred. Of Mapla youth attacked Nambudiri Janmi, now officials of Janmi servant, bring on defilement of temple and burning or looting of landlord house. അവർ അശുദ്ധമാക്കുകയോ അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സിന്റെ ഹൗസ് കത്തിക്കുക, അതുപോലെ തന്നെ കൊള്ളയടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആക്ഷൻസിനെ ഒരു അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. But incidents occurred became prominent places of pilgrimage. ഈ പിൽഗ്രിമേജ് ആയിട്ടുള്ള അത്തരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ദ റാമ്പന്റ് ഇൻ മെനി പ്ലേസസ് ആൻഡ് ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ. അതുകൊണ്ട് തന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കുകയും ചെയ്തു. മാപ്പിള റെബല്യൻ 1921. പ്രധാനമായും മാപ്പിള റെബല്യന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. First one, gross neglect of the basic questions of tenurial security. Second one, deterioration of landlord-tenant relation. And third one, political alienation of the poor peasantry. 21 റെബല്യൻ. ഇതിൽ 1921 റെബല്യന് മുമ്പ് തന്നെ 3 വ്യത്യസ്ത പൊളിറ്റിക്കൽ മൂവ്മെന്റ് എമർജ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ടെനൻസി മൂവ്മെന്റ് നോട്ടഡ് ഇൻ ദ ലോക്കൽ അഗ്രേറിയൻ ഗ്രീവിയൻസസ്. സെക്കൻഡ് വൺ, ഖിലാഫത്ത് മൂവ്മെന്റ്. തേർഡ്, ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. Through tenancy movement, the Kanam tenants captured control of the Malabar Congress by outing the Jammi landlords. Kanam tenants in the movement ശേഷം ആൻഡ് മലബാർ ടെനന്റ് അസോസിയേഷൻ 1916 മലബാർ ടെനന്റ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു കോൺഫറൻസ് മഞ്ചേരി വെച്ച് നടക്കുന്നു. അത് ടെനൻസി മൂവ്മെന്റ് അതുപോലെ തന്നെ ഈ ഒരു അസോസിയേഷൻ ടെനൻസി മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തു. നാഷണൽ വൈഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെയും ഖിലാഫത്ത് മൂവ്മെന്റിനെയും ഇത് സപ്പോർട്ട് ചെയ്തു. ഈ മലബാർ ടെനന്റ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോൺഫറൻസിൽ വെച്ചിട്ട്. 1920 കോൺഗ്രസ് ഖിലാഫത്ത് അലയൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു മൂവ്മെന്റിൽ നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധി, ഷൗക്കത്ത് അലി, മൗലാന ആസദ്, ഹക്കീം അജ്മൽ തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി ടു എയർ ദർ എക്കണോമിക് ഗ്രീവിയൻസസ് ആസ് വെൽ ആസ് ഡെമോൺസ്ട്രേറ്റ് ദർ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി. അവരുടെ എക്കണോമിക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഡെമോൺസ്ട്രേറ്റ് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള മത സാംസ്കാരിക സ്വത്വം പ്രകടിപ്പിക്കുന്നതിന് കൂടിയുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു. മാർച്ച് 1921 and August 1921, the provocation speeches removed non-cooperation and Swaraj from the Khilafat platform. ആയിട്ട് ഈ കോൺഗ്രസ്മാൻ അതുപോലെ തന്നെ മാപ്പിളാസും ഹിന്ദുസൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു അജിറ്റേഷനിൽ നിന്നും പിൻവലിഞ്ഞു. ഈ ഒരു മൂവ്മെന്റിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഹോസ്റ്റിലിറ്റീസ് were directed against government as well as ജന്മീസിനും അതുപോലെ തന്നെ ഗവൺമെന്റിനും എതിരായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. റെയിൽവേ ആൻഡ് ടെലിഗ്രാഫ് ലൈൻ കട്ട്, പാരലൈസിങ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ ഉണ്ടായിരുന്ന റെയിൽവേ അതുപോലെ തന്നെ ടെലിഗ്രാഫ് ലൈനൊക്കെ കട്ട് ചെയ്തുകൊണ്ടായിരുന്നു അവർ ഈ ഒരു മൂവ്മെന്റിന് തുടക്കം ഫസ്റ്റ് ഫേസിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ട്രഷറീസ്, ബാങ്ക്, പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിലുള്ള അറ്റാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ജന്മീസിന്റെ ഹൗസസ് കൊള്ളയടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. By the end of August, South Malabar except Palakkad Taluk was under control of rebels. പാലക്കാട് ഒഴികെ എല്ലാം ആരുടെ കീഴിലായിരുന്നു, ഈ റെബൽസിന്റെ കീഴിലായിരുന്നു. For the rebel, sustaining the rebellion further became more difficult in the absence of adequate firm arms and supplies. അവർക്ക് കലാപം തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ എന്താവശ്യമായിരുന്നു, അഡിക്കേറ്റ് ആയിട്ടുള്ള ഫേം ആംസ് അതുപോലെ തന്നെ അതിന്റെ സപ്ലൈസ് ആവശ്യമായിരുന്നു. Rebels became desperate, began looting Hindu houses and forcibly converting Hindus. അതുകൊണ്ട് തന്നെ ഈ റെബൽസ് എന്തായിരുന്നു, വളരെ ഡെസ്പറേറ്റ് ആയിരുന്നു. സോ ദേ ബിഗൻ ലൂട്ടിങ് ഹിന്ദു ഹൗസസ്. അവർ ഹിന്ദു ഹൗസസ് കൊള്ളയടിക്കാൻ തുടങ്ങി, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതിനായിട്ട് ശ്രമിച്ചു. 1921 ഡിസംബർ ആയപ്പോഴേക്ക് ഈ ഒരു മാപ്പിള റെബല്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി സപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Vast majority of the rebel were poor peasants. So the fact that their tenurial right on land had not been recognized and that they had no protection against either eviction or rent increase. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പെസന്റ് മൂവ്മെന്റ് ആണ്
ബർദോളി സത്യാഗ്രഹം 1928 നടന്നതാണിത്. ഇത് ഗുജറാത്ത് സംസ്ഥാനത്തിലെ സൂറത്ത് ഡിസ്ട്രിക്റ്റിലെ ബർദോളി താലൂക്കിലാണ് ഈ ഒരു സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വല്ലഭായ് പട്ടേൽ, ഗാന്ധി എന്നിവരായിരുന്നു. ഈ ഒരു സത്യാഗ്രഹത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ വർദ്ധിപ്പിച്ചതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആക്സെപ്റ്റഡ് നോൺ കോഓപ്പറേഷൻ. ഗാന്ധിജിയുടെ വരവോടുകൂടി പുതിയ സത്യാഗ്രഹ രീതികളും അതുപോലെ തന്നെ നോൺ കോഓപ്പറേഷനൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചു. ലീഡർഷിപ്പ് ട്രൈഡ് ടു എൻലിസ്റ്റ് ദ സപ്പോർട്ട് ഓഫ് ആൾ കാസ്റ്റ് ആൻഡ് റിലീജിയൻ. എല്ലാ കാസ്റ്റിൻ്റെയും, എല്ലാ മതത്തിലും പെട്ട, എല്ലാ ജാതിയിലും പെട്ട ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ലീഡർമാർ ശ്രമിച്ചിരുന്നു. പബ്ലിസൈഡ് ദ സത്യാഗ്രഹ ആസ് എ നാഷണൽ ഇവന്റ്. സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു സമര രീതി ഒരു നാഷണൽ വൈഡ് ആയിട്ട് എന്ത് ചെയ്തു ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പബ്ലിസിറ്റി നൽകിയിട്ടുണ്ടായിരുന്നു. അജിറ്റേഷൻ ബിഗാൻ ഇൻ ഫെബ്രുവരി 1928. 1928 ഇത്തരത്തിലുള്ള അജിറ്റേഷൻ ആരംഭിക്കുന്നത്. ഈ ബർദോളി സത്യാഗ്രഹത്തിന്റെ ചില ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇഷ്യൂസ് ആസ് land control and antagonistic class relation were carefully overlooked. Second one, Gandhi supported the cause of particular class. Third, Gandhi and Gandhians conversed with authorities and terminated the movement when it began to gather momentum. Fourth one, this movement, though apparently drew with the rural masses into the natural movement. Fifth, Gandhi prevented any potential revolutionary activity at the grassroots level. അഗ്രേറിയൻ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഉജാല ലോ, ദാറ്റ് മീൻസ് കൺസിസ്റ്റിംഗ് ഓഫ് അപ്പർ ആൻഡ് വെൽ ടു ഡു കാസ്റ്റ് സച്ച് ആസ് പത്രിദാർ, വാണിയാസ്, ബ്രാഹ്മിൻസ് തുടങ്ങിയ ഇതൊരു ഏറ്റവും ഉയർന്ന ഒരു വിഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്, ഈ ഉജാല ലോ എന്നറിയപ്പെടുന്നത്. മറ്റൊന്ന് കാലിപരാജ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്, ലോവർ കാസ്റ്റ് ആണ്, ട്രൈബൽസ്, ബാക്ക്വേർഡ് ക്ലാസ്, അൺടച്ചബിൾസ് എന്നിവരടങ്ങുന്ന ആരാണ് എന്നറിയപ്പെടുന്നത്, കാലിപരാജ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. ജനറൽ were interested in the emergent political culture of nationalism, social condition, poverty and near slavery condition. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായിട്ട് ഈ ബർദോളിയിൽ and also mobilize poor caste communities. Swaraj Ashram established in Surat with the aim of spread of education and political culture. സൂറത്ത് ആശ്രമം പോലെയുള്ള, അതായത് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി, പൊളിറ്റിക്കൽ കൾച്ചർ സ്പ്രെഡ് ചെയ്യുന്നതിന് നിരവധി ആശ്രമങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സ്വരാജ് സിമിലർ സെന്റേഴ്സ് ബർദോളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയുടെ എല്ലാം ലക്ഷ്യം ഈ ഒരു താഴേക്കിടയിലുള്ള അപ്ലിഫ്റ്റ്മെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. Laborers belonging to lower caste, Hali system couldn't repay the borrowed money, so they continued to generation. ഹാലി സിസ്റ്റത്തിൽ അവർ വാങ്ങിയിട്ടുള്ള പണം, കർഷകർ അല്ലെങ്കിൽ ആരാണോ ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ഏത് വിഭാഗക്കാരാണോ വാങ്ങിയത്, ആ ഒരു പണം എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, തിരിച്ചു നൽകാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ജനറേഷനൊക്കെ ഇവരുടെ കീഴിൽ എന്ത് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഗാന്ധിജി ഈ അപ്ലിഫ്റ്റ്മെന്റിന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പല കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസുകളും ഇംപ്ലിമെന്റ് ചെയ്തു. മാസ് ക്യാമ്പയിൻ ആൻഡ് സർക്കുലേഷൻ എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ലാൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് ദാരിദ്ര്യവും അതുപോലെ തന്നെ ക്ഷാമവും നേരിട്ട ആ ഒരു കാലത്ത് ലാൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തത് കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല, കർഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലാൻഡ് റവന്യൂ വർദ്ധിച്ചതിനെതിരെ ഒരു നികുതി നിഷേധ അജിറ്റേഷൻ, പ്രക്ഷോഭം, ഈ ഒരു നോ ടാക്സ് അജിറ്റേഷന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു കുൻവാലിജിത്ത് മെഹ്ത്ത, വല്ലഭായ് പട്ടേൽ, ഗാന്ധി തുടങ്ങിയവർ. ഇതിൽ വല്ലഭായ് പട്ടേലാണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള ലാൻഡ് റവന്യൂ ഉയർത്തിയത് നൽകേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഒരു ബർദോളി സത്യാഗ്രഹത്തിന് ഇന്ത്യയിൽ എല്ലാ വിഭാഗം ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട്
ലാൻഡ് റവന്യൂ നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയുണ്ടായി. കർഷകരിൽ നിന്ന് പിടിച്ചെടുത്ത കൃഷിഭൂമിയും വീടും കർഷകർക്ക് തന്നെ തിരിച്ചു നൽകുന്നതിനുള്ള വ്യവസ്ഥ ഇതിലൂടെ ഉണ്ടായി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് തെബാഗ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. 1946-47 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. ബംഗാളിൽ ജന്മിമാരും കൃഷിക്കാരും തമ്മിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുണ്ടായ വൈരുദ്ധ്യത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ഈ ഒരു തെബാഗ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. Began first in Adwari, a village in northwest ദിനാജ്പൂർ, ബംഗാൾ. ബംഗാളിലെ അഡ്വാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. In September 1946, several Bargadar volunteers cut the paddy crop and carried it to their own kamar instead to that of Jodhedar. ബർഗദാർ വളണ്ടിയേഴ്സ് നെല്ല് വിളവെടുത്തതിനു ശേഷം അവരുടെ വിധിക്കളത്തിലേക്ക് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? ആർക്ക് ഏൽപ്പിച്ചില്ല? ജോതേദാറിനെ, അതായത് അതിൻ്റെ മേൽനോട്ടക്കാരനെ ഏൽപ്പിച്ചില്ല. മൂവ്മെൻറ്റ് സ്പ്രെഡ് വെരി ഫാസ്റ്റ്. ഈ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ഫാസ്റ്റായിട്ട് ആ ഒരു പ്രദേശത്ത് വ്യാപിക്കാൻ തുടങ്ങി. ആൻഡ് സബാ വർക്കേഴ്സ് ആൻഡ് പെസൻറ്റ് അറസ്റ്റഡ്. അതിൻ്റെ ഫലമായിട്ട് സബാർ വർക്കേഴ്സും അതുപോലെ തന്നെ പെസൻറ്റും അറസ്റ്റ് ചെയ്യപ്പെട്ടു. മൈമൻസിംഗ് ഡിസ്ട്രിക്റ്റിൽ ഷെയർ ക്രോപ്പേഴ്സ് വർ മുസ്ലിംസ് ആൻഡ് ട്രൈബൽസ് ഇൻവോൾവ് ഇൻ മൂവ്മെൻറ്റ്. ട്രൈബൽസും ഒക്കെ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്തു. ഒരു പ്രധാനപ്പെട്ട ഈ മൂവ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്ലേസ് ആയിരുന്നു ഇത് ജൽപായ്ഗുരി എന്ന് പറയുന്ന സ്ഥലം. ഇൻവോൾവ് മാസ് ഇൻഷുറക്ഷൻ ബൈ ദി പെസൻട്രി ഇൻസ്പയർഡ് ബൈ ദി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഭൂവുടമകൾ ജോലി ഒട്ടും ചെയ്യാതെ കൃഷിക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലം പകുതി വാങ്ങുന്ന ഒരു സമ്പ്രദായമായിരുന്നു ബംഗാളിൽ നിലവിലുണ്ടായിരുന്നത്. അതിനെതിരായിട്ട് കൃഷിക്കാരിൽ എന്തുണ്ടായിരുന്ന ഒരു വമ്പിച്ച രോഷം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ബംഗാളിൽ വ്യാപിക്കുന്നത്. കൃഷിക്കാർ ഒരു ദേശീയ പ്രക്ഷോഭത്തോടൊപ്പം എന്ത് ചെയ്തു? ഈ കർഷകരുടെ പ്രശ്നവും മുഖ്യ പ്രശ്നമായിട്ട് ഉന്നയിച്ചു. ടു റീറ്റെയിൻ a 2/3 of the produce for themselves and thereby to reduce rent, they paid to Jodhedar class of rich farmers who hold superior or right in land. കമ്മ്യൂണിസ്റ്റുകാരുടെയും കർഷകരുടെയും നിരന്തരമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ട് 1940 ലാൻഡ് റവന്യൂ കമ്മീഷൻ കൃഷിക്കാർക്ക് 1/2 ഭാഗം ഉൽപ്പന്നം അവർക്ക് കിട്ടാൻ അർഹതയുണ്ടെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3/2 ഭാഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പ്രക്ഷോഭമാണ് എന്നറിയപ്പെടുന്നത് തെബാഗ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു മൂവ്മെന്റിന്റെ ഇമ്പാക്റ്റ് അതുപോലെ തന്നെ അതിന്റെ വ്യാപനം വളരെ ലിമിറ്റഡ് ആയിരുന്നു. തെബാഗ മൂവ്മെന്റ്, എ ലെഫ്റ്റ് വിംഗ് മൊബിലൈസേഷൻ ഓഫ് റൂറൽ മാസസ്, വാസ് ഫസ്റ്റ് കോൺഷ്യസ്ലി അറ്റംപ്റ്റഡ് റിവോൾട്ട് ബൈ എ പൊളിറ്റിസൈസ്ഡ് peasantry in Indian history. The agrarian social structure and Bargadari system. Permanent settlement in Calcutta 1972. 1972 കൽക്കട്ടയിൽ പെർമനന്റ് സെറ്റിൽമെന്റ് രീതിയായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. ലാൻഡ് ലോഡ്സിനായിരുന്നു അവിടെ പ്രോപ്പർട്ടിയിൽ ഫുൾ റൈറ്റ് ആർക്കായിരുന്നു? ഈ ലാൻഡ് ലോഡ്സിനായിരുന്നു. അഗ്രേറിയൻ ഹൈറാർക്കിയിൽ 5 സ്ട്രാറ്റ നിലവിലുണ്ടായിരുന്നു. ഒന്ന് ജമീന്ദാർസ് ആൻഡ് താലൂക്ദാർസ് ആയിരുന്നു. രണ്ടാമത്തേത് ജോതേദാർസ്. മൂന്നാമത്തേത് അണ്ടർ ടിഗറ്റ്സ്. 4 ബർഗദാർസ് ഓർ അദിയാർസ്. 5 ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ഇത്തരത്തിലുള്ള 5 സോഷ്യൽ സ്ട്രാറ്റയായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഈ ബർഗദാർ ഓർ അദിയാസ് എന്ന് പറയുന്നത് ഷെയർ ക്രോപ്പേഴ്സ് ആയിരുന്നു. അതേസമയം നിലനിന്നിട്ടുണ്ടായിരുന്നത് ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആണ്. പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓഫ് ബംഗാൾ പെസൻട്രി. ഇതൊരു ലെഫ്റ്റ് വിങ് പെസൻറ്റ് മൂവ്മെൻ്റ് ആയിരുന്നു ബംഗാളിൽ നടന്നിട്ടുള്ള ഈ ഒരു മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് ദ വർക്കേഴ്സ് പെസൻറ്റ് പാർട്ടി. 1926 ഒരു വർക്കേഴ്സ് പെസൻറ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി രൂപീകരിച്ചു. അതേസമയം തന്നെ ജോതേദാർസ് ആൻഡ് അതർ റിച്ച് ടെനൻസ് ഓർഗനൈസ്ഡ് കർഷക പ്രജാ പാർട്ടി എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടി. റിച്ച് ടെനൻറ്റും അതുപോലെ തന്നെ ജോതേദാർസും ഒക്കെ അടങ്ങുന്ന ഒരു പുതിയൊരു പാർട്ടി അവരും രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 1940 ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ ഇൻ റൂറൽ ബംഗാൾ. കർഷകർക്കിടയിൽ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ചില ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ
തബാക്ക സ്ട്രഗിൾ ലോഞ്ച് ചെയ്യുന്നത് 1946 സെപ്റ്റംബർ മാസത്തോടു കൂടിയാണ്. ഈ ഒരു സമരത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ഷെയർ ക്രോപ്പേഴ്സ് റെസിസ്റ്റൻസ് വാസ് വീക്ക് ആൻഡ് നെവർ ത്രെറ്റൻഡ് പവർ സ്ട്രക്ചർ. ആൻഡ് സെക്കൻഡ് വൺ, മുസ്ലിം ബർഗദാസ് ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മൂവ്മെന്റ്. നെക്സ്റ്റ് മൂവ്മെന്റ് ഈസ് തെലങ്കാന റെബല്യൻ. 1946 മധ്യത്തിൽ ആരംഭിച്ച് 5 വർഷത്തോളം നീണ്ടുനിന്ന പ്രക്ഷോഭമായിരുന്നു ആന്ധ്രയിലെ തെലങ്കാന സമരം എന്ന് പറയുന്നത്. സോ തെലങ്കാന റെബല്യൻ വാസ് പൊളിറ്റിക്കലി ഇൻസ്പയർഡ് ആൻഡ് ഹാഡ് എ ഫേം ഓർഗനൈസേഷണൽ ബേസിസ് ആൻഡ് പ്രാക്ടിക്കൽ പ്രോഗ്രാം. തെലങ്കാന റെബല്യൻ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു തെലങ്കാന മൂവ്മെന്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പ്ലേഡ് എ മേജർ റോൾ. ആ പ്രദേശം ആദ്യത്തെ ഹൈദരാബാദിന്റെ ഒരു റീജിയന്റെ ഒരു പാർട്ടായിരുന്നു. ഇതൊരു ബിഗ്ഗസ്റ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. ഏകദേശം 17 ഡിസ്ട്രിക്റ്റും അതിൽ ഏകദേശം 17 മില്യൺ പോപ്പുലേഷനുമുള്ള ഒരു പ്രദേശമായിരുന്നു തെലങ്കാന എന്നറിയപ്പെടുന്നത്. അവിടെ രണ്ട് പ്രധാനപ്പെട്ട ലാൻഡ് ടെന്യൂർ സിസ്റ്റം ആയിരുന്നു. ദ ഗൽസ ഓർ ദിവാനി ടെന്യൂറും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമായിരുന്നു ജാഗിർസ് എന്ന് പറയുന്ന വിഭാഗം. ഓർ ദിവാനി ടെന്യൂർ സിസ്റ്റം എന്ന് പറയുന്നത് പെസന്റ് പ്രൊപ്രൈറ്ററി സിസ്റ്റം ആയിരുന്നു. അതായത് ഒരു റൈറ്റ് വാരി സിസ്റ്റം ആയിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ലാൻഡ് ഹോൾഡേഴ്സ് എന്തായിരുന്നില്ല, അതിൻ്റെ ഓണേഴ്സ് ആയിരുന്നില്ല. എന്നാൽ ജാഗിർ എന്നറിയപ്പെടുന്നതിൽ ഇമ്പോർട്ടൻറ്റ് വാസ് നിസാംസ് ഓൺ ക്രൗൺ ലാൻഡ് സ്കാറ്റേഡ് ഇൻ സെവറൽ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. അവിടെ നിസാമിനായിരുന്നു അതിൻ്റെ പൂർണ്ണാധികാരം ഉണ്ടായിരുന്നത്. ബിഗാൻ ഇൻ 1946 against illegal exaction, forced labor, eviction by feudal landlords and oppression by village patels and deshmukh. ഈ ഒരു റെബല്യൻ 1946 ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെ പ്രതികരിക്കുക, ഫോഴ്സ്ഡ് ലേബറിനെതിരെ, ലാൻഡ്ലോഡ്സിന്റെ കുടിയൊഴിപ്പിക്കലിനെതിരെ, അതുപോലെ തന്നെ പട്ടേൽസ്, ദേശ്മുഖ് എന്നിവർ നടത്തിയിട്ടുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ പ്രവർത്തിക്കുക, അതിനെ ചെറുക്കുക എന്നുള്ള തരത്തിലായിരുന്നു ഈ ഒരു റെബല്യൻ ഉയർന്നു വന്നത്. Later developed into an agrarian liberation struggle to rid of feudal landlordism and exploitation, as well as Nizam dynastic rule of the state and the merger of the Hyderabad state into the Indian Union. ലോർഡ്സിന്റെ ചൂഷണത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായിട്ടുള്ള ഒരു കർഷക സമരമായിട്ട് ഈ ഒരു റെബല്യൻ മാറി. ആ സമയത്ത് ബ്രാഹ്മിൻസ് ആൻഡ് റെഡ്ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഡൊമിനേറ്റ് ചെയ്തിരുന്ന രണ്ട് വിഭാഗക്കാരായിരുന്നു ബ്രാഹ്മിൻസ്, അതുപോലെ തന്നെ റെഡ്ഡി വിഭാഗം. കമ്മാസ് ജോയിൻഡ് ആന്ധ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോസ്റ്റ് ഓഫ് ദി പെസൻട്രി ഓർഗനൈസേഷൻ അറ്റ് ദി റീജിയണൽ ലെവൽ. കമ്മാസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആന്ധ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതോടുകൂടി ഒരു റീജിയണൽ ലെവലിൽ പെസൻട്രി ഓർഗനൈസേഷൻസ് വളർന്നു വരാൻ തുടങ്ങി. 1940-42 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാർട്ടിയെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ് മിലിറ്റന്റ് ഓർഗനൈസേഷൻ യുണൈറ്റഡ് ഫ്രണ്ട് ഓഫ് ദ യൂത്ത്, പെസന്റ്, മിഡിൽ ക്ലാസസ് ആൻഡ് വർക്കേഴ്സ് അഗെയിൻസ്റ്റ് നിസാം ഗവൺമെന്റ്. ആ സമയത്ത് തന്നെയാണ് ഒരു ബഹുജന പ്രക്ഷോഭം നിസാം ഗവൺമെന്റിനെതിരെ വന്നു. ടൈം ഓഫ് എക്കണോമിക് കണ്ടീഷൻ ഡിറ്റീരിയേറ്റഡ് ഡ്യൂ ടു ഡിപ്രഷൻ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. CPI became legal in 1942. Peasant organization and mobilization became more articulate. ഈ ഒരു പെസന്റ് മൂവ്മെന്റ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് വ്യത്യസ്ത ഓർഗനൈസേഷന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായും കിസാൻ സഭ, ആന്ധ്ര മഹാസഭ തുടങ്ങിയവ. പെസന്റ് ഇൻസുറക്ഷൻ അംഗം launched village level struggle for better wages for laborer and against illegal exactions, evictions, labor exploitations known as വെറ്റി ആൻഡ് ആൾസോ അഗെയിൻസ്റ്റ് ദി ന്യൂലി ഇമ്പോസ്ഡ് ഗ്രെയിൻ ലെവി. വില്ലേജ് ലെവൽ സ്ട്രഗിൾസ് അവരുടെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ വേജിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെ, കുടിയൊഴിപ്പിക്കലിനെതിരെ, ലേബർ എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ വെറ്റി എന്ന് പറഞ്ഞൊരു സിസ്റ്റം അവിടെ നിലനിന്നു. ഇതിനെതിരെയൊക്കെ ആയിരുന്നു വില്ലേജ് ലെവൽ സ്ട്രഗിൾസ് ഉയർന്നു വന്നു. ഈ വെറ്റി എന്ന് പറയുന്നത് മാല, മസിക മുതലായ സമുദായത്തിൽപ്പെട്ടവരെ കൊണ്ട് സൗജന്യമായി ജോലി ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായമാണെന്ത്, ഈ വെറ്റി സമ്പ്രദായം. ഇത് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ആദ്യമായിട്ട് നെൽഗോണ്ട ഡിസ്ട്രിക്റ്റിലും തുടർന്ന് വാറങ്കൽ, ഖമ്മം തുടങ്ങിയ ഡിസ്ട്രിക്റ്റിലേക്കും വ്യാപിച്ചു. പെസൻസ് അറ്റാക്ക്ഡ് ലാൻഡ്ലോഡ്സ്
Deshmukhs and village officials. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് large masses of peasants spontaneously took part in the struggle against government, landlords, Deshmukh and agents. ഒരു ലാർജ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ്, കർഷകരുടെ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഒരു ലാൻഡ് ലോഡ്സിനും ദേശ്മുഖിനെതിരെ ഉയർന്നു വന്നത്. അതാണ് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. Neither firearm nor training to use them. And next one, there was no proper leadership or organization for the struggle. പക്ഷെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പോ ഒരു ഓർഗനൈസേഷനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. If you take an analysis, if size of political power over a period of time is taken as the criterion, perhaps Telangana was the most successful peasant movement in India, but it did not provide a lasting solution to the exploitation of the weakest section of the village. നക്സൽബാരി മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഏറ്റവും ഒരു കരുത്തുറ്റ ഒരു പ്രക്ഷോഭം, ഒരു കലാപം തന്നെയായിരുന്നു നക്സൽബാരി മൂവ്മെന്റ്. ഇത് ഒരു ലെഫ്റ്റ് മൂവ്മെന്റ്, ബംഗാളിൽ നടന്നിട്ടുള്ള ഒരു ലെഫ്റ്റിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു നക്സൽബാരി. ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് സ്പ്ലിറ്റ് ആണ്. ദാറ്റ് മീൻസ് ദ സ്പ്ലിറ്റ് റിലേറ്റഡ് ടു ഐഡിയോളജിക്കൽ സ്ട്രഗിൾ ബിറ്റ്വീൻ സെന്റേഴ്സ് ഓഫ് ഇന്റർനാഷണൽ കമ്മ്യൂണിസം. ഈ ഒരു മൂവ്മെന്റിൽ നമുക്കൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. ഇത് ഒരു കർഷക പ്രസ്ഥാനം തന്നെയായിരുന്നു. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ ഗോത്രവർഗ്ഗക്കാരും ഗോത്രേതരക്കാരുമായിട്ടുള്ള കർഷകരാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ പ്രധാനമായും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ നക്സൽബാരി എന്ന പ്രദേശത്തിന്റെ ഒരു ഫിസിക്കൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്കണോമിക് ഡയമെൻഷൻസ് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് അത് വെസ്റ്റ് ബംഗാളാണ്, ഡിസ്ട്രിക്ട് ഡാർജിലിംഗ്, അവയാണ് എന്ത് നക്സൽബാരി എന്ന പ്രദേശം നിലനിൽക്കുന്നത്. അതിൻ്റെ 2 ഫ്രോണ്ടിയേഴ്സ് ഡിസ്ട്രിക്റ്റ് ആണ് ഫാൻസി ദേവ, അതുപോലെ തന്നെ ഗോറിബാരി. പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1971 7,81,777 ആ ഒരു റേഷ്യോ 882 ആയിരുന്നു. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ 254 പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. അവിടുത്തെ പ്രധാനപ്പെട്ട മെയിൻ ക്രോപ്സ്, കൾട്ടിവേഷൻ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ക്രോപ്സ് പാഡി, ജൂട്ട് എന്നിവയായിരുന്നു. അവിടുത്തെ ഒരു ക്രൂഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ക്രോപ്പേഴ്സ് എന്നുള്ളതാണെന്ത് അവിടുത്തെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഏത് രാജബാൻസിസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ആ ഒരു പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ലേബേഴ്സ് ആണ്, പ്ലാന്റേഷനിലെ പ്രധാനപ്പെട്ട ലേബേഴ്സ് വിഭാഗത്തിൽപ്പെട്ട വിഭാഗക്കാരായിരുന്നു ഒറാവോൺസ്, മുണ്ടാസ് ആൻഡ് സന്താൾസ് എന്നീ പറയുന്നുള്ള വിഭാഗക്കാർ. അവിടുത്തെ അഗ്രേറിയൻ സ്ട്രക്ചർ നോക്കുമ്പോൾ ജോതേദാസ് അതുപോലെ തന്നെ അദിയാസ് എന്ന് പറയുന്ന 2 അഗ്രേറിയൻ സ്ട്രക്ചറാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ലാൻഡ് ബിലോങ്ങിങ് ടു രാജ്ബാൻസി ജോതേദാസ്. ടിക്കാദാർസ് were engaged on the basis of written contract. അവർ ഈ പാട്ടക്കരാറിൽ ഏർപ്പെട്ടിരുന്നത് ഒരു എഴുതപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അഗ്രികൾച്ചറൽ സ്ട്രക്ചർ എന്ത് ചെയ്തു, കാലക്രമേണ ഈ അഗ്രികൾച്ചറൽ സ്ട്രക്ചറിൽ മാറ്റം വന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് മൈഗ്രേഷൻ ആൻഡ് റിഫോം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണം പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓഫ് പെസന്റ്. മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ഈ കാനു സിന്യാൽ, അതുപോലെ തന്നെ ചാരു മജുംദാർ തുടങ്ങിയ. 1967 ഡാർജിലിംഗ് ജില്ലയിലാണ് ഈ ഒരു വിപ്ലവം ആരംഭിച്ചത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ രൂപീകരിച്ചിട്ടുള്ള കർഷക കമ്മിറ്റികൾ എന്ത് ചെയ്തു, ഈ ഭൂപ്രഭുക്കന്മാരുടെ എല്ലാം ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായവർക്ക്, അതായത് കർഷകർക്ക് വിതരണം ചെയ്തു. കർഷകരെ ചൂഷണം ചെയ്യുന്നതിനായിട്ട് ഭൂവുടമകൾ തയ്യാറാക്കി വെച്ചിരുന്ന കള്ളപ്രമാണങ്ങൾ, അതുപോലെ തന്നെ രസീതുകളൊക്കെ, ഈ രേഖകളെല്ലാം അവിടെ നിന്ന് പിടിച്ചെടുക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു. ഭൂമി പണയപ്പെടുത്തിക്കൊണ്ടുള്ള അന്യായമായ കരാറുകളെല്ലാം റദ്ദാക്കിയതായിട്ട് എന്ത് ചെയ്തു, അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭൂപ്രഭുക്കന്മാരുടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ കന്നുകാലികൾ, കാർഷികോപകരണങ്ങൾ എന്നിവയെല്ലാം കലാപകാരികൾ കണ്ടുകെട്ടി ഈ പാവപ്പെട്ട കർഷകർക്ക് എന്ത് ചെയ്തു, വിതരണം ചെയ്തു. നക്സൽബാരി പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഭൂമിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സായുധ സമരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല.
ഗ്രാമങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് അധികാരം കൈയടക്കുന്നതും ഇതിൻ്റെ എന്തായാലും ഒരു ലക്ഷ്യമായിരുന്നു എന്നാണ് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ശക്തമായിട്ടുള്ള പോലീസ് നടപടികളിലൂടെ ഈ ഒരു സമരം എന്ത് ചെയ്തു, അടിച്ചമർത്തപ്പെട്ടു. ഇന്ത്യൻ സമൂഹത്തിൽ ഒരു വമ്പിച്ച പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. കാര്യം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഭൂ ഉടമ സമ്പ്രദായത്തിലും അതുപോലെ തന്നെ കർഷക ചൂഷണത്തിലും അതൊരു വലിയ മാറ്റം സൃഷ്ടിച്ചു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു തടയിടുന്നതിന് വേണ്ടി ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഫ്യൂഡൽ വ്യവസ്ഥ അതുപോലെ തന്നെ നിലനിർത്താൻ പറ്റില്ലെന്ന് ഭൂ ഉടമകളെ ഈ ഒരു മൂവ്മെന്റ് കൊണ്ട് കർഷകർ ബോധ്യപ്പെടുത്തി. 9ാമത്തെ യൂണിറ്റ് ആണ് പെസന്റ് ഓർഗനൈസേഷൻസ് എന്നറിയുന്നത്. സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ്. കർഷക സംഘടനകളും കർഷക തൊഴിലാളി യൂണിയനുകളും കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനായിട്ട് പ്രധാനമായും കേരള കർഷക സംഘം പോലുള്ള ചെറുകിട നാമമാത്ര കർഷക സംഘടനകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഈ ചെറുകിട നാമമാത്ര കർഷകരുടെ പ്രക്ഷോഭങ്ങൾ ഭൂ ഉടമകളിൽ നിന്നും സർക്കാരിൽ നിന്നും ഇളവുകൾ നേടാനുള്ള അവരുടെ കഴിവിൽ ആത്മവിശ്വാസം സൃഷ്ടിച്ചു. കൂടാതെ കൃഷിക്കാരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഫ്യൂഡലിസത്തിന്റെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും അവരിൽ സ്വാതന്ത്ര്യബോധം പകരുകയും ചെയ്തു. ഗവൺമെന്റ് എക്സ്പാൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി. ദിസ് പോയിന്റ് മെൻഷൻ ദാറ്റ് ഈ ഒരു ചെറുകിട നാമമാത്ര കർഷകരുടെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പല ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ കർഷകരെ സഹായിച്ചു. ഉദാഹരണമായിട്ട് വായ്പാ സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ഭൂ ഉടമകൾ മൂലമുള്ള കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത തുകയ്ക്കുള്ള പലിശയ്ക്ക് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിനെ നിർബന്ധിക്കാൻ ഇത്തരം കർഷക സംഘടനകളെ കൊണ്ടും അത് നേടിയെടുക്കുന്നതിന് കർഷക സംഘടനകളെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. കർഷക സംഘത്തിന്റെ പെട്ടെന്നുള്ള നടപടികൾ കർഷകർക്ക് സർക്കാർ അനുവദിച്ച ഇളവുകൾ നേടാൻ സഹായിച്ചു. ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാം ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഗ്രാമീണ വികസന പരിപാടികൾ രൂപീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും കർഷക സംഘടനകളുടെ സഹായം ഗവൺമെന്റ് തേടാൻ തുടങ്ങി എന്നുള്ളതും വളരെ വലിയ ഒരു മാറ്റമാണ്. 1940-50 കാലഘട്ടങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ലോഗനാണ് അബോളിഷൻ ഓഫ് ലാൻഡ് ലോഡിസം ആൻഡ് ലാൻഡ് ടു ദ ടില്ലർ എന്നീ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മലബാർ കർഷകരെ അണിനിരത്താൻ ഈ സംഘടനകൾക്ക് കഴിഞ്ഞു. മാസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഫാമേഴ്സ് അസോസിയേഷൻ. ഡോക്ടർ ജോസ് ജോർജ് തന്റെ ഫീൽഡ് പഠനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം 75 പേരിൽ സർവേ നടത്തിയതിൽ അതിൽ 45 പേരും ഒന്നോ അല്ലെങ്കിൽ മറ്റു കർഷക സംഘങ്ങളിലോ അംഗങ്ങളാണ്. ഈ ഒരു അജിറ്റേഷനിൽ വളരെ വലിയ ഒരു ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതാപരമാണ്. നമ്മുടെ കർഷക സംഘടനയായിരുന്നു കേരള കർഷക ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്തത് 1973 എറണാകുളത്താണ്. ജനുവരിയിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇത് എറണാകുളത്ത് വെച്ച് നടന്നിട്ടില്ല. കൺവെൻഷന്റെ ഫലമായിട്ടാണ് ഈ ഒരു കേരള കർഷക ഫെഡറേഷൻ രൂപം കൊള്ളുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് കുട്ടനാട് കർഷക സംഘത്തിന്റെയും ദേശീയ കർഷക സംഘം ഓഫ് പാലക്കാട് ഇവര് ആയിരുന്നു ആ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, ഇൻക്ലൂഡഡ് ഗ്യാരണ്ടി ഫ്രം ഗവൺമെന്റ് നോട്ട് ടു ഹാവ് ഫർദർ ഡിഡക്ഷൻ ഇൻ ദ സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ്. സെക്കൻഡ് വൺ, tripartite meeting of farmers, laborers and government for long-term settlement of wages. And third one, the distribution of agricultural input events, cost of cultivation and reasonable migrant and non-interference with the mechanization of agriculture. ഇത്തരത്തിലുള്ള 3 ആവശ്യങ്ങളാണ്. അതായത് പ്രധാനമായും അവരുടെ ആവശ്യമുള്ള ഭൂമിയിൽ ഡിഡക്ഷൻ ഉണ്ടാവാതിരിക്കുക, അതുപോലെ തന്നെ ഒരു സെറ്റിൽമെന്റ് വേജിലെ ഒരു പ്രത്യേക തീരുമാനം എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാമേഴ്സ് അസോസിയേഷൻ ആയിരുന്നു കേരള സ്റ്റേറ്റ് കർഷക കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ദിസ് ഇസ് സ്പോൺസേർഡ് ബൈ കോൺഗ്രസ് ആയിരുന്നു. പ്രീവിയസ്ലി കുട്ടനാട് കർഷക സംഘം അസോസിയേറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിട്ടായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. With the formation of Kerala Congress, the leadership of the Kuttanad Karshaka Sangham went into their hand.
The Congress party therefore thought of having farmers being under their control. As a first step, they formed Kutanad Deshiya Karshaka Sangam in 1972. കുട്ടനാട് കർഷക സംഘം അതിൻ്റെ ലീഡേഴ്സ് കേരള കോൺഗ്രസ് രൂപീകരിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് അത് അവരുടെ കൺട്രോളായി. അപ്പോൾ അതിനെ തുടർന്ന് അവരുടെ കീഴിൽ ഒരു കോൺഗ്രസ് പാർട്ടി ഒരു ഫാമേഴ്സ് അസോസിയേഷൻ ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് രൂപീകരിക്കുന്നത്, കുട്ടനാട് ദേശീയ കർഷക സംഘം 1972 രൂപീകരിക്കുന്നത്. ഈ ഒരു കേരള സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത് 1974 അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ടു ഗെറ്റ് സപ്പോർട്ട് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻ ദ അഗ്രേറിയൻ സെക്ടർ. പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് കേരള കർഷക സംഘം എന്നുള്ളത്. ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇൻ 1964, 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്പ്ലിറ്റ് ആകുന്നു. അതിന്റെ ഫലമായിട്ട് കേരള കർഷക സംഘം അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കിസാൻ സഭ എന്നിവ CPMന്റെ ലീഡർഷിപ്പിന് കീഴിലാണ് വരുന്നത്. ഫലമായിട്ട് ഒരു CPI ആണ് എന്ത് ഫോം ചെയ്യുന്നത്, ഒരു ഓൾ ഇന്ത്യ സഭ 1967 ഒക്ടോബറിൽ രൂപീകരിക്കുന്നത്. ഈ ഒരു സഭയുടെ കമ്മിറ്റികൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും രൂപീകരിച്ചിരുന്നു. CPI സ്പോൺസേർഡ് കർഷക സംഘം ഇൻഫ്ലുവൻസ് ഇൻ പാലക്കാട് ആൻഡ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഹെൽപ് ദ ഫാമേഴ്സ് ടു ഗെറ്റ് ലോൺസ് ആൻഡ് അഗ്രികൾച്ചറൽ ഇൻപുട്ട്. അതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് ആയിട്ട് ഉണ്ടായിരുന്നത്. കൂടാതെ അവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ദ പ്രൊപ്പഗേഷൻ ഓഫ് കളക്റ്റീവ് ഫാമിംഗ്, ഓൾ കുട്ടനാട് കർഷക സംഘം എന്നുള്ളത്. ദ AKKAS, a federating association of 5 farmers association working in Kuttanad area, was formed in 1963. ഈ ഒരു ഓൾ കുട്ടനാട് കർഷക സംഘം എന്ന് പറയുന്ന സംഘടന കുട്ടനാട് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന 5 ഫാമർ അസോസിയേഷന്റെ ഒരു കൂട്ടായ്മയാണ്. ഇത് 1963 ഈ ഒരു സംഘടന രൂപം കൊള്ളുന്നത്. കുട്ടനാട് കർഷക സംഘം അഫിലിയേറ്റഡ് ടു ഓൾ കുട്ടനാട് കർഷക സംഘം വാസ് formed as far back as 1932. The main purpose, അവരുടെ ഒരു പ്രധാനപ്പെട്ട purpose എന്ന് പറയുന്നത് to obtain various concessions and facilities from the state government for cultivation of the reclaimed land. Existence of several farmers organization in between 1957 to 1959. 1957-59 കാലഘട്ടത്തിനിടയിൽ നിരവധി ഫാമർ ഓർഗനൈസേഷൻ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പർ കുട്ടനാട് കർഷക സംഘം അതിലൊരു ഉദാഹരണം 1958 ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. അതിൽ യൂണിയൻസിലും അസോസിയേഷനിലൊക്കെ നിരവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് പാലക്കാട് കർഷക സംഘം എന്നുള്ളത്. This is the local branch of the Kerala Karshaka Federation after the formation of the Kerala State Karshaka Tholali Union in 1968. ഇത് ഒരു കേരള കർഷക ഫെഡറേഷന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിനുശേഷം KSKTU രൂപീകരിച്ചതിന് ശേഷം പാലക്കാട് സ്റ്റാർട്ടഡ് എ ഫോഴ്സ് സ്ട്രഗിൾ ഫോർ ബെറ്റർ വേജസ് ആൻഡ് സർവീസ് കണ്ടീഷൻ. ഇത് പാലക്കാടാണ് ഈ ഒരു സംഘം രൂപീകരിച്ചത്. വേജിന് വേണ്ടി അതുപോലെ തന്നെ ബെറ്റർ സർവീസ് കണ്ടീഷൻ, തൊഴിൽ സാഹചര്യം ഉണ്ടാക്കുക, നല്ല വേതനം ലഭിക്കുക എന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ഇവരുടെ ഈ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രഗിൾ എന്ത് ചെയ്തു, ഗവൺമെന്റ് അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു. സം ഓഫ് ദ ഫാമേഴ്സ് enthusiasts consulted the leaders of കുട്ടനാട് കർഷക സംഘം and with their help the പാലക്കാട് സമാജം was organized in 1970. ഇവിടെയുള്ള കുറച്ച് കർഷകർ എന്ത് ചെയ്തു, ഈ കുട്ടനാട് കർഷക സംഘത്തിലെ കൺസൾട്ട് ചെയ്യുകയും അവരുടെ ഹെൽപ്പോടുകൂടി 1970 പാലക്കാട് സമാജം രൂപീകരിക്കുകയും ചെയ്തു. ഇത് പാലക്കാട് സമാജം ഓർഗനൈസ്ഡ് ഇൻ 1970. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മാത്രം ഏകദേശം 20,000 മെമ്പർമാർ ഈ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു. സമാജം വാണ്ട്സ് ടു ഹാവ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ വർക്കേഴ്സ് ടു അവോയ്ഡ് ലേബർ ഡിസ്പ്യൂട്ട്. പക്ഷെ അവർ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. അതുകൂടാതെ അവർ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങളാണ്. ഒന്ന്, ദ ഫെയർ പ്രൈസ് ഫോർ പ്രൊഡ്യൂസ് ആൻഡ് കൺട്രോളിംഗ് ലേബർ ഡിസ്പ്യൂട്ട്. Second one, freedom to cultivate any crop and freedom to employ laborers according to their choice. And third one, tries to make use of labor code and industrial relation committee to project the interest of the member farmers. Agricultural laborers and tenants association. Influence of ideology and effective leadership or left movement.
ലെഫ്റ്റ് മൂവ്മെന്റിന്റെ ഐഡിയോളജി, അവിടെ തന്നെ അവരുടെ ലീഡർഷിപ്പ് എന്നിവയാണ് കേരളത്തിലെ കർഷകരെ ഓർഗനൈസ് ചെയ്യിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനും സജ്ജമാക്കിയത്. 1940-കളിൽ ഈ കുട്ടനാട് റീജിയനിൽ ലാൻഡ് ലോഡ്സും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ വർക്കേഴ്സും തമ്മിലുള്ള കോൺഫ്രണ്ടേഷൻ ഉണ്ടായിരുന്നു. Workers conducted march and rally. Militant activities of the agricultural workers' unions were hampered by the ban imposed after the Punnapra Vailar upheaval. കർഷകർ അരിവാളുകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് മാർച്ചുകൾ നടത്തി. The purpose of the rally was to protest against the atrocities committed by landlords. Second one, to highlight the workers' demand for better wages and conditions of work. Coming back of Travancore കർഷക തൊഴിലാളി യൂണിയൻ in 1951. കർഷക തൊഴിലാളി യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കർഷക തൊഴിലാളി യൂണിയൻ വീണ്ടും ഈ ഒരു സ്ട്രഗിളിലേക്ക് വരികയും 1951 1952 മുതൽ അവരുടെ ആക്ടിവിറ്റീസുകൾ തുടരുകയും ചെയ്തു. ഈ ട്രാവൻകൂർ കർഷക തൊഴിലാളി യൂണിയൻ ഡിക്ലെയർഡ് എ സ്ട്രൈക്ക് ഡ്യൂറിംഗ് ദ ഹാർവെസ്റ്റിംഗ് ടൈം ഇൻ 1953. ഇനി നമ്മൾ പറയുന്നത് അജിറ്റേഷൻ ഫോർ ലാൻഡ് റിഫോം മെഷേഴ്സ് ആണ്. അതായത് ഈ ലാൻഡ് റിഫോമുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില പ്രക്ഷോഭങ്ങളാണ്. 1957-59 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അഗ്രികൾച്ചറൽ വർക്കേഴ്സിനും അതുപോലെ തന്നെ പെസൻട്രിക്കുമായി ബന്ധപ്പെട്ട് ഒരു 1957 അഗ്രേറിയൻ റിലേഷൻ ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവന്നു. ഇത് അസംബ്ലിയിൽ അവതരിക്കപ്പെട്ടത് 1957 ഡിസംബർ 18 അതിൽ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത് sealing on land holding of preventing eviction of tenant by landlords. Second one, for confiscation and distribution of land to the landless agricultural workers by the government. അതിന് ആദ്യത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് കുടിയാന്മാരെ അവരുടെ കൃഷിയിടത്തിൽ നിന്നും കുടിയിറക്കുന്നത് തടയുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ലാൻഡ്ലെസ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ വർക്കേഴ്സിന് കണ്ടുകെട്ടിയിട്ടുള്ള ഭൂമി സർക്കാർ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു അതിലെ രണ്ടാമത്തെ പ്രൊവിഷനായിട്ട് ഉണ്ടായിരുന്നത്. ലാൻഡ് റിഫോംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില കർഷകരുടെ സ്ട്രഗിൾസ്, പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ അഗ്രികൾച്ചറൽ വർക്കേഴ്സിന്റെ കർഷകരുടെ ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൃഷി ചെയ്യുന്ന ഭൂമിയിലെ അവകാശം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ ഒരു കൺവെൻഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതിൽ നിരവധി പേർ പങ്കെടുക്കുകയും അതൊരു മാസീവ് റാലി പിന്നീട് അവർ 1964 ഡിസംബർ 14 സംഘടിപ്പിക്കുകയും ചെയ്തു. At that rally in Alleppey town, they declared that whether the Land Reforms Amendment Bill 1969 get the assent of the President or not, the agricultural workers and President of the state will consider it having come into force from 1st January 1970. The bill received assent of the President on 16th December 1969. 1969 പ്രസിഡന്റ് ഈ ബില്ലിന് അംഗീകാരം നൽകി. അതിന് ഉടനടി തന്നെ ഗവൺമെന്റ് എന്ത് പ്രഖ്യാപിച്ചു? ഈ ആക്ട് 1970 ജനുവരി 1 നിലവിൽ വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനായിട്ട് അഗ്രികൾച്ചറൽ വർക്കേഴ്സും പെസൻട്രിയും അതുപോലെ തന്നെ ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകളും 1970-കളിൽ നിരന്തരമായിട്ട് സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ 1970-71 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു സ്ട്രഗിളാണ് കുടികിടപ്പുകാർ നടത്തിയിട്ടുള്ള സ്ട്രഗിള്. ഓർഗനൈസർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടത്തിയത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുടിലും അതുപോലെ തന്നെ ആ കുടിലിന് ചുറ്റുവട്ടത്തായിട്ട് 10 സെന്റ് സ്ഥലവും അവർക്ക് അവർക്ക് അവകാശമായിട്ട് കിട്ടി. സോ വി ക്യാൻ ലുക്ക് അറ്റ് വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് പ്രസന്റ് ഓർഗനൈസേഷൻ. The first one, it helped to counter successfully the anti-labor attitude taken by the Cultivators Association led by landlords and rich farmers. Second one, union leaders are able to mobilize the rural poor to give support to other section. Third one, politicization of agricultural workers. ഈ 3 ഇമ്പാക്റ്റ് ആണ് ഈ പ്രസന്റ് ഓർഗനൈസേഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭൂ ഉടമകളുടെയും സമ്പന്നരായ കർഷകരുടെയും കീഴിലുണ്ടായിരുന്ന കാർഷിക അസോസിയേഷനുകളുണ്ട്. അവർ സ്വീകരിച്ചിട്ടുള്ള തൊഴിൽ വിരുദ്ധ അല്ലെങ്കിൽ ആ മനോഭാവത്തെ എന്ത് ചെയ്യാം? വിജയകരമായി നേരിടാൻ ഈ പ്രസന്റ് ഓർഗനൈസേഷൻസ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഭാഗത്തിലെ പിന്തുണ നൽകുന്നതിന്, മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പിന്തുണ നൽകുന്നതിന്
ഗ്രാമീണ ജനതയെ അണിനിരത്താൻ ഈ യൂണിയൻ ലീഡേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കാർഷിക തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഈ ഒരു പെസന്റ് ഓർഗനൈസേഷൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട 3 ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്.